ആണെന്ന് നമുക്കറിയാം. പല സ്ഥലങ്ങളിലായിരിക്കുന്നവരാണ്. അതിന്റെ തിരക്കുകളുണ്ട്. ജോലിയൊക്കെ കഴിഞ്ഞ് ചിലർ വീട്ടിലായിട്ടുള്ള വണ്ടിയിലാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ്. നമ്മുടെ പ്രവാസി അപ്പസ്ലേറ്റിന്റെ ഏത് പ്രോഗ്രാം നടക്കുമ്പോഴും ഉണ്ടാകാവുന്ന ഒരു വലിയ കാര്യം അത് തന്നെയാണ്. എല്ലാവരും വിവിധ ടൈം സോണിലായതുകൊണ്ട്, പ്രത്യേകിച്ച് എനിക്ക് പലരും യൂറോപ്യൻ സൈഡിൽ നിന്നൊക്കെ ഉള്ളവര് ഞങ്ങൾക്ക് റെക്കോർഡ് ചെയ്തിട്ട് തരണം, കാരണം ഈ സമയം ജോലി സമയമാണ് എന്നുള്ള രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞവരുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഈ പ്രോഗ്രാം. എങ്കിലും പറ്റുന്നവരെല്ലാവരും ഇതിനകത്ത് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കും. എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി ആകാംക്ഷയോടുകൂടി ഈ ഒരു വിഷയം ഉൾക്കൊള്ളാനായിട്ട് റെഡി ആയിട്ടാണ് ഇരിക്കുക. നമ്മുടെ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞർ കണിയോടിക്കൽ അച്ഛൻ MD മാർസിലോമ മെഡിസിറ്റി നമ്മളോട് കൂടെയുണ്ട്. അതുപോലെ ഡോക്ടർ ജോസി വളരെ വൈദഗ്ധ്യത്തോടു കൂടി ക്ലാസ്സുകൾ നയിക്കുന്ന വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അത് പറഞ്ഞു തരാനായിട്ടുള്ള അറിവ് പറഞ്ഞു തരുവാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കും എന്ന ഉറപ്പും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഈ അവസരം നമ്മൾ ഒരു ചെറിയ വാക്കുകൂടി ഞാനൊന്ന് ഓർക്കട്ടെ. നമ്മൾ ഇന്ന് സ്ട്രോക്ക് ആയിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് കൈകാര്യം ചെയ്യുക. അപ്പൊ വലിയൊരു ദുഃഖത്തിന്റെ ഒരു നിമിഷം കൂടിയാണ് നമ്മളെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം. UAE പ്രവാസി അപ്പസ്റ്റേറ്റിന്റെ UAE ചാപ്റ്ററിന്റെ സെക്രട്ടറി ആയിരുന്ന വ്യക്തി കഴിഞ്ഞ 2 ആഴ്ച മുൻപ് സ്ട്രോക്ക് ബാധിച്ചു. അദ്ദേഹം 3.5 മണിക്കൂറോളം ബാത്റൂമിൽ കിടന്നു. അതിനുശേഷമാണ് ആശുപത്രി കൊണ്ടുപോകാൻ പറ്റിയത്. അങ്ങനെ വന്നു. ഏതായാലും അവസാനം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ബ്രെയിൻ ഡെത്ത് സ്ഥിരീകരിച്ചു. ഇന്ന് രാത്രി ഒരുപക്ഷെ ഇപ്പോൾ അദ്ദേഹത്തെ ഫ്ലൈറ്റിലേക്ക് കയറ്റി നാട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരു സമയമായിരിക്കും. നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ ബോഡി നാട്ടിലെത്തും. നാളെ ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് അദ്ദേഹത്തിന്റെ ഇടവകയില് പിറവം പള്ളിയില് ശവസംസ്കാര ശുശ്രൂഷകൾ നടക്കുകയാണ്. അങ്ങനെയുള്ള ഒരു വലിയ ദുഃഖത്തിന്റെ സമയമാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വരിക, ഈ വിഷയം വളരെ പ്രസക്തമാണ് നമുക്ക്. അതുകൊണ്ട് നമ്മളെല്ലാവരും കേൾക്കണം, നമ്മളുടെ ആളുകളിലേക്ക് എത്തിക്കണം. എങ്ങനെ ഈ ഒരു പ്രതിസന്ധി ഉണ്ടാവാതെ നോക്കാം തുടങ്ങിയ കാര്യങ്ങൾ ബാക്കി ഡോക്ടർ തന്നെ നമുക്ക് പറഞ്ഞു തരും. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് നമ്മളുടെ പ്രോഗ്രാമിലേക്ക് കടക്കാം. താങ്ക് യു. നന്ദി വിളിച്ചല്ലച്ച. നമുക്ക് എന്താണെങ്കിലും അച്ഛൻ പറഞ്ഞതിനോട് ചേർത്ത് വെക്കുന്നു. കഴിഞ്ഞ 2 ആഴ്ച ഞങ്ങളെല്ലാവരും വളരെ സങ്കടകരമായ ഒരു സമയത്തോടെ തന്നെയാണ് കടന്നു പോയത്. 6-ാം തീയതി അഡ്മിറ്റ് ആയതിനു ശേഷം ഇന്നിപ്പോൾ 11:45 ഫ്ലൈറ്റിനാണ് നാട്ടിലേക്ക് പോകുന്നത്. ഞങ്ങളിപ്പോൾ അബുദാബിയിൽ പോയി അച്ഛനെ കൊണ്ടുപോയി ഓഫീസൊക്കെ കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളൂ. ആ ഒരു ഇതിൽ നിന്ന് ആരും മുക്തരായിട്ട് പോലുമില്ല. കാരണം അവിടെ ചെന്നപ്പോൾ എല്ലാവരുടെയും സങ്കടം കുറച്ചുകൂടെ കൂടിയിട്ടേ ഉള്ളൂ. അപ്പോൾ എന്താണെങ്കിലും ബിജുവിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അത് നമുക്ക് നമ്മുടെ സെഷൻ തുടങ്ങാം. നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ തുടങ്ങി വെക്കുന്നത് പോലെ നമുക്ക് പ്രാർത്ഥിച്ച് ഒരുങ്ങി നമ്മുടെ ഈ സെഷനിലേക്ക് നമുക്ക് എല്ലാവർക്കും തുടങ്ങാം. അപ്പം നെല്ലിക്കലച്ഛനെ ഒരു പ്രാർത്ഥനയോടെ ഈ പ്രോഗ്രാം തുടങ്ങുന്നതിനായിട്ട് പ്രത്യേകം ക്ഷണിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയെ, ഞങ്ങൾ ഇന്ന് ദിവസം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. മെഡിക്കെയർ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള മെഡിടോക്കിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഞങ്ങൾ ഒരുങ്ങുമ്പോൾ ഈ നിമിഷം ആദ്യമായി തന്നെ ഞങ്ങൾ ബിജു ചേട്ടനെ പ്രത്യേകം ഓർക്കുകയാണ്. ഈശോനാഥ, ബിജു ചേട്ടനിലൂടെ ഒരുപാട് അനുഗ്രഹങ്ങൾ അങ്ങ് ഞങ്ങളുടെ PDMA കുടുംബത്തിന് നൽകി. PDMA UAE ഘടകത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിവാജ്യ ഘടകമായിരുന്നു പ്രിയപ്പെട്ട ബിജു ചേട്ടൻ. സാജു ചേട്ടനോടും സോയിൻ ചേട്ടനോടും മറ്റെല്ലാവരോടും ചേർന്ന് UAE കൂട്ടായ്മയെ പടുത്തുയർത്തുവാനായിട്ട് ഈശോയെ അദ്ദേഹം ഒരുപാട് പരിശ്രമിച്ചിരുന്നു. എല്ലാവരെയും സ്നേഹത്തോടെയും കരുതലോടെയും കൂട്ടിച്ചേർക്കുവാനായിട്ടും ഈ അടുത്ത നാടുകളിൽ ഫമിലിയ 2024 നടത്തിയപ്പോൾ അത് ഏറ്റവും ഭംഗിയായിട്ട് സംഘടിപ്പിക്കാനായിട്ടും ഒക്കെ ഓടി നടന്നത് പ്രിയപ്പെട്ട ബിജുചേട്ടനായിരുന്നു. ഈശോയെ, ഞങ്ങൾ ഓരോരുത്തരെ സമയത്തോളം ഈ ദിവസങ്ങള് വലിയ വേദനയുടെ നിമിഷങ്ങളാണ് സമ്മാനിച്ചത്. ബിജുചേട്ടന്റെ വിയോഗം UAE കുടുംബത്തിന് മാത്രമല്ല, പ്രവാസി അപ്പസ്തോലയത്തിലെ എല്ലാവർക്കും ഒരുപാട് വേദനയും ബുദ്ധിമുട്ടും ഒക്കെ പ്രദാനം ചെയ്ത നിമിഷമായിരുന്നു. നിമിഷം അദ്ദേഹത്തെ പ്രത്യേകം അനുസ്മരിക്കുന്നു.
ആ ആത്മാവിന് ശാന്തി ലഭിക്കുവാനായിട്ട് ഈശോയെ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ബിജുചേട്ടനെയും അതുപോലെ തന്നെ ബിജുചേട്ടൻ്റെ ആ വിയോഗത്തില് വേദനിക്കുന്ന വിജയിച്ചിയെയും മക്കളെയും ഒക്കെ സമർപ്പിക്കുകയാണ്. അവരോട് ചേർന്ന് ഈ ദിവസം UAE കുടുംബം മുഴുവൻ ആ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് സജ്ജീകരിക്കുവാനായിട്ട് ഓടി നടക്കുകയായിരുന്നു. അതിനായിട്ട് അധ്വാനിച്ച എല്ലാവരെയും സമർപ്പിക്കുന്നു. നമുക്കൊരു നിമിഷം പ്രിയപ്പെട്ട ബിജുചേട്ടനെ നമുക്ക് ഓർക്കാം. ബിജുചേട്ടനെ ഈശോയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹം വഴി നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് നല്ല നന്മകളും ഓർത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ആത്മാവിന് വേണ്ടി ഒരു നിമിഷം മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ഈശോയെ ഞങ്ങൾ ഇന്ന് പുതിയൊരു തുടക്കം കുറിക്കുകയാണ്. മെഡിക്കെയർ പദ്ധതിയുടെ ഭാഗമായി ആദ്യത്തെ മെഡി ടോക്ക് നടക്കുമ്പോൾ ആരോഗ്യപരമായ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ അവബോധം ഞങ്ങൾക്ക് പകർന്നു നൽകുവാനായിട്ട് നന്നായി തയ്യാറെടുത്ത് വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ജോസി ഡോക്ടറെ കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. ഏറ്റവും ഭംഗിയായി ഈ കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുവാനായിട്ടുള്ള കൃപ അദ്ദേഹത്തിന്മേൽ ചൊരിയണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ എഴുന്നള്ളി വന്ന് ആവസിച്ച് പ്രിയപ്പെട്ട ജോസി ഡോക്ടറെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കുവാനായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ കൂട്ടായ്മയുടെ ഭാഗമായി ഇവിടെ ആയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കണിയോടിക്കലച്ഛനെയും വെള്ളച്ചാലിലച്ഛനെയും മാണിയച്ഛനെയും മറ്റെല്ലാവരെയും ഈ കൂട്ടായ്മയുടെ ഭാഗമായി എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുക, ആശീർവദിക്കുകയും ചെയ്യണമേ. എല്ലാ കാര്യങ്ങളും ഭംഗിയായി മുന്നോട്ട് പോകാൻ കൃപ നൽകി ഞങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈശോയ്ക്കും സ്തുതിയായിരിക്കട്ടെ. നന്ദി നെല്ലിക്കലച്ച. നമ്മൾ വളരെ പ്രാർത്ഥനയോടുകൂടി നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് കിടക്കുകയാണ്. ഇത് ഇങ്ങനെ ഒരു പ്രോഗ്രാം തുടങ്ങി വെച്ചപ്പോൾ തന്നെ നമ്മുടെ ഒരു മെഡിക്കെയർ പ്രോജക്റ്റിൻ്റെ ഇത് വന്നപ്പോൾ തന്നെ വോളണ്ടിയർലി അതിനൊരു ലീഡ് എടുക്കുകയും വളരെ സമയബന്ധിതമായിട്ട് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നീക്കുകയും ചെയ്തതിൻ്റെ കോർഡിനേറ്റർ മനോജ് ചേട്ടനാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ ഒരു മീറ്റിങ്ങിലേക്ക് ഒരു സ്വാഗതം പറയുവാനായി മനോജ് ചേട്ടനെ ക്ഷണിക്കുന്നു. താങ്ക് യു സോജൻ. പ്രിയ ബഹുമാനപ്പെട്ട കണിയോടിക്കലച്ച, വെള്ളച്ചാലച്ച, മാണിയച്ച, നെല്ലിക്കലച്ച, ബഹുമാനപ്പെട്ട ഡോക്ടർ, അതുപോലെ തന്നെ മെഡിസിറ്റിയുടെ ഹെൽത്ത് കെയർ പ്രൊമോഷൻ്റെ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ശ്രീരാജ്, PDMA ഈ മിഡിൽ ഈസ്റ്റ് കോർഡിനേറ്റർ സിസാറ്, സെക്രട്ടറി രജിത്ത്, മറ്റ് PDMA ഭാരവാഹികളെ, പ്രിയമുള്ള PDMA കുടുംബാംഗങ്ങളെ, സഹോദരങ്ങളെ, PDMAയുടെ നേതൃത്വത്തിൽ നമ്മൾ മെഡിസിറ്റിയുമായിട്ട് ചേർന്ന് മെഡിക്കെയർ പ്രോജക്റ്റ് എന്ന പേരിൽ ഒരു പ്രോഗ്രാം ആരംഭിച്ചപ്പോൾ അതിൻ്റെ വിവിധ പ്രവർത്തനങ്ങളുടെ ഭാഗങ്ങളിലൊന്നാണ് വിവിധ വിഷയങ്ങളിൽ എക്സ്പേർട്ടായിട്ടുള്ള ഡോക്ടർമാരുടെ സെഷനുകൾ. അതിലെ ആദ്യത്തെ സെഷനാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ അവസരത്തിൽ ഡോക്ടർ ജോസിയെ പോലെ ഒരു പ്രമുഖനായ ഡോക്ടറെ തന്നെ നമുക്ക് ലഭിച്ചതിന് നമുക്ക് സന്തോഷമുണ്ട്. ദൈവത്തിന് നന്ദി പറയാം. ഞാൻ സുദീർഘമായി ഒന്നും സംസാരിക്കുന്നില്ല. ഇന്ന് ഡോക്ടറെ ശ്രമിക്കാനാണ് നമ്മളിവിടെ എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നത്. എങ്കിലും ഔപചാരികതയുടെ പേരിൽ ഞാൻ എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുകയാണ്. ആദ്യമേ തന്നെ നമ്മളോടൊപ്പം ഇന്നിവിടെ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട കണിയോടിക്കലച്ഛനെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ PDMA ഏത് കാര്യങ്ങളുമായിട്ട് ഹോസ്പിറ്റൽ സംബന്ധമായ ഏത് കാര്യങ്ങൾക്ക് സമീപിക്കുമ്പോൾ വളരെ തുറന്ന മനസ്സോടുകൂടി നമ്മളെ സ്വീകരിക്കുന്നതിന് വേണ്ടുന്ന സഹകരണങ്ങൾ ചെയ്തു തരികയും ചെയ്യുന്ന അച്ഛൻ്റെ സാന്നിധ്യം നമ്മളുടെ ഈ പരിപാടി കൂടുതൽ അനുഗ്രഹപ്രദമാക്കും. അച്ഛനെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മുന്നിൽ നിന്ന് നമ്മളെ നയിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും നമ്മൾക്ക് മാർഗനിർദ്ദേശം നൽകുകയും ഫോളോ അപ്പ് ചെയ്യുകയും നമ്മളെ തിരുത്തുകയും
നമ്മളെ ബൂസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട് നമ്മളോട് വളരെ നമുക്ക് തോളോട് തോൾ ചേർന്ന് നമ്മൾ നയിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ഡയറക്ടർ അച്ഛൻ വെള്ളച്ചാലിലച്ഛനുണ്ട്. അതോടൊപ്പം തന്നെ അച്ഛനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന നമ്മുടെ 2 അസിസ്റ്റന്റ് ഡയറക്ടർമാരുണ്ട്, നെല്ലിക്കലച്ഛനും മാണിയച്ഛനും. 2 പേരെയും എല്ലാവരെയും 3 പേരെയും ഞാനിവിടെ ഈ വേദിയിൽ സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം തന്നെ ഇന്ന് ക്ലാസ് നയിക്കുന്ന പള്ളിപ്പാലം ജോസ് ഡോക്ടർ, നമുക്കറിയാം മെഡിസിറ്റിയുടെ ഒരു ഭാഗം കൂടിയാണ് അദ്ദേഹം. വളരെ കാലിക പ്രസക്തമായ ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് നമ്മളിന്നിവിടെ ക്ലാസ് എടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യം, ഈ വിഷയത്തിലുള്ള അദ്ദേഹത്തിൻ്റെ അറിവ് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏറെ ബഹുമാനത്തോടെ എല്ലാവരുടെയും പേരിൽ ഡോക്ടറെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. തുടക്കം മുതൽ നമ്മുടെ പ്രവർത്തനങ്ങൾ മെഡിസിറ്റിയുമായിട്ടുള്ളത് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് മെഡിസിറ്റിയുടെ ഭാഗത്ത് നമുക്കൊപ്പം ഉണ്ടായിരുന്നയാളാണ് ശ്രീരാജും ഇന്നിവിടെ ഉണ്ട്. ശ്രീരാജിനെയും ഏറെ ബഹുമാനത്തോടെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ PDMAയുടെ വിവിധ ഭാരവാഹികൾ, നമ്മുടെ മിഡിൽ ഈസ്റ്റ് കോർഡിനേറ്റർ സിപ്പോഷാറുണ്ട്, സെക്രട്ടറി രജിത്തുണ്ട്, അതുപോലെ തന്നെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കോർ ടീം മെമ്പേഴ്സുണ്ട്, നമ്മുടെ റെസിഡൻറ്റ് കോർഡിനേറ്റർ ഷാജുവൻ ചേട്ടനുണ്ട്, മറ്റ് ഭാരവാഹികളുണ്ട്, നമ്മുടെ മെഡിക്കെയർ പദ്ധതിയുടെ കോർ ടീം മെമ്പേഴ്സുണ്ട്. എല്ലാവരെയും മറ്റു വാക്കിൽ ഞാനിവിടെ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഈ ക്ലാസ് ഇന്നിവിടെ ശ്രവിക്കുവാനായിട്ട് ഈ Zoom പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഏവർക്കും ഒരു വളരെ വിജ്ഞാനപ്രദമായ ഒരു ക്ലാസ് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മനോജേട്ടാ. നമുക്ക് ഡോക്ടറുടെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് 1-2 പേരുടെ 2 വാക്കുകളോട് ശ്രമിക്കേണ്ടതുണ്ട്. ഈ ഒരു പ്രോഗ്രാം നമ്മുടെ മെഡിസിറ്റി സംബന്ധമായിട്ടും ബാക്കി പ്രവാസി അപ്പോസ്തലറ്റിൻ്റെയും കാര്യങ്ങൾ പ്രധാനമായിട്ടും ക്രോഡീകരിക്കുന്നത് നമ്മുടെ മിഡിൽ ഈസ്റ്റിലെ ഒരു കമ്മിറ്റിയാണ്. അതിൻ്റെ അമരക്കാരൻ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സാറിനെ 2 വാക്കുകൾ പറയാനായിട്ട് ക്ഷണിക്കുകയാണ്. താങ്ക് യു സോയൻ. സ്നേഹബഹുമാനപ്പെട്ട PDMA ഡയറക്ടർ വെള്ളച്ചാലച്ച, അസിസ്റ്റന്റ് ഡയറക്ടർമാരായ നെല്ലിക്കലച്ച, കൊഴുമ്പുകുറ്റിയച്ച, മെഡിസിറ്റി ഡയറക്ടർ വികാരി ജനറൽ കണിയോടിക്കലച്ച, നമ്മുടെ പ്രവാസി കെയർ പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്ററായ മനോജേട്ട, ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ വന്നിരിക്കുന്ന നമ്മുടെ മെഡിസിറ്റിയിലെ ഡോക്ടർ ജോസി, എന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന PDMA കുടുംബാംഗങ്ങളെ, എൻ്റെ സഹോദരന്മാരെ, ആദ്യമേ തന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ പ്രവാസി കെയർ പ്രോഗ്രാം കഴിഞ്ഞ 31-ാം തീയതി അഭിമന്യ പിതാവാണ് ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം തന്നെ നമുക്ക് സമയബന്ധിതമായി ഈ പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്ത എല്ലാവർക്കും പ്രയോറിറ്റി കാർഡ് നമുക്ക് ഇഷ്യൂ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രയോറിറ്റി കാർഡ് വാങ്ങിച്ച പലരും നമ്മുടെ മെഡിസിറ്റി നമുക്ക് ചെയ്തു തരുന്ന ഈ സേവനങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. എല്ലാവരുടെ ഭാഗത്തുനിന്നും വളരെ നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളോട് എല്ലാവരോടും നമുക്ക് മെഡിസിറ്റി ചെയ്തു തരുന്ന ഈ സൗകര്യം, ഈ പ്രവാസി കെയർ പദ്ധതിയുടെ ഭാഗമായിട്ട് സൗകര്യം നിങ്ങളെല്ലാവരും ഉപയോഗിച്ച് അതിൻ്റെ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ നമ്മുടെ മെഡിസിറ്റി, നമ്മുടെ പ്രവാസി കെയറിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ മെഡിടോക്ക് നടത്തുന്നത്. അതിൻ്റെ ആദ്യത്തെ പ്രഭാഷണമാണ് നമ്മൾ ഇന്ന് ശ്രമിക്കാൻ പോകുന്നത്. നമ്മുടെ ഡോക്ടർ ജോസി സാറ് ഇന്നിവിടെ നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത്. തുടർന്നും ഉള്ള മാസങ്ങളിൽ ഇതുപോലെ കാലാനുസൃതമായ ആരോഗ്യമേ പ്രശ്നങ്ങളെപ്പറ്റി ആധാരമാക്കിക്കൊണ്ട് ക്ലാസ്സുകൾ നടത്താൻ നമ്മുടെ ഈ മെഡിക്കെയർ ടീമിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. താങ്ക് യു. താങ്ക് യു സീസറെ. എന്തായാലും നമ്മൾ ഈ മെഡിക്കെയറുമായിട്ടുള്ള പ്രോഗ്രാം, അല്ലെങ്കിൽ നമുക്ക് പ്രവാസി അപ്പോസ്തലനുമായിട്ടുള്ള ഏത് പ്രോഗ്രാം മെഡിസിറ്റി ആയിട്ട് അപ്രോച്ച് ചെയ്തപ്പോഴും അവിടെയുള്ള എല്ലാവരും നമ്മളോട് ചേർന്ന് നിന്ന് സഹകരിക്കുന്നവരാണ്. എങ്കിലും ഇതിനുള്ള മുമ്പുള്ള മീറ്റിങ്ങുകളിലോ അല്ലെങ്കിൽ നമ്മളവിടെ പോയപ്പോഴും എല്ലാം ഏറ്റവും മുൻപന്തിയിൽ നമുക്ക് എല്ലാ സഹായങ്ങളും ചെയ്ത് നമ്മുടെ ഒപ്പം ചേർന്ന് നിന്ന നമ്മുടെ കണിയൊടിക്കൽ അച്ഛനുമുണ്ട്, ശ്രീരാജുമുണ്ട്, മറ്റു വൈദികരെല്ലാവരുമുണ്ട്. എങ്കിലും ഡോക്ടറുടെ ടോക്കിനോടൊപ്പം തന്നെ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് കണിയൊടിക്കൽ അച്ഛൻ്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷനോട് കൂടി ഡോക്ടറുടെ ക്ലാസ് തുടങ്ങുകയും ഡോക്ടറുടെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഒരു QA സെഷന് ശേഷം അതിനെ ഒന്ന് കൺക്ലൂഡ് ചെയ്ത്, അല്ലെങ്കിൽ ഈ പദ്ധതിയെക്കുറിച്ച് ശ്രീരാജ് പറഞ്ഞ് നമ്മളതിനെ ഒന്ന് കൺക്ലൂഡ് ചെയ്യുകയും ചെയ്യും. അപ്പോഴാണ് അതിൻ്റെ ഒരു പെർഫെക്ഷൻ നമുക്ക് ഫീൽ ചെയ്യുക. കാരണം കണിയൊടിക്കലച്ഛൻ്റെ ഇൻട്രൊഡക്ഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ടും ഒരു ക്ലാസ് എടുക്കുന്നത് പോലെ തന്നെ നമുക്കൊന്നും ഒരു ക്ലാരിറ്റിയുടെ കുറവില്ലാത്തതുപോലെയാണ് പറയുക.
അപ്പോൾ അച്ഛന് വളരെ സ്നേഹപൂർവ്വം ഇതിനൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തന്ന് ഈ ക്ലാസ്സിലേക്ക് നമുക്ക് കയറാമെന്ന് വിശ്വസിക്കുന്നു. അച്ഛൻ്റെ വാക്കുകളിലേക്ക്. പ്രിയപ്പെട്ട വെള്ളച്ചാലിച്ച, ഷൈനച്ച, നൈസച്ച, മാണിച്ച, പ്രിയപ്പെട്ട പ്രവാസി സ്റ്റേറ്റ് ഭാരവാഹികളുടെ വിവിധ രാജ്യങ്ങളുടെ കോർഡിനേറ്റേഴ്സ്, പ്രിയപ്പെട്ട മിസ്റ്റർ സോജിൻ, മനോജ്, ഡോക്ടർ ജോസി, ശ്രീരാജ്, പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും എൻ്റെ ഭാഗത്തു നിന്നും ഞാനും ആത്മാർത്ഥമായിട്ട് സ്വാഗതം ആശംസിക്കുകയാണ്. നിങ്ങളെല്ലാവരും രൂപതയോട് വലിയ ബന്ധം പുലർത്തി ഈ നാളുകളിലൊക്കെ നമ്മൾ ഒന്നിച്ച് ലോകത്തിന്റെ പല ഭാഗത്താണെങ്കിലും ഒന്നിച്ച് കഴിയുന്നവരാണ്. പല കാര്യങ്ങൾക്കായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കോണ്ടാക്ട് ചെയ്യുന്നവരുമാണ്. പ്രവാസി സമൂഹത്തിന് വേണ്ടിയുള്ള ധാരാളം പദ്ധതികളാണ് നമ്മൾ ആവിഷ്കരിച്ചത്. അതൊന്നും വെറും പാഴ്വാക്കുകളായിട്ട് നിൽക്കരുത്, പേപ്പറിൽ ഒതുങ്ങി നിൽക്കരുത്. അത് എത്രയും പെട്ടെന്ന് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്തു തുടങ്ങിയതും ഇന്ന് ഈ മെഡി ടോക്ക് നമ്മൾ ഇന്ന് നടത്തുന്നതും. ഈ നാളുകളിലൊക്കെ ഇവിടെ വന്നവരെ പലരെയും കാണാനും സംസാരിക്കാനും ഒക്കെ ഇവിടെ വന്നപ്പോൾ നമ്മൾ ചെയ്ത കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്ക് കിട്ടിയത് ഞങ്ങൾക്ക് വലിയ സന്തോഷമായിരുന്നു. നമ്മൾ ചെയ്തതിന്റെ ഒരു പ്രയോജനം പലർക്കും ഒക്കെ കിട്ടുന്നുണ്ടല്ലോ എന്നുള്ള ഒരു സന്തോഷം ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്, ആസ്വദിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ ഇന്ന് നമ്മൾ ആരംഭിക്കുന്ന ഈ മെഡി ടോക്ക് ലോകം മുഴുവനുള്ള ബാലാക്കാരെ ഒന്നിപ്പിച്ച് നിർത്തിക്കൊണ്ട് ഇങ്ങനെ ഡോക്ടേഴ്സിന്റെ ടോക്കുകൾ കൊടുക്കാൻ പറ്റുന്നത് ഞങ്ങൾക്കാണ് കൂടുതൽ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യം. പാലായ്ക്ക് പുറത്ത് ജീവിക്കുന്ന പാലാക്കാരെ ഒന്നിപ്പിക്കുന്ന ഒരു ഘടകമായിട്ട് ഈ പ്രകാരമുള്ള ടോക്കുകൾ മാറുന്നതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. ആദ്യത്തെ ടോക്ക് തന്നെ ഞങ്ങളുടെ ഡോക്ടർ ജോസിയുടെയാണ്. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ ഡോക്ടർ ജോസി എല്ലായിടത്തും പോയി നല്ല ക്ലാസ്സുകൾ എടുത്ത് വളരെ ചിരപരിചിതനായിട്ടുള്ള ആളാണ്. നമ്മുടെ രൂപതയുടെ പല കാര്യങ്ങളിലും അദ്ദേഹം വളരെ ആക്റ്റീവാണ്. വിവാഹ ഒരുക്ക ക്ലാസ്സുകൾക്ക് പോകുന്നുണ്ട്, ഇടവുകളില് ക്ലാസ്സുകൾക്ക് പോകുന്നുണ്ട്. വളരെ വൈബ്രന്റ് ആയിട്ടുള്ള ഞങ്ങളുടെ മാർസ്ലിവായുടെ ഒരു ഡോക്ടറാണ്. ഞങ്ങൾക്ക് അതിൽ വലിയ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. കഠിനാധ്വാനം ചെയ്യുന്ന ആളാണ്. അങ്ങനെ ഒരാളെ നമുക്ക് ഇന്നത്തെ ഈ ടോക്കിൽ പ്രസന്റ് ചെയ്യുന്നതിലും അദ്ദേഹത്തെ കേൾക്കുന്നതിലും നമുക്കൊക്കെ സന്തോഷമുണ്ട്. ഞാനൊരു കൊച്ചു കാര്യം കൂടെ പറഞ്ഞ് ഡോക്ടർ ജോസിക്ക് കൈമാറിക്കൊള്ളാം. ഈ നാളുകളിലൊക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ മാർസ്ലിവായെ കുറിച്ച് ഇങ്ങനെ പലതരത്തിലുള്ള കേൾവികളൊക്കെ കേൾക്കുന്നുണ്ട്. അത് നമ്മളതെല്ലാം ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യുകയും പരിഹരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അനാവശ്യമായിട്ടുള്ള കുറ്റപ്പെടുത്തലുകളും ഒക്കെ ഉണ്ട്. നമ്മുടെ ഭാഗത്തു നിന്ന് എല്ലാം ചെയ്തു കൊടുക്കാവുന്നതെല്ലാം അതിന്റെ പൂർണ്ണതയിൽ ചെയ്തു കൊടുത്താണ് മുന്നോട്ട് നീങ്ങുന്നത്. നിയമപരമായിട്ട് ചെയ്യാവുന്നതൊക്കെ ചെയ്യുന്നുമുണ്ട്. അതുകൊണ്ട് പലരും ഞങ്ങളെ വിളിച്ച് അന്വേഷിക്കുകയും സ്നേഹവും സപ്പോർട്ടും ഒക്കെ പ്രകടിപ്പിക്കുകയും ചെയ്തു. ഞങ്ങൾക്ക് അതിൽ വലിയ സന്തോഷമുണ്ട്. ഏതെങ്കിലും ഒക്കെ തരത്തിൽ നമുക്കറിയാമല്ലോ, ഹോസ്പിറ്റൽ മേഖല പോരായ്മകളും പരിമിതികളും ചിലപ്പോൾ എന്തെങ്കിലും വീഴ്ചകളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ്. എവിടെയൊക്കെയാണോ അതുപോലുള്ള പോരായ്മകളും വീഴ്ചകളും ഒക്കെയുള്ള അവിടെയൊക്കെ പരിഹരിക്കാനായിട്ടും കൂടുതൽ മെച്ചപ്പെട്ട സേവനം എല്ലാവർക്കും കൊടുക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങളൊക്കെ നീങ്ങുന്നത്. അവിടെ നിങ്ങൾക്കും നിങ്ങളുടെ സമയാസമയങ്ങളിലെ അഭിപ്രായങ്ങളും വിലയിരുത്തലുകളും ഒക്കെ തീർച്ചയായിട്ടും തരണമെന്ന് ഞാൻ ഈ അവസരത്തിൽ ഒന്ന് ഓർമ്മിപ്പിക്കുക മാത്രം ചെയ്യുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനകളിലും ഞങ്ങളെ ഓർക്കണം. തീർച്ചയായിട്ടും ഉള്ള സപ്പോർട്ടും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ നല്ല ബന്ധവും നല്ല രീതിയിൽ തുടർന്നു കൊണ്ടുപോകാനായിട്ട് നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം. ഒരിക്കൽ കൂടി നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ആശംസിക്കുന്നു. ഇത്രയും പേർ ഒന്നിച്ചു കൂടിയതിലുള്ള സന്തോഷം അറിയിക്കുന്നു. ഡോക്ടർ ജോസിയെ നമുക്ക് ശ്രമിക്കാം, കൈമാറുമായിരിക്കും. താങ്ക് യു വെരി മച്ച്. താങ്ക് യു അച്ഛാ. ഞങ്ങളെല്ലാവരും ഉണ്ടാവും. കാരണം ഒരു ഹോസ്പിറ്റൽ പണ്ടൊക്കെ 10, 20, 25 വർഷം കൊണ്ട് സ്റ്റെബിലൈസ് ആകുന്ന ഒരു ഹോസ്പിറ്റൽ ഇത്ര കുറഞ്ഞ സമയം കൊണ്ട് ഈ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ഒത്തിരി പ്രയത്നവും കഷ്ടപ്പാടും എല്ലാം ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് അത് ഇതും കടന്നു പോകും, എല്ലാവരും ഒരുമിച്ച്. അപ്പോൾ അച്ഛനാ കാര്യത്തിൽ ആശ്വസിക്കാം, ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും അച്ഛൻ്റെ വാക്കുകൾക്ക് ഒത്തിരി നന്ദി. നമ്മൾ എല്ലാവരും കാത്തിരുന്ന നമ്മുടെ ടോക്കിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഡോക്ടർ ജോസിയെക്കുറിച്ച് നമ്മളിനി ഒത്തിരി പറഞ്ഞ് നമ്മൾ അതിൻ്റെ ഒരു ഇത് കളയുന്നില്ല. കാരണം എല്ലാവർക്കും അറിയാം, വളരെ അച്ഛൻ പറഞ്ഞതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. അതായത് സഭയോടും സഭാ പ്രവർത്തനങ്ങളോടും സഭാ സംവിധാനത്തോടും കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു നല്ല വിശ്വാസി കൂടിയാണ്. അല്ലാതെ നമ്മളൊരു ഡോക്ടർ എന്നതിൽ ആ ഒരു പ്രൊഫഷനിലുള്ള വൈദഗ്ധ്യത്തെ ഒപ്പം തന്നെ
അപ്പോൾ അത് ഈ ഒരു ക്ലാസ്സുകൾക്കും സംസാരത്തിനും എല്ലാം ഒരു ആത്മീയതയുടെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പുറംചട്ടോടി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ വളരെ സ്നേഹപൂർവ്വം നമുക്കെല്ലാം പ്രിയങ്കരനായ ഡോക്ടർ ജോസിയെ ഈ ഒരു സെഷനിലേക്ക് ഇത് നമുക്ക് വേണ്ടി ഈ ക്ലാസ് തരുവാൻ വേണ്ടി സ്നേഹപൂർവ്വം ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ക്ഷണിക്കുകയാണ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹബഹുമാനപ്പെട്ട കണ്ണിയോടിക്കലച്ച, വെള്ളച്ചാലിൻ്റെ അച്ച, മാണിയച്ച, നെല്ലിക്കലച്ച, PDMA എല്ലാ ഭാരവാഹികളെ, ഒത്തിരി സന്തോഷവും അതിലേറെ ചാരിതാർത്ഥ്യത്തോടെയാണ് ഈ ഫസ്റ്റ് ഇത് ക്ലാസ് എന്ന് പറയുമ്പോൾ ഇത് ക്ലാസ് ആയിട്ട് എടുക്കണ്ട. ഒരു സ്ട്രോക്കിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ ഈ കുറെ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ചും ഈ പോസ്റ്റ് കോവിഡ് കാലഘട്ടത്തില് സ്ട്രോക്കും ഹാർട്ട് അറ്റാക്കും ഇതുപോലെ വളരെ നമ്മള് വിചാരിക്കുന്നതിനേക്കാളും അപ്പുറത്താണ്. 25 വയസ്സും 19 വയസ്സും 18 വയസ്സും ഒക്കെ ആൾക്കാർക്ക് സ്ട്രോക്ക് വരുന്ന ഈ കാലഘട്ടത്തില് ഇതിനെപ്പറ്റി ഒരു ചെറിയ ഡിസ്കഷൻ നടത്താൻ നമ്മൾ ഈ തെരഞ്ഞെടുത്ത ഈ ടോപ്പിക്കിനോട് എനിക്ക് നീതി പുലർത്താൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഒത്തിരി സന്തോഷം ഈ ടോപ്പിക്ക് തിരഞ്ഞെടുത്തതിലും. അതിലുപരി അച്ഛൻ തന്നെ പറഞ്ഞ് ഇത് എടുക്കാൻ സാധിച്ചതിലും. പിന്നെ നിങ്ങളെല്ലാവരെയും ഈ ഒരു ഈവനിങ് ടൈമിൽ കുറച്ചു നേരം, ഒരു അരമണിക്കൂർ, അധികം നേരം പറഞ്ഞിരുന്നാൽ ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടാകും. 40 മിനിറ്റ് കൂടുതൽ നമുക്ക് ഒരു കാര്യത്തിൽ പൂർണ്ണമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റത്തില്ല എന്നാ പറയുന്നത്. കുറച്ച് കാര്യങ്ങൾ വ്യക്തതയോടെ കേൾക്കുക, മനസ്സിലാക്കുക. അപ്പോൾ എന്താണ് സ്ട്രോക്ക്? സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ഒരു അടി, ഒരു വാഹന അപകടം പോലെ പെട്ടെന്നുണ്ടാകുന്ന, അതായത് ഒരു വാർണിംഗ് സൈൻ ഒന്നും കാണിക്കത്തില്ല മിക്ക കേസുകളിലും, പെട്ടെന്നുണ്ടാകുന്ന ഒരു അടിക്കാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഹൃദയ ആഘാതത്തെ പറ്റി വളരെ അവബോധമുണ്ട്. പക്ഷെ അതിലും ഉപരി ശരീരത്തിന്, മനസ്സിന്, ചിന്തകൾക്ക്, പ്രവർത്തനത്തിന്, നമ്മുടെ മോർട്ടാലിറ്റി ഉപരി മോർബിഡിറ്റി എന്ന് പറയും. നമ്മൾ ഒരു വശം തളർന്നു കിടക്കുക, ഭക്ഷണം കഴിക്കാൻ പറ്റാതെ വരിക, നടക്കാൻ പറ്റാതെ വരിക, കണ്ണ് കാണാൻ പറ്റാതെ വരിക, ഓർമ്മ ഇല്ലാതിരിക്കുക എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്കാണ് ഈ പക്ഷാഘാതം ഒരു മനുഷ്യനെ എത്തിക്കുന്നത്. എല്ലാവർക്കും ഒരു അറിവുണ്ടായിരുന്നു, സ്ട്രോക്ക് വന്ന ചികിത്സയൊന്നുമില്ല, അധികം ശ്രദ്ധിക്കണ്ട എന്ന്. പക്ഷെ ഈ കാലഘട്ടത്തില് സ്ട്രോക്കിന് ഒത്തിരിയേറെ ചികിത്സകൾ, അതിനൂതനമായ ചികിത്സാ വിധികള് വളരെയധികം കയറി വരുന്ന ഒരു കാലഘട്ടമാണ് ഇത്. പ്രത്യേകിച്ചും 4.5 മണിക്കൂറിനുള്ളിൽ ഒരു സ്ട്രോക്ക് പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ രക്തം അലിയിക്കാനുള്ള ഇഞ്ചക്ഷൻ തൊട്ട് ഇപ്പോൾ പുതിയതായിട്ട് ഈ രക്തക്കുഴലിൽ അടഞ്ഞുപോയ ക്ലോട്ട് എടുത്തു കളയാൻ വരെ രീതിയിലുള്ള ചികിത്സകൾ ഇപ്പോൾ കേരളത്തിന്, ഈ ലോകത്തിലെല്ലായിടത്തും ഉണ്ട്, കേരളത്തിലും ഈവൻ പാലായിൽ നമുക്കും ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഏറ്റവും പ്രധാനം സ്ട്രോക്ക് എന്താണ്, സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ എന്താണ്, പിന്നെ കാരണങ്ങൾ എന്താണ്, മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന കാരണങ്ങൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, അതുപോലെ സ്ട്രോക്ക് വന്നാല് എന്ത് ചികിത്സ, സ്ട്രോക്ക് വന്നാല് റീഹാബിലിറ്റേഷൻ എങ്ങനെയാണ്, പുനരധിവാസം എങ്ങനെയാണ്, അതുപോലെ സ്ട്രോക്ക് വരാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഈ 7 വിധ പ്രധാന പോയിന്റിനെ പറ്റി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. എന്താണ് സ്ട്രോക്ക്? ശരീരത്തില് പെട്ടെന്നുണ്ടാകുന്ന രക്തക്കുഴലിന്റെ അടവോ പൊട്ടലോ മൂലം തലച്ചോറിലുണ്ടാകുന്ന കേടുകൊണ്ട് ശരീരത്തിലുണ്ടാകുന്ന ഓരോ ലക്ഷണങ്ങളെയാണ് പക്ഷാഘാതം അഥവാ സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഓരോ 6 മിനിറ്റിലും ഒരാൾക്ക്, അല്ലെങ്കിൽ ഓരോ 5 മിനിറ്റിൽ ഒരാൾക്ക് സ്ട്രോക്ക് വരുന്നുണ്ടെന്നാണ് ഇപ്പോഴത്തെ പുതിയ കണക്ക് വെളിപ്പെടുത്തുന്നത്. ലോകത്തിലെ 3 അല്ലെങ്കിൽ 4ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മരണകാരണമായ അസുഖമാണ് സ്ട്രോക്ക്. അതില് 2 പ്രധാന ടൈപ്പ് സ്ട്രോക്ക് ആണുള്ളത്. ഇസ്കീമിക് സ്ട്രോക്കും ഹെമറാജിക് സ്ട്രോക്കും. ഇസ്കീമിക് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ രക്തക്കുഴല് അടഞ്ഞു പോകുന്ന അവസ്ഥ. അടഞ്ഞു പോകുന്ന രക്തക്കുഴലിൽ കൂടെ രക്തോട്ടം നിലച്ചിട്ട് തലച്ചോറിന്റെ നാഡീവ്യൂഹത്തിന് രക്തം കിട്ടാതെ നശിച്ചു പോകുന്ന അവസ്ഥയ്ക്കാണ് ഇസ്കീമിക് സ്ട്രോക്ക്. ഇത് രക്തത്തിലെ ക്ലോട്ട് മൂലമുണ്ടാകുന്ന അവസ്ഥയാണ്. ഇതിന് 85% ഇസ്കീമിക് സ്ട്രോക്ക് തന്നെയാണ്. ഹൃദയത്തിന്റെ രക്തക്കുഴൽ അടഞ്ഞു പോയിട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന പോലെ തന്നെയാണ് തലച്ചോറിലും രക്തക്കുഴൽ അടഞ്ഞു പോയിട്ട്. ഇത് ചേട്ടനും അനിയനും ആണെന്ന് തന്നെ നമുക്ക് വെക്കാം. ബാക്കിയുള്ള 15% തലച്ചോറിലേക്ക് പോകുന്ന രക്തക്കുഴല് പെട്ടെന്ന് പൊട്ടി, അത് ഒരു ഹെമറാജിക് സ്ട്രോക്ക് എന്ന് പറയും. രക്തസ്രാവം മൂലം ഉണ്ടാകുന്ന സ്ട്രോക്കാണ് ഹെമറാജിക് സ്ട്രോക്ക്. ഇത് 15%-ഓളമേ ഉള്ളൂ.
ഇതിന് ചികിത്സ അധികം ഇല്ല. പ്രധാനപ്പെട്ടമായിട്ട് സപ്പോർട്ടീവ് കെയറേ ഉള്ളൂ. അപ്പൊ ഇതിന് ഏറ്റവും പ്രധാനം ഇസ്കീമിക് സ്ട്രോക്ക് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഉള്ളതും അത് വരാൻ സാധ്യതയുള്ളതും. അതിനാണ് ചികിത്സ ഏറ്റവും ഉള്ളത്. ഈ പറഞ്ഞ ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായെന്ന് മനസ്സിലാകുന്നു. അടുത്ത ഘട്ടം എന്തുകൊണ്ടാണ് സ്ട്രോക്ക് വരുന്നത്? മോഡിഫയബിൾ, നോൺ മോഡിഫയബിൾ, അതായത് നമുക്ക് മാറ്റം വരുത്താൻ പറ്റുന്ന സ്ട്രോക്കും അതായത് ഇനി വരാതിരിക്കാനുള്ള കാരണങ്ങൾ. ഈ നോൺ മോഡിഫയബിൾ എന്ന് പറയും, അതായത് നമുക്കത് മാറ്റാൻ പറ്റാത്ത ഒന്ന് പ്രായം കൂടി വരുമ്പോൾ സ്ട്രോക്ക് വരാനുള്ള സാധ്യത കൂടി വരുന്നു. അതുപോലെ പാരമ്പര്യം, അത് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. ഫാമിലി ഹിസ്റ്ററി, നമ്മൾ ഹിസ്റ്ററി ഓഫ് സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തില് ഒരു ഹാർട്ട് അറ്റാക്കിന്റെയോ അതല്ലെങ്കിൽ ഒരു പക്ഷാഘാതത്തിന്റെയോ ഒരു സ്ട്രോങ് ആയിട്ട് ഇപ്പൊ അപ്പന്റെയോ അമ്മയുടെയോ ഒരു തലമുറ 4 തൊട്ട് 12 തലമുറ വരെ, അല്ലെങ്കിൽ അപ്പന്റെ ആങ്ങളമാർക്ക് അല്ലെങ്കിൽ അപ്പന്റെ ചേട്ടനിയന്മാർക്ക് അമ്മയുടെ ആങ്ങളമാർക്ക് ഒക്കെ സ്ട്രോക്ക് ഒരു 60 വയസ്സ് 70 വയസ്സിലൊക്കെ സ്ട്രോക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കും അത് വരാനുള്ള സാധ്യത മറ്റുള്ളവരിലേക്കാളും കൂടുതലാണ്. ഇത് നമുക്ക് ആർക്കും പാരമ്പര്യം മോഡിഫൈ ചെയ്യാൻ പറ്റത്തില്ല, ഏജ് മോഡിഫൈ ചെയ്യാൻ പറ്റത്തില്ല. മുമ്പ് സ്ട്രോക്ക് വന്നവർക്ക് അടുത്ത സ്ട്രോക്ക് വരാനുള്ള ചാൻസ് 23 തൊട്ട് 25% വരെ, അത് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഈ മോഡിഫൈ ചെയ്യാൻ പറ്റാത്ത കാര്യത്തിൽ നമ്മൾ അവിടെ മാറ്റി വെക്കുന്നു. ഇനിയുള്ളത് മോഡിഫൈ ചെയ്യാൻ പറ്റുന്നത്. മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന പ്രധാന കാരണങ്ങൾ, ഒന്ന് ഡയബറ്റിസ്, ഏറ്റവും പ്രധാനം പ്രമേഹ രോഗമാണ്. ചികിത്സ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ട് ചെയ്യേണ്ട ഒരു രോഗമാണ് ഡയബറ്റിസ്. ഈ രക്തക്കൊള്ളിൽ അടഞ്ഞു പോകുന്നതിനെ പറ്റിയാണല്ലോ നമ്മൾ പറഞ്ഞത്. രക്തക്കൊള്ളിൽ അടഞ്ഞു പോകുന്നതിന്റെ 3 കാരണങ്ങളിൽ പ്രധാന കാരണം ഷുഗർ, ഡയബറ്റിസ്. രണ്ടാമത്തെ കാരണം പ്രഷർ, ഹൈപ്പർ ടെൻഷൻ. മൂന്നാമത്തെ കാരണം കൊളസ്ട്രോൾ, അമിത കൊളസ്ട്രോൾ. ഉദാഹരണത്തിന് പഞ്ചസാര വെള്ളം കലക്കി നമ്മൾ ടേബിളിൽ ഒഴിച്ചാൽ അത് ഒഴുകി പോകത്തില്ല, അതിന് നല്ല പശപ്പശപ്പുണ്ട്, ഒഴുകി പോകത്തില്ല. വെള്ളം ഒഴിച്ച് തുടച്ചാൽ മാത്രമേ ഈ പഞ്ചസാര വെള്ളം നല്ല പശപ്പശപ്പ. അപ്പൊ ഈ ഹൈപ്പർ ടെൻഷൻ ഉള്ള ഒരാൾക്ക് പല പ്രാവശ്യം ഹൈപ്പർ ടെൻഷൻ വരുമ്പോൾ ഈ രക്തക്കുഴലിനകത്ത് മുറിവുണ്ടാകും എന്ന് വിചാരിക്കുക. അകത്ത് ഈ മുറിവുണ്ടാകുന്ന ഈ സ്ഥലത്തിൽ കൂടെ അമിതമായ ബ്ലഡ് ഷുഗർ ഉള്ള രക്തം ഇനി ഒഴുകി പോകുമ്പോൾ ഈ രക്തക്കുഴലിന്റെ സ്മൂത്ത് ആയിട്ടുള്ള സർഫസിൽ ഈ പഞ്ചസാര കലർന്ന രക്തം അവിടെ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് കൂടുതല. ഈ ഒട്ടിപ്പിടിച്ച് പോകുന്ന ഈ സ്ഥലത്തിലേക്ക് കൊഴുപ്പ്, അത് ശരീരത്തിലുള്ള അമിത കൊളസ്ട്രോള് വീണ്ടും ഒട്ടിപ്പിടിച്ച് അത് ക്ലോട്ട് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഈ 3 റിസ്ക് ഫാക്ടേഴ്സ്, പ്രധാനമായിട്ട് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ, ഇത് 3ഉം വരുമ്പോൾ രക്തക്കുഴൽ അടയാനുള്ള സാധ്യത 10 മടങ്ങ് കൂടുന്നു. അപ്പൊ ഇത് മോഡിഫയബിൾ ആണ്, ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും കൊളസ്ട്രോളും. പിന്നെയുള്ള അടുത്ത് മോഡിഫൈ ചെയ്യാൻ പറ്റുന്നത് ഒബീസിറ്റി, അമിതമായിട്ടുള്ള വണ്ണം. പിന്നെയുള്ള അടുത്ത് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാരണമാണ് അമിതമായ കൂർക്കം വലി, ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ. ആരും അതിനെപ്പറ്റി ഒട്ടും കൺസേൺ അല്ലാത്ത ഒരു മേഖലയാണ്. ഞാൻ ബാക്കി എല്ലാ കാര്യവും നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് ആരും പറയാത്ത ഒരു മേഖലയെക്കുറിച്ച് ഞാൻ പറയുന്നത്. കൂർക്കം വലി അമിതമായിട്ട്, നമ്മൾ വിചാരം എന്താ, കൂർക്കം വലിച്ച് ഉറങ്ങുകയാണ്, വളരെ ക്ഷീണമാകും. പക്ഷെ ശരിക്കും പറഞ്ഞാൽ കൂർക്കം വലിയുള്ള ആളുടെ രാവിലെ എണീക്കുമ്പോൾ അവർക്ക് അതിയായ ക്ഷീണത്തോടെയാണ് എണീക്കുന്നത്. അതുപോലെ എവിടെയെങ്കിലും ഇരുന്നാല് ഒരു 10 മിനിറ്റ് പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ വണ്ടി ഇരുന്നാലോ പെട്ടെന്ന് ഇങ്ങനെ ഡൂസ് ചെയ്യുന്ന അവസ്ഥ, ക്ഷീണം. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കൂർക്കമ്പലി ഉണ്ടെങ്കിൽ കൂർക്കമ്പലി അതിന്റെ കാരണം അതുകൊണ്ട് നമുക്ക് ശരീരത്തിന് പ്രഷർ കൂടാനുള്ള സാധ്യത കൂടുതലാണ്, ഹൃദയത്തിന്റെ ഭിത്തിക്ക് കട്ടി കൂടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ആ കാര്യം കൂടെ ശ്രദ്ധിക്കുക. അതുപോലെ വൈറ്റമിൻ B12, 12ാമത്തെ വൈറ്റമിൻ കുറയാനുള്ള ഒത്തിരി പേർക്ക് ഇപ്പൊ കുറവുണ്ട്. ഇറച്ചി മീനൊക്കെ കഴിക്കുന്നുണ്ടെങ്കിലും വിറ്റാമിന്റെ ഈ കുറവ് കൊണ്ടും സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഹൃദയത്തിന്റെ ഇടുപ്പ് വ്യത്യാസം, ഏട്രിയൽ ഫിബ്രിലേഷൻ എന്ന് പറയും. ഹൃദയത്തിന്റെ ഇടുപ്പ് വ്യത്യാസം, ഹൃദയത്തിന്റെ വാൽവുകളുടെ ചുരുക്കം, പിന്നെ നമ്മൾ ശരീരത്തിലെ ഈ രക്തം അടിഞ്ഞുകൂടാനുള്ള പ്രവണത കൂടുതലുള്ള കൂടുതൽ ആരും ശ്രദ്ധിക്കാത്ത വേറൊരു കൂടുതലാണ് ഹീമോഗ്ലോബിൻ ഒക്കെ കൂടുമ്പോൾ ആരോഗ്യമല്ലേ എന്ന് ചോദിച്ച ആൾക്കാരെ അറിയാം. 16, 17, 18 രക്തത്തിന്റെ അളവ് കൂടുന്തോറും രക്തം ഒഴുകാനുള്ള കട്ടി കൂടത്തേ ഉള്ളൂ. ഇപ്പൊ രക്തം കുറഞ്ഞു പോയാലും ചില പ്രശ്നമുണ്ട്, കാരണം രക്തം ബ്ലീഡിങ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ രക്തത്തിന്റെ അളവ് കൂടുമ്പോഴും സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞത് മോഡിഫയബിൾ ആയിട്ട് ഉള്ള കാരണങ്ങളെ പറ്റി: ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഹൈ കൊളസ്ട്രോൾ, ഒബീസിറ്റി,
ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ, ലോ വൈറ്റമിൻ B12, ഹൃദയത്തിന്റെ വാൽവിന്റെ തകരാറ്, ഹൃദയത്തിന്റെ താളം തെറ്റുന്ന അസ്വസ്ഥതകൾ, ചില മരുന്നുകൾ, ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് സ്ട്രോക്ക് ഉണ്ടാകാറുണ്ട്. അപ്പൊ ക്യാൻസർ ചികിത്സയുള്ള ആൾക്കാർ അവരുടെ ശരീരത്തിൽ രക്തം കട്ട പിടിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ ത്രോംബോട്ടിക് സ്റ്റേറ്റ് എന്ന് പറയും. അതുപോലെ ചില ഇൻഫെക്ഷൻസ് ഉള്ള ആൾക്കാർക്ക് പോസ്റ്റ് കോവിഡ് കാലഘട്ടത്തിന്റെ പ്രശ്നങ്ങൾ കൊണ്ട്, പിന്നെ ഉള്ളത് ചില മരുന്നുകൾക്ക് ക്ലോട്ട് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഈ ലാസ്റ്റ് പറഞ്ഞ വൈറ്റമിൻ B12. അപ്പൊ ഇതെല്ലാം ഒന്ന് ഇതിൽ ഏതൊക്കെ ഉണ്ടെന്ന് നമ്മളൊന്ന് ശ്രദ്ധിച്ചു വെക്കുക. അപ്പൊ നമ്മൾ ഒരു ഹെൽത്ത് കാർഡ് നമ്മൾ തന്നെ ഉണ്ടാക്കി വെക്കുക. അപ്പം എനിക്ക് എന്തൊക്കെ അസുഖമുണ്ട്, ഡയബറ്റീസ് ഫോർ 5 years ഒരിക്കലും എഴുതിയേക്കില്ല. കാരണം ഇപ്പൊ നാളെ അത് എന്നെ കാണാൻ വേറെ ഡോക്ടറെ കാണാൻ വരുമ്പോൾ അത് 5 years 6 years ആവും. അപ്പം നമ്മൾ എന്തെങ്കിലും നമുക്ക് അസുഖം ഉണ്ടെങ്കിൽ ടൈപ്പ് 2 ഡയബറ്റീസ് സിൻസ് 2021, ഹൈപ്പർ ടെൻഷൻ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എഴുതണ്ട, സിസ്റ്റമിക് ഹൈപ്പർ ടെൻഷൻ സിൻസ് 2020, ഏകദേശം ഒരു മാസം കൊണ്ട് അറിയാമെങ്കിലും എന്നാണ് ഡയഗ്നോസ് ചെയ്യുന്നത്. അതുപോലെ ഹൈപ്പോ തൈറോയിഡ് ഒത്തിരി പേർക്കുണ്ടല്ലോ. അപ്പൊ തൈറോയിഡ് ഉണ്ടെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസം 2021 അത് എഴുതുക. കൊളസ്ട്രോൾ ഡിസ്ലിപ്പിഡീമിയ DL എന്ന് എഴുതിയാൽ മതി. അപ്പൊ നമ്മുടെ ഒരു കാർഡ്, കുഞ്ഞു കാർഡ് എഴുതി വെച്ചാൽ മതി ഇത്ര അസുഖങ്ങൾ ഉണ്ടെന്ന്. അപ്പൊ എന്തെങ്കിലും ഡോക്ടറെ കാണാൻ നമ്മൾ മറന്നുപോകും. നമ്മൾ അത് കുറച്ച് സ്പേസ് ഇടണം. എന്തെങ്കിലും വരുവാണെങ്കിൽ ഇപ്പൊ കൊറോണറി ആർട്ടറി ഡിസീസ്, പുരുഷന്മാർക്ക് പ്രോസ്റ്റേറ്റിന്റെ ക്യാൻസർ ഭയങ്കരമായിട്ട് കോമൺ ഉള്ള അസുഖമാണ് PSA, പ്രോസ്റ്റേറ്റ്. ഈ പ്രോസ്റ്റേറ്റിന്റെ ക്യാൻസർ കൊണ്ടൊക്കെ സ്ട്രോക്ക് ഉണ്ടാകാം. അപ്പൊ അത് എന്താ ഉണ്ടെങ്കിലും ഒരു ഷോർട്ട് ആയിട്ട് എഴുതി അത് ആഡ് ചെയ്യുക. ഇപ്പൊ ഹെൽത്ത് കാർഡ് വെക്കുന്ന പോലെ തന്നെ നമ്മൾ എന്റെ ഡിസീസ് കാർഡ്, അപ്പൊ എവിടെ പോയാലും നമ്മുടെ പേഴ്സിൽ നിന്ന് ഇത് കൊടുത്താൽ മതിയല്ലോ. അപ്പൊ വർഷം എഴുതി വെക്കുക കൃത്യമായിട്ട്. അപ്പൊ ഇത് നമ്മൾ നാണം കെടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എനിക്ക് ഈ അസുഖം ഉണ്ടെന്ന് പറഞ്ഞ് ഇപ്പൊ എപ്പിലിപ്സി ഉള്ള ആൾക്കാർ അത് പലരും പറയത്തില്ല. എപ്പിലിപ്സി പക്ഷെ അതൊരു രോഗമാണല്ലോ. അപ്പൊ ഇത് വേറെ ഒന്നും നിങ്ങൾ പഠിച്ചില്ലെങ്കിലും ഈ ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം എല്ലാ രോഗത്തെ പറ്റി. ഇപ്പം ഒത്തിരി പേർക്ക് ഡിപ്രഷൻ ഉള്ള ആൾക്കാരുണ്ട്. ഡിപ്രഷനും സ്ട്രോക്ക് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ എങ്ങനെ വ്യായാമം ചെയ്യാനുള്ള ഒരു ആഗ്രഹം വരാതെ ഒബീസിറ്റി ഉണ്ടായിട്ട് സ്ട്രോക്ക്, ഉറക്കം ശരിയാകാതെ സ്ട്രോക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഡിപ്രഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അത് എഴുതുക. ഒരു മൈൽഡ് ഡിപ്രഷൻ ഉണ്ട് എന്ന് ഓപ്പൺ ആകുക. പഴയ പോലെ അല്ല. നമ്മുടെ അസുഖങ്ങള് ഡോക്ടറോട് പറയുമ്പോൾ അവിടെ ഒരു മടി വിചാരിക്കേണ്ടതോ പകുതി ഒളിച്ചു വെച്ച് പകുതി പറയുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കൃത്യമായിട്ട് രോഗവിവരം നമ്മളത് എഴുതി വെക്കണം. ഇത് ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ അസുഖത്തിന്റെ ഒരു കാരണങ്ങൾ. ഇനി ഞാൻ വരുന്ന അടുത്തത് എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ, സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ. അത് ഒരു കോഡ് വെച്ചിട്ട് WHO അല്ലെങ്കിൽ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ, ഇന്ത്യൻ സ്ട്രോക്ക് അസോസിയേഷൻ ഒക്കെ പല രീതിയിൽ പഠനങ്ങളിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും എവിടെയെങ്കിലും ഒക്കെ കേട്ടിട്ടുള്ളതായിരിക്കാം. ബി ഫാസ്റ്റ് എന്ന ഒരു കോഡാണ് ആക്ച്വലി സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി. കാരണം ഈ ഒരു ലക്ഷണം ഉണ്ടെങ്കിൽ ആ രോഗിയെ സമാധാനിപ്പിക്കാനോ വെള്ളം കൊടുക്കാനോ തുടയ്ക്കാനോ ഒന്നും പോകാതെ എത്രയും പെട്ടെന്ന് ഒരു വണ്ടി വിളിച്ചോ ആംബുലൻസ് പിടിച്ചോ അടുത്തുള്ള സൗകര്യമുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുക. ബി ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ബി ഫോർ ബാലൻസ്, സഡൻ ഓൺസെറ്റ്. അതായത് കുറച്ച് നാളായിട്ട് നടക്കാൻ ബുദ്ധിമുട്ടുള്ള കേസിലൊന്നും നമ്മൾ അത് പറയുമല്ല. സഡൻ ആയിട്ട് ബാലൻസ്, വേപ്പല്, ഒരു വശത്തേക്ക് നടന്നു പോവുക, വേച്ച് പോവുക, മറിഞ്ഞു വീഴുക, ഇത് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തിരിയാൻ പറ്റാതെ വരിക. അല്ലെങ്കിൽ ഒരു ഗ്ലാസ് എടുത്ത് നമുക്ക് വായിലേക്ക് എടുക്കാൻ പറ്റാതെ വരിക. ബാലൻസ് എന്ന് പറഞ്ഞാൽ കാലിന്റെ നടപ്പിന്റെ ബാലൻസ് മാത്രമല്ല, ഒരു ഫോൺ എടുത്ത് കൃത്യമായിട്ട് തുറക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നത് ഒരു ബാലൻസിന് ഇഷ്യൂ ആ. ഒരു കൈ കൊണ്ട് എടുത്ത് പറ്റാതെ വരുന്ന അങ്ങനത്തെ ഒരു അവസ്ഥ, ഒരു കൈക്ക് പെട്ടെന്നുണ്ടാകുന്ന ബാലൻസ്. ചിലപ്പോൾ നമുക്ക് കണ്ണിന്റെ ഒരു ബാലൻസ് എന്ന് പറയും. നമ്മൾ ഒരു സാധനം എടുക്കാൻ ചെന്നാൽ നമ്മൾ ഇങ്ങോട്ട് എടുക്കാൻ ചെല്ലുന്ന പകരം നമ്മൾ ഇപ്പുറത്ത് പോയി എടുക്കും. എന്റെ കൈ ഇവിടെയാണെങ്കിൽ ഞാൻ ഇങ്ങനെ പിടിക്കാൻ വരുമ്പോൾ ഇങ്ങനെ പിടിക്കും. ഇതാണ് ഒപ്റ്റിക്കൽ അപ്രാക്സിയ എന്ന് പറയും. എനിക്ക് ഇവിടെയാണെങ്കിൽ കാഴ്ചയുണ്ട്, ഞാൻ കാണുന്നുണ്ട്, പക്ഷെ ഞാൻ പോയി പിടിക്കുന്നില്ല. പക്ഷെ ഇതൊരു സ്ട്രോക്ക് ആണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇല്ല. അല്ലെങ്കിൽ എനിക്ക് ഈ കൈ വെച്ചിട്ട് തൊടാൻ പറ്റത്തില്ല, ഞാൻ ഇങ്ങനെ തപ്പി നടക്കുക. എനിക്ക് മൂക്കെ തൊടാൻ പറ്റത്തില്ല, ഞാൻ ഇങ്ങനെ തപ്പി നടക്കുക. ഈ ലക്ഷണങ്ങൾ പെട്ടെന്നുണ്ടാകുവാണെങ്കിൽ അത് സ്ട്രോക്ക് ആണെന്ന് വിചാരിക്കുക. അതെന്റെ കൈയുടെ വിറയിലാണെന്ന് വിചാരിക്കരുത്. അത് മനസ്സിലായല്ലോ? ബാലൻസ്, നടപ്പ് മാത്രമല്ല, വേപ്പല് മാത്രമല്ല, കൈയുടെ, കാലിന്റെ, സംസാരത്തിന്റെ ഒക്കെ ചെറിയ വിറയല് ബാലൻസ് ഇഷ്യൂ ആണെന്ന് വിചാരിക്കാം. ബി. രണ്ടാമത്തത് ഇ, ബി ഇ എന്നാണ്. ബി ഫാസ്റ്റ്. ഇ എന്ന് പറഞ്ഞാല് ഐ, കണ്ണിന്റെ ഒരു കൃഷ്ണമണി ചിലപ്പോൾ ഒരു വശത്തേക്ക് മാറി നിൽക്കുക,
കണ്ണിന്റെ പോള അടഞ്ഞു പോവുക, ഒരു കണ്ണ് മാത്രം പോള അടഞ്ഞു പോവുക, ഒന്ന് കാണുന്ന ഒരു വസ്തു രണ്ടായിട്ട് കാണുക, അല്ലെങ്കിൽ ഒരു വശത്തെ കാഴ്ച പെട്ടെന്ന് നഷ്ടപ്പെടും. ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോവുക, അല്ലെങ്കിൽ ഒരു വശത്തെ കാഴ്ച, ഈ ഒരു വശത്തെ കാഴ്ച പെട്ടെന്ന് കാണാതെ പോകുക. ഇതുണ്ടെങ്കിൽ ഇതും കണ്ണ് തിരുമുവോ മുഖം കഴുകിക്കൊണ്ടിരിക്കുവോ ഇനി കണ്ണിന്റെ ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞിട്ട് നാളെ രാവിലെ കണ്ണിന്റെ ഡോക്ടറെ കണ്ടിട്ട് ന്യൂറോ ഡോക്ടറെ കാണാമെന്നോ ഒന്നും വെച്ചുകൊണ്ടിരിക്കരുത്. പെട്ടെന്നുണ്ടാകുന്ന ഒരു വശത്തെ കാഴ്ച കണ്ണിന്റെ പ്രശ്നം കൊണ്ടല്ല. കണ്ണിന്റെ കാര്യങ്ങൾ കണ്ടിട്ട് ഇതിനെ അപഗ്രഥിക്കുന്ന തലച്ചോറിന്റെ ഓക്സിപിറ്റൽ ലോബ് എന്ന് പറഞ്ഞ പിൻവശത്തുള്ള തലച്ചോറിന്റെ സ്ക്രീനിനുണ്ടാകുന്ന ബുദ്ധിമുട്ടാണ്. സ്ക്രീൻ ഇപ്പൊ ഒരു വശത്തെ കാഴ്ച സാധാരണഗതിയിൽ കണ്ണിന്റെ പ്രോബ്ലം അല്ല. പലപ്പോഴും ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു പേഴ്സണൽ പ്രശ്നമാണ്, എന്തുകൊണ്ടാണ് അപ്പച്ച നേരത്തെ വരാറുന്നത്? ഞാൻ ഓർത്തു തിമിരത്തും കൂടിയോണ്ട് പെട്ടെന്നുണ്ടായതാ. തിമിരം കൂടിയാ പെട്ടെന്നുണ്ടാകുമോ? ഇല്ല. കണ്ണിന്റെ കാഴ്ച അത് രാത്രിയിൽ എന്റെ മോനെ എവിടെയാ കണ്ണിന്റെ ഡോക്ടർ ഉള്ളേ? രാവിലെ എണീറ്റ് ഡോക്ടറെ കാണാമെന്ന് പോയി, കണ്ടു ചെന്നപ്പോ 9:30-10 മണിയായി. അവിടെ ചെല്ലുമ്പോ ഈ കണ്ണിന്റെ ഡോക്ടർക്ക് ഇതൊരു എമർജൻസി ആണെന്ന് ഒരിക്കലും പെട്ടെന്ന് തോന്നത്തില്ല. അവരെല്ലാം ചോദിച്ച് പിന്നെ ഞങ്ങളെ കാണാൻ വരുന്നത് അന്ന് വൈകുന്നേരം ആയിരിക്കാം. സ്ട്രോക്ക് വന്നിട്ട് 24 മണിക്കൂർ കഴിഞ്ഞിട്ടാ ഞങ്ങളെ കാണാൻ വരുന്നതെങ്കിൽ ചികിത്സ ഒരു പരിധിക്കുള്ള നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഈ കണ്ണിന്റെ പ്രശ്നങ്ങൾ. അടുത്തത് വരുന്നത് എഫ് എന്ന് പറഞ്ഞാൽ ഫേസ് ഇങ്ങനെ ഒരു വശത്തേക്ക് കോടിപ്പോവുക. ഫേസ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണങ്ങളിൽ ഒന്നാണ്. മുഖവാതം എന്ന് പറഞ്ഞ 7ാമത്തെ ഞരമ്പിന്റെ അസുഖവും ഫേസ് കൂടിപ്പോകും. പക്ഷെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് പെട്ടെന്ന് കോടിപ്പോയി. ഒട്ടും സമയം കളയരുത്, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോവുക. സ്ട്രോക്കിന്റെ തുടക്കം ആകാം ഫേസ്. അടുത്തത് എ ഫോർ ആം. എന്റെ കൈ ഞാൻ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നു, പെട്ടെന്ന് താന്നു പോകുന്നു. ഉയർത്തിപ്പിടിച്ച അവസ്ഥയിൽ എനിക്ക് പിടിക്കാൻ പറ്റുന്നില്ല, നിവർത്തിപ്പിടിച്ച കൈ താന്നു പോകുന്നു, ആട്ടാൻ പറ്റുന്നില്ല. ഇത് സ്ട്രോക്കിന്റെ പ്രധാനപ്പെട്ട ലക്ഷണമായിട്ട് തന്നെ എടുക്കുക. ഇവിടെ എല്ലാം ക്യാച്ച് പോയിന്റ് എന്ന് പറഞ്ഞാൽ സഡൻ ഓൺസെറ്റ്, അക്യൂട്ടായിട്ട് പെട്ടെന്നുണ്ടാകുന്ന ഈ ഞരമ്പുകളുടെ ബലക്ഷയത്തിനെയാണ് അക്യൂട്ട് ഓൺസെറ്റ് എന്ന് പറയുന്നത്. എസ് ഫോർ സ്പീച്ച് ഞാൻ പറഞ്ഞ പോലെ സംസാരം കുഴഞ്ഞു പോകുന്നതിന് ഒരു കാരണം കൂടി പോകുന്നുണ്ട്. ചില കാര്യങ്ങളിൽ നമ്മൾ ചക്ക എന്ന് പറഞ്ഞാൽ മാങ്ങാന്ന് പറയും. എന്താണെന്ന് പറയുന്നത് അവർക്ക് മനസ്സിലാകത്തില്ല. കൈ പൊക്കാൻ പറഞ്ഞാൽ നോക്കിക്കൊണ്ടിരിക്കും, പിന്നെ എന്തൊക്കെയോ പറയും. സംസാരത്തിലുള്ള എന്തും മാറ്റവും അതാണ് ഏറ്റവും പ്രശ്നമുള്ള. ഇവിടെയാണ് അടുത്ത ഒരു ക്യാച്ച് വരുന്നത്. ചിലർ പറയും വെള്ളടിച്ചിട്ട് ബോധം പോയതാന്ന്. എന്തുകൊണ്ടാ? ഞാൻ ഒരു കാര്യം പറഞ്ഞാല് നിങ്ങൾക്കത് മനസ്സിലാകണമെങ്കിൽ തലച്ചോറിന്റെ ഫ്രോണ്ടൽ ലോബിലുള്ള ഒരു മോട്ടോർ ഏരിയ അല്ലെങ്കിൽ സെൻസറി ഏരിയ എന്നൊരു സാധനമുണ്ട്, റിസപ്റ്റർ ഉണ്ട്. ഞാൻ പറയുന്ന കാര്യങ്ങൾ മലയാളത്തിലാണ് പറയുന്നത്. ആ കാര്യങ്ങള് റിസപ്റ്ററിൽ പോയിട്ട് നിങ്ങൾ റിസീവ് ചെയ്ത് അത് അപഗ്രഥിക്കണം. എത്ര ഫാസ്റ്റ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് ഈ തലച്ചോറിന്റെ കാര്യം. ആ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്ന കാര്യം റിസീവർ പോയാൽ എന്ത് ചെയ്യും? ആള് ഞാൻ പറയുന്നത് മനസ്സിലാവുമോ? അപ്പൊ പറയും അയാളുടെ കിളി പോയെന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നത് പോലെ ഈ പെട്ടെന്ന് സംസാരത്തിൽ മാറ്റം വരുന്നത് സ്ട്രോക്കാണ്. ഒത്തിരി പേർക്ക് അത് മിസ്റ്റേക്ക് വരാറുണ്ട്. അത് പ്രധാനപ്പെട്ട സ്ട്രോക്കാണ്. കാരണം ഇടതുവശത്തെ തലച്ചോറിനുണ്ടാകുന്ന ഒരു രക്തക്കുഴലിന്റെ പ്രശ്നം വരുമ്പോഴാണ് ഈ സംസാരം മനസ്സിലാകാതെ പോകുന്നത്. അല്ലെങ്കിൽ പെട്ടെന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല. കാര്യങ്ങളൊക്കെ മനസ്സിലാവും, കൈ പൊക്കാൻ പറ്റും, കാല് പൊക്കാൻ പറ്റും, പക്ഷെ സംസാരിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ സംസാരത്തില് സ്പീച്ചിലുണ്ടാകുന്ന ഏത് അപചയവും ഏത് ചേഞ്ചും ഒരു സ്ട്രോക്ക് ആയിട്ട് കരുതുക, അൺലെസ് അതർവൈസ് പ്രൂവ്ഡ്. അതാണ് അതിനകത്തെ ഒരു വേർഡ്. പിന്നെ ഇനിയുള്ളത് ടൈം, FAST, ടൈം ടു ആക്ട്. ടൈം ഈസ് ബ്രെയിൻ, അങ്ങനെ തന്നെ പറയും. ടൈം ഈസ് ബ്രെയിൻ. ഓരോ മിനിറ്റും നമ്മൾ താമസിക്കും തോറും മില്യൺസ് ഓഫ് തലച്ചോറിന്റെ ന്യൂറോൺസ് നശിച്ചു പോകും. ഇർറിക്കവറബിൾ ആയിട്ടുള്ള ഡാമേജ് സംഭവിക്കുക. പക്ഷെ നമ്മൾ ഏർലി ട്രീറ്റ്മെന്റ് ഈ മോശമാകുന്ന കാര്യത്തിന്റെ റിക്കവറിക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമ്മള് ലക്ഷണങ്ങള് ഏറ്റവും എളുപ്പത്തില്, ഒത്തിരി ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും ഏറ്റവും സിമ്പിൾ ആയിട്ട് ബി ഫാസ്റ്റ്, BEFAST, ബാലൻസ്, I,
എഫ് ഫേസ്, എ ആം, എസ് സ്പീച്ച്, ടി ടൈം ഫോർ ആക്ട്. ടൈം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഗോൾഡൻ അവർ. ഗോൾഡൻ അവർ എന്ന് പറഞ്ഞാൽ 4.5 മണിക്കൂറിനുള്ളിൽ ഹോസ്പിറ്റലിൽ എത്തി ഇത് സ്ട്രോക്ക് ആണെന്ന് കൺഫേം ചെയ്യുവാണെങ്കിൽ, വലിയ രക്തക്കുഴലിന്റെ ഒരു സ്ട്രോക്ക് ആണെങ്കിൽ ഇപ്പോൾ രക്തക്കട്ടകളെ അലിയിച്ച് ഈ സ്ട്രോക്ക് മാറ്റാൻ, അതിന്റെ ആഘാതം മാറ്റാനും, പൂർണ്ണമായിട്ടും മാറ്റാൻ ഒരിക്കലും പറ്റത്തില്ല, അതിന്റെ പ്രത്യാഘാതങ്ങളൊക്കെ മാറ്റാനും റിക്കവറി ഈസി ആക്കാനുള്ള മരുന്നുണ്ട്. ആൾട്ടിപ്ലേസ് എന്നും ടെനക്റ്റിപ്ലേസ് എന്നൊക്കെ പറഞ്ഞ മരുന്നുകളുണ്ട്. മെഡിക്കൽ ഫീൽഡിലുള്ള ആൾക്കാർ ഇതെല്ലാം കേട്ടിട്ടുണ്ടായിരിക്കാം. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അത് ചിന്തിക്കേണ്ട, മരുന്നിനെ പറ്റി ചിന്തിക്കേണ്ട. ഇങ്ങനെ ഒരു മരുന്നുണ്ട്. എല്ലാവർക്കും അത് കൊടുക്കാൻ പറ്റത്തില്ല. വലിയ രക്തക്കുഴല് അടഞ്ഞു പോകുന്ന കേസുകളിൽ ഇത് മരുന്ന് കൊടുക്കാനുള്ള കോൺട്രാ ഇൻഡിക്കേഷൻസ് ഒന്നുമില്ലെങ്കിൽ, അതായത് എതിർ കാരണങ്ങളൊന്നും ഇല്ല എങ്കിൽ നമുക്ക് ഈ മരുന്ന് കൊടുത്ത് ട്രീറ്റ് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് ഈ സമയത്തിനുള്ളിൽ പേഷ്യന്റിനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണെങ്കിൽ ചികിത്സ തുടങ്ങാൻ നല്ലതാണ്. പിന്നെ ഉള്ളത് നമ്മൾ ഇനി എന്ത് ചെയ്യണം, വാട്ട് ടു ഡു ഇൻ കേസ് ഓഫ് എ സ്ട്രോക്ക്. ഇങ്ങനെ ഒരു സ്ട്രോക്ക്, ഈ ലക്ഷണം കണ്ടു, എന്ത് ചെയ്യാം? കോൾ ആൻ എമർജൻസി. ഫസ്റ്റ് അത് ഐഡന്റിഫൈ ചെയ്യുക, എമർജൻസി ചെയ്യുക. ഡു നോട്ട് ഗീവ് ഫുഡ് ഓർ എ ഡ്രിങ്ക് ഓർ മെഡിക്കേഷൻ. ഒന്നും ആ സമയത്ത് പെട്ടെന്ന് ഷുഗർ താന്നു പോയതാണെന്നോ, അത് നിങ്ങൾക്ക് മെഡിക്കലി എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഷുഗർ താന്നു പോയത് നോക്കാം. എന്നിരുന്നാലും ഷുഗർ വെള്ളം, പഞ്ചസാര വെള്ളം കൊടുക്കാൻ ഇതൊരു അപകടാവസ്ഥയാണ്. ശരിക്കും പറഞ്ഞാൽ വിക്കി പോകാം. ചിലപ്പോൾ ഈ ഭക്ഷണം ഇറക്കാനുള്ള നാളിക്കാണ് പ്രശ്നം വരുന്നെങ്കിൽ ഭക്ഷണം വിക്കി ശ്വാസകോശത്തിൽ പോയാൽ ന്യൂമോണിയ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആൾക്ക് അപായം വരാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് അൺലെസ് അതർവൈസ് പ്രൂവ്ഡ് അല്ലെങ്കിൽ വായിക്കൂടെ ഒരു ഭക്ഷണം കൊടുക്കരുത്. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് ഷുഗർ ഒന്ന് നോക്കാം. വീട്ടിൽ ഗ്ലൂക്കോമീറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും, എൻ്റെ ഒരു സജഷൻ, എല്ലാവരും ഷുഗർ നോക്കാനുള്ള സ്ട്രിപ്പ് വാങ്ങിച്ചു വെക്കുക, ഷുഗർ നോക്കുക. അതെങ്ങനെയാണ് ചെയ്യാനുള്ളത് വളരെ സിമ്പിൾ ആണ്, അത് പഠിച്ചു വെക്കുക. അതുപോലെ BP നോക്കാനുള്ള മെഷീനും മേടിക്കുക, അത് നോക്കി വെക്കുക. ഓക്സിജന്റെ അളവ്, ശരീരത്തിലെ ഓക്സിജൻ കുറഞ്ഞു പോയോ ഇല്ലെന്ന് അറിയാനുള്ള ഒത്തിരി വാച്ചുകൾ ഇതെല്ലാം ഉണ്ട്. അതുപോലെ സ്ലീപ്പ് ആപ്നിയ നോക്കാനുള്ള സൗകര്യവും വാച്ചുകളിലും ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഉറക്കത്തിൽ നമ്മുടെ സ്ലീപ്പ് എങ്ങനെ അറിയാനുള്ള കാര്യങ്ങളും ഇപ്പോൾ ഉണ്ട്. ഈ 4 കാര്യങ്ങൾ നമ്മൾ നോക്കാൻ അത് പഠിച്ചിരിക്കുക. അത് നമുക്ക് ഒരു പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള കാര്യം കേട്ടോ. പിന്നെ CPR പറ്റി നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൊക്കെ കേൾക്കാം. ഇത്ര ഉണ്ടെങ്കിൽ നമ്മൾ അവരെ കാമായിട്ട് വെക്കുക. ആ രോഗിയുടെ മുമ്പിൽ നമ്മൾ പാനിക് ആകരുത്. അതാണ് അടുത്തൊരു സജഷൻ. ഇപ്പൊ സ്ട്രോക്ക് ആണ്, അയ്യോ സ്ട്രോക്ക് വന്നേന്ന് പറഞ്ഞാൽ ആ കാറി പോകുന്തോറും അദ്ദേഹത്തിന്റെ BP കൂടാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു സ്ട്രോക്ക് വന്നാല് സ്വാഭാവികമായിട്ട് റിയാക്റ്റീവ് ആയിട്ട് BP കൂടും. അത് സ്വാഭാവികമാണ്, അത് പേടിക്കേണ്ട ആവശ്യമില്ല. ആ BP പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് സ്ട്രോക്കിന് BP-ന് മരുന്ന് കൊടുത്ത് പെട്ടെന്ന് BP കുറയ്ക്കാനും പാടുള്ളതല്ല. അത് നമ്മൾ പേടിച്ചിട്ട് ഒത്തിരി ബഹളം വെച്ച് ഹോസ്പിറ്റലിൽ പോയിട്ട് BP കുറയ്ക്കുമ്പോൾ ഈ ഹൈ BP-യിലായിരിക്കാം ഈ അടഞ്ഞ രക്തക്കുഴലിന്റെ ചുറ്റുവട്ടുമുള്ള രക്തക്കുഴല് ജോലി ചെയ്ത് നമ്മുടെ കുറച്ച് ബ്രെയിൻ ഏരിയനെ ബ്ലഡ് കൊടുക്കുന്നത്. അപ്പൊ പെട്ടെന്ന് BP ഒരിക്കലും താത്താനും പാടില്ല. ഇനി നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ നമ്മുടെ ഞാൻ മാസ്ലിബായിൽ വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് എല്ലാവർക്കും ഒരു പ്രോട്ടോകോൾ ഉണ്ട് ഈ ഒരു കാര്യത്തിന്. പ്രോട്ടോകോൾ ഉണ്ട്. വരുന്ന ഉടനെ അവിടുത്തെ ഡോറിൽ തന്നെ ഈ ട്രയാജ് ചെയ്യും. ഇത് സ്ട്രോക്ക് ആണോ അല്ലയോ, അത് സ്ട്രോക്ക് പോലെ ഇരിക്കുന്ന ഒത്തിരി അസുഖങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പൊ MRI അനാവശ്യമായിട്ട് എടുക്കുന്നത്? അനാവശ്യമല്ല, കാരണം ഒത്തിരി അസുഖങ്ങൾ സ്ട്രോക്ക് പോലെ ഇരിക്കും. ഇവൻ ചെവിയുടെ ബാലൻസ് പോലും സ്ട്രോക്ക് പോലെയാണ് പ്രസന്റ് ചെയ്യുന്നത്. ഇപ്പൊ നീതിന്യായ വ്യവസ്ഥയിൽ ഒരു 10 അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന് പറയുന്ന പോലെ തന്നെ 10 കേസും സ്ട്രോക്ക് അല്ലെങ്കിലും വീണ്ടും ചെക്ക് ചെയ്യണം എന്നാണ് പറയുന്നത്. തലകറക്കമോ അല്ലെങ്കിൽ സംസാരത്തിന് ബുദ്ധിമുട്ടോ കുഴച്ചിലോ വേച്ച് വീഴുന്ന കേസുകളൊക്കെ ഇപ്പോൾ MRI എടുക്കുന്നതിന്റെ ഒരു കാരണം പ്രധാനമായിട്ടും ഒരു കേസ് പോലും സമയത്ത് വന്ന, അതായത് 4 മണിക്കൂറിനുള്ളിൽ വന്ന കേസുകളൊന്നും മിസ്സാകരുത്. തലകറക്കം ചില കേസുകളിൽ ചെവിയുടെ ബാലൻസിന്റെ അല്ലാതെ പുറകുവശത്തുള്ള സ്ട്രോക്ക് തലകറക്കമായിട്ടും വരാം. ഇപ്പൊ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ ഉദാഹരണത്തിന് മാസ്ലിബയിൽ എത്തിയാൽ അവിടെ ഇന്റൻസീവ് എമർജൻസിയിലെ ഡോക്ടേഴ്സ് ഉണ്ട്, മെഡിക്കൽ ഓഫീസേഴ്സ് ഉണ്ട്, നേഴ്സുമാരുണ്ട്. ഇവർ വന്നിട്ട് ട്രയാജ് ചെയ്യും. ഇത് അക്യൂട്ട് ആണോ, പെട്ടെന്ന് ചികിത്സിക്കേണ്ടതാണോ എന്ന് നോക്കും. ഈ പറയുന്ന സ്ട്രോക്കിന്റെ സിംറ്റംസ് എല്ലാം ഉണ്ടോ എന്ന് ചോദിക്കും. അവിടെയാണ് നിങ്ങളുടെ കൊണ്ടുവരുന്ന ആളുടെ ഒരു വിവരവും ഇന്ന സമയത്താണ് ഉണ്ടായത്. പലപ്പോഴും രാവിലെ എണീക്കുമ്പോൾ ഞാൻ ഇയാളെ ഇങ്ങനെ കണ്ടു എന്ന് പറഞ്ഞാൽ
അപ്പൊ നമുക്ക് എപ്പോഴാണ് സ്ട്രോക്ക് ഉണ്ടായെന്ന് അറിയത്തില്ല. ദാറ്റ്സ് കോൾഡ് വേക്കപ്പ് സ്ട്രോക്ക് എന്ന് പറയും. ഇപ്പൊ കൃത്യമായിട്ട് ഞാൻ 5 മണി വരെ ആള് വന്നു, അടുക്കളയിൽ വന്നു, തിരിച്ചുപോയി കിടന്നിട്ട് പിന്നെ ഉണ്ടായെന്ന് ഒരാൾ പറയുവാണെങ്കിൽ 5-നും 5:30-ക്കും ഇടയ്ക്കാ ഉണ്ടായെന്ന് അറിയാൻ നമുക്ക് ടൈം ഓഫ് ഓൺസെറ്റ് ഓഫ് ആ സിംറ്റം അറിയാൻ പറ്റും. അതാണ് ഏറ്റവും പ്രധാനം. അപ്പൊ എപ്പോഴും നമ്മളും കാമായിരിക്കണം, വ്യക്തമായിട്ട് ലക്ഷണങ്ങൾ ഡോക്ടറോട് പറയണം. അപ്പൊ ആ ലക്ഷണങ്ങൾ ഇന്ന സമയത്താണ് ഉണ്ടായത്, ഈ ലക്ഷണങ്ങളാണ് ഞാൻ കണ്ടത് എന്ന് പറയുക. മുന്നേ സ്ട്രോക്ക് ഉണ്ടായിട്ടുണ്ടോ, മുന്നേ ഹൃദയത്തിന് എന്തെങ്കിലും തകരാറുണ്ടോ, എന്നാ രീതിയിൽ പനി വല്ലതും ഉണ്ടായിരുന്നോ, ക്യാൻസർ ഉണ്ടായിരുന്നോ, ഏത് അസുഖമാണെങ്കിലും ഒരു ഈ പറഞ്ഞ ഈ കാർഡ് ഉണ്ടെങ്കിൽ ഭയങ്കര എളുപ്പമല്ലേ ശരിക്കും പറഞ്ഞാൽ. അല്ലെങ്കിൽ മൊബൈലിൽ തന്നെ നമ്മൾ ഒരു നോട്ടായിട്ട് സേവ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ അത് ഏറ്റവും പെട്ടെന്ന് കാണാൻ പറ്റുന്ന ഒരു നോട്ടായിട്ടോ അല്ലെങ്കിൽ ഒരു പേജിലെ വാൾപേപ്പർ ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സെറ്റ് ചെയ്യാം. അത് ആരെയും കാണിക്കാനോ അല്ലെങ്കിൽ ഒന്നുമില്ല, പക്ഷെ അത് എമർജൻസി നോട്ടായിട്ടൊക്കെ ഇപ്പൊ നമുക്ക് എഴുതി വെക്കാം നമ്മുടെ ഡിസീസ് ഒക്കെ. അപ്പൊ അത് കാണിച്ചാൽ മതി. നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഇത് കാണിച്ചാൽ മതി. അപ്പൊ എപ്പോഴും അത് ശ്രദ്ധിക്കുക. ഇപ്പൊ ലക്ഷണങ്ങൾ പറഞ്ഞു, ഡോക്ടേഴ്സ് അത് ട്രയാജ് ചെയ്തു, സ്ട്രോക്ക് ആണെന്ന് മനസ്സിലായി, പെട്ടെന്ന് തന്നെ ഷുഗറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. ഷുഗർ കുറഞ്ഞാൽ ഇതുപോലെ വരുമല്ലോ, ഷുഗർ നോക്കി, ബ്ലഡ് നോക്കി, എത്രയും പെട്ടെന്ന് ഒരു ഇമേജ് തലച്ചോറിന്റെ സ്കാൻ എടുക്കും. CT സ്കാനോ MRI സ്കാനോ. ഇപ്പൊ പുതിയ ടെക്നോളജി വെച്ചിട്ട് ഈ ആൻജിയോഗ്രാം ഒക്കെ, ഹൃദയത്തിന്റെ ആൻജിയോഗ്രാം നമ്മൾ എടുക്കുമ്പോൾ കൈ കൂടെ കയറ്റിയിട്ട് രക്തം ആൻജിയോഗ്രാം എടുക്കേണ്ട ആവശ്യം വരുന്നത്. ഇതിനിപ്പോ പുതിയ കാര്യത്തിൽ നമ്മൾ അതിന്റെ ആവശ്യമൊന്നുമില്ല. ടെക്നോളജി വെച്ചിട്ട് 3 ഡിജിറ്റലായിട്ട് നമുക്ക് തന്നെ രക്തക്കുഴലിന്റെ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. MR ആൻജിയോഗ്രാം എന്ന് പറയും. ഇപ്പം കേരളത്തിലുള്ള പ്രമുഖ ഹോസ്പിറ്റൽ എല്ലാം ഉണ്ട്, മിഡിൽ ഈസ്റ്റ് എല്ലായിടത്തും ഉണ്ട് MRI വിത്ത് ആൻജിയോഗ്രാം. അപ്പൊ രക്തക്കുഴലിൽ ബ്ലോക്ക് ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. സ്ട്രോക്ക് എവിടെയാണെന്നുണ്ടായെന്ന് പറയും. അത് 3-4 മണിക്കൂറിനുള്ളിൽ ഇത് കണ്ടുപിടിച്ചാൽ 4.5 മണിക്കൂറിനുള്ളിൽ രക്ത അലിയിക്കുള്ള മരുന്ന് കൊടുത്താൽ ഒരു 30-50% കേസുകളിൽ ഈ ക്ലോട്ട് അലിഞ്ഞു പോകും. 6% കേസുകളിൽ ഈ മരുന്നിന് സൈഡ് എഫക്ട്സ് ഉണ്ടെന്ന് നമ്മൾ മറക്കാൻ പാടില്ല. പിന്നെ ഈ മരുന്ന് കൊടുത്തിട്ടും ക്ലോട്ട് മാറുന്നില്ല, 4.5 മണിക്കൂറിന് ശേഷമാണ് രോഗി വന്നതെങ്കിൽ 6 മണിക്കൂർ വരെ പ്രാഥമികമായിട്ട് ഈ രക്തക്കുഴലിന്റെ അകത്ത് നമ്മൾ കൈ കൂടെ ഒരു ക്ലോട്ട് ഇട്ട് രക്തക്കുഴലിനകത്ത് പോയിട്ട് ഈ ക്ലോട്ടിനെ എടുത്തു കളയുന്ന ഒരു സംവിധാനമുണ്ട്. ഇതിന്റെ പേരാണ് മെക്കാനിക്കൽ ത്രോംബെക്ടമി. അത് ഇപ്പൊ ഈ 5 വർഷത്തിനുള്ളിലാണ് ഇതുപോലെ ഉള്ള ഈ സ്ട്രോക്കിന് ചികിത്സ വന്നത്. പലർക്കും ഇത് അറിയില്ല. ഇത് വളരെ സെലക്റ്റീവായ പേഷ്യൻസ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതല്ല. വലിയ രക്തക്കുഴലില്, പ്രധാനപ്പെട്ട രക്തക്കുഴലില് പെട്ടെന്നുണ്ടാകുന്ന വലിയ ക്ലോട്ടിനെ ഈ അകത്ത് പോയിട്ട് നമുക്ക് ഇതിനെ എടുത്ത് കളയാം, മെക്കാനിക്കൽ ത്രോംബെക്ടമി. അല്ലെങ്കിൽ അതിനെ നമ്മൾ അകത്ത് ചെന്ന്, തലച്ചോറിനകത്ത് ചെന്നിട്ട് അതിനെ മരുന്ന് ഒഴിച്ച് അലിയിപ്പിച്ച് കളയുന്ന ടെക്നോളജി ഉണ്ട്. വളരെ സെലക്റ്റീവായ കേസിൽ 24 മണിക്കൂർ വരെ ഈ സൗകര്യം ഉപയോഗപ്പെടുത്താം. അവിടെയും നമ്മൾ ചിന്തിക്കുക, ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട് എന്ന് മനസ്സിൽ കരുതിയിരിക്കുക, മെക്കാനിക്കൽ ത്രോംബെക്ടമി. അപ്പൊ ഒരു ഡോക്ടർ നിങ്ങളെ കണ്ടു, ഈ പേഷ്യന്റ് എലിജിബിൾ ആണെന്ന് പറയുവാണെങ്കിൽ, അപ്പോൾ നിങ്ങൾ മെഡിക്കൽ ഫീൽഡിലൊക്കെ ആണെങ്കിൽ, നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഏത് ഹോസ്പിറ്റലിലാണ് നിങ്ങളെ വിളിക്കുവാണെങ്കിൽ, നിങ്ങൾ സജസ്റ്റ് ചെയ്യുക ഇങ്ങനെ ട്രീറ്റ്മെന്റ് ഉള്ളതാണ്, ഇതാരും പുതുതായിട്ട് ചെയ്യുന്നതല്ല, വേൾഡ് വൈഡ് മുഴുവൻ ചെയ്യുന്നതാണ്, ഹൃദയത്തിന് ചെയ്യുന്ന അതേപോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കേസുമാണ്. അതുപോലെ തന്നെ ഈ രക്തക്കുഴലിലൊക്കെ അടഞ്ഞിരിക്കുന്ന കേസുകളിൽ സ്റ്റെന്റ് ഇടാറുണ്ട്. നമുക്ക് എല്ലാവർക്കും ഹൃദയത്തിനകത്ത് സ്റ്റെന്റ് ഇടുന്ന കാര്യത്തെ പറ്റി അറിയാം. അതേപോലെ തന്നെ രക്തക്കുഴല് ചുരുങ്ങി അടഞ്ഞ് ഇരിക്കുന്ന 90% ഒക്കെ അടഞ്ഞിരിക്കുന്ന കേസുകളുണ്ട്. 70% മുകളിൽ രക്തക്കുഴൽ അടഞ്ഞ കേസാണെങ്കിൽ ഹൃദയത്തിന് ഇടുന്ന അതേ ടെക്നോളജി വെച്ച് അതിലും മനോഹരമായിട്ട് ഈ രക്തക്കുഴലിൽ സ്റ്റെന്റ് ഇടാൻ പറ്റും. നമുക്ക് അതും നമ്മളൊരു ട്രീറ്റ്മെന്റ് ഓപ്ഷൻ ആണെന്ന് ഓർക്കുക. അപ്പൊ അതിന്റെ ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ, നമുക്ക് സ്ട്രോങ് ആയിട്ട് ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, അൺകൺട്രോൾഡ് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ, നമ്മളൊക്കെ കൊളസ്ട്രോൾ, ഡിസ്ലിപ്പിഡീമിയ, കൂർക്കമ്പലിയൊക്കെ ഉണ്ടെങ്കിൽ നാട്ടിലൊക്കെ വരുമ്പോൾ ഈ രക്തക്കുഴലിന്റെ ഒക്കെ ഒരു അൾട്രാസൗണ്ട് എടുത്താലും മതി. വലിയ സ്കാൻ അല്ല, ഒരു 10,000-2000 രൂപ മുടക്കം വെച്ചിട്ട് ഈ കഴുത്തിന്റെ സൈഡിൽ കൂടെ പോകുന്ന ഒരു കരോട്ടിഡ് ഡോപ്ലർ എന്ന് പറയും. ഒരു സ്കാൻ എടുത്ത് നോക്കിയാൽ പാരമ്പര്യമൊക്കെ ഉണ്ടെങ്കിൽ, എല്ലാ കേസിലും എടുക്കാനൊന്നും നമ്മൾ ഒരിക്കലും പറയാറില്ല, നമ്മുടെ ഫാമിലി ഹിസ്റ്ററി സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ ഈ കരോട്ടിഡ് ഡോപ്ലർ എടുത്തു കഴിഞ്ഞാൽ, സ്കാൻ എടുത്താൽ നമുക്ക് അറിയാൻ പറ്റും ഏകദേശം എത്ര കണ്ട് രക്തക്കുഴലുകൾക്ക് ബ്ലോക്ക് ഉണ്ടെന്ന്. ഈ ബ്ലോക്ക് ഉണ്ട കേസുകളിലൊക്കെ നമുക്ക് സ്റ്റെന്റ് നേരത്തെ ആന്റിസിപ്പേറ്റ് ചെയ്ത് നേരത്തെ ഇടാൻ പറ്റും. സ്ട്രോക്ക് വന്ന് ട്രീറ്റ് ചെയ്യുന്ന കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുക ഇപ്പോൾ.
സ്ട്രോക്ക് വന്ന് ട്രീറ്റ് ചെയ്യുന്ന കാലഘട്ടം മാറിക്കൊണ്ടിരിക്കും. ഇത് ആരെയും പേടിപ്പിക്കാനോ ഭയപ്പെടുത്താനോ ഒന്നുമല്ല. ഇത്രയും സൗകര്യങ്ങൾ ലോകത്തിലുണ്ട്. നമ്മൾ അതിന്റെ സൗകര്യങ്ങളൊന്നും ഒരു വണ്ടി മേടിച്ചിട്ട് ഒരു വർഷം എത്ര രൂപ മുടക്കിയാണ് 5-10 വർഷം കഴിയുമ്പോൾ അത് സ്ക്രാപ്പ് ആയിട്ടോ ഒന്നും വേണ്ടാതെ നികുതിയും കൊടുത്ത് പെട്രോൾ അടിച്ച് നമ്മൾ അതിനെ പരിപാലിക്കുന്ന, കഴുകി വാഷ് ചെയ്ത് പോളിഷ് ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു വണ്ടിയുടെ അതിനേക്കാളും എത്രയോ പ്രധാനപ്പെട്ടതാണ് കോടികൾ. ഈ തലച്ചോറിന്റെയൊക്കെ ഒരു ഒരു പ്ര- ഒരു ഒരു ഉപയോഗം, അതിന്റെ ഒരു പവർ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെപ്പറ്റി നമ്മൾ എന്തോരം കാര്യമില്ല. അത് എത്ര ആളെ അറിയാം, എത്ര പേര്. ഇപ്പൊ സോൻ ചേട്ടനെ പെട്ടെന്ന് കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നു, ഈ നാട്ടിൽ വന്ന കാര്യങ്ങൾ ഓർമ്മ വന്നു. ഒരാളുടെ ഫേസ്, സംസാരം കേട്ടിട്ട് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. ഒരു മറവി വന്നാല്, തലാമസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സ്ട്രോക്ക് വന്നാൽ നമുക്ക് മറവിയാ. പിന്നെ നമ്മള് മുന്നോട്ട് ജീവിക്കുമ്പോൾ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. നമ്മൾ മാത്രമല്ല, നമ്മുടെ മറ്റുള്ളവരും. നമ്മളൊക്കെ ഇപ്പൊ വണ്ടി വേണം നമുക്കത് വിറ്റ് ഒഴിവാക്കാം. പക്ഷെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഒരു ചെറിയ ഒരു പ്രശ്നം വന്നാൽ നമുക്കത് വിട്ടൊഴിവാക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ വണ്ടി പോലെയല്ല, നമ്മുടെ ശരീരത്തിന് ഓട്ടോ റിക്കവറി മെക്കാനിസം ഉള്ളതുകൊണ്ടാണ് നമ്മളൊക്കെ ഇതുപോലെ ജീവിച്ചിരിക്കുന്നത്. റിപ്പയർ ചെയ്യാനുള്ള മെക്കാനിസം ദൈവം കൊടുത്തുകൊണ്ടാണ് നമ്മളിത് ജീവിച്ചിരിക്കുന്നത് ഇപ്പോൾ. പക്ഷെ ഒരു ലെവൽ കഴിഞ്ഞാൽ ആ റിപ്പയർ മെക്കാനിസത്തിന് ഒരു ലെവൽ ഉണ്ടല്ലോ, അപ്പൊ അത് പ്രശ്നം വരും. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കുക, സ്റ്റെന്റിങ് ഇടുക, ആ കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പൊ ഇത് ഞാൻ പറഞ്ഞു വന്നത് ത്രോംബോലിസിസ് കഴിഞ്ഞു, മെക്കാനിക്കൽ ത്രോംബക്ടമി ഉണ്ട്. ഇനി ഉള്ള അടുത്ത കാര്യം നമ്മള് ജീവിതകാലം മുഴുവൻ. പിന്നെ ഉള്ളത് ഈ ആസ്പിരിൻ ഗുളിക. അതിനെപ്പറ്റി തെറ്റിദ്ധാരണകളുണ്ട്. അത് ബ്ലീഡിംഗ് ഉണ്ടാവും, അൾസർ ഉണ്ടാവും എന്നൊക്കെ പറയാം. പക്ഷെ ആസ്പിരിൻ ഗുളിക കൃത്യമായിട്ട് കഴിച്ചാൽ വീണ്ടും ഒരു സ്ട്രോക്ക് വരാനുള്ള സാധ്യത കുറയും. പക്ഷെ ആസ്പിരിൻ ഗുളിക അൺലെസ് അതർവൈസ് നമ്മൾ അത് വേണ്ടാന്ന് പറയുന്ന ഇതുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവനാണ് കേട്ടോ. രക്തം നേർമ്മിപ്പിക്കുന്ന ഈ മരുന്ന്, കട്ട പിടിക്കാതിരിക്കുന്ന മരുന്ന് ജീവിതകാലം മുഴുവനാണ്. കൊളസ്ട്രോളിന്റെ ചെറിയ ഡോസ് മരുന്നും. അത് അതിന്റെ ഒരു കാര്യത്തില് വിട്ടുവീഴ്ച പറ്റത്തില്ല. ഇനിയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ റീഹാബിലിറ്റേഷൻ. എങ്ങനെയാണ് തിരിച്ചു വരുന്നത്? നമ്മൾ പറഞ്ഞു, ഒരു കൈ തളർന്നു, കാല് തളർന്നു, വിഴുങ്ങാനുള്ള ബുദ്ധിമുട്ട്. അപ്പൊ അടി മുതൽ മുടി വരെ, താഴെ വരെ, നഖം വരെ നമുക്ക് ഇതിന് റീഹാബിലിറ്റേഷൻ ഉപയോഗിക്കാം. കണ്ണിന് ഫിസിയോതെറാപ്പി ഉണ്ട്, സ്വാളോയിങ് തെറാപ്പി ഉണ്ട്, ഈ വിഴുങ്ങുന്ന മേഖലയിൽ സ്പെഷ്യലായിട്ട് തെറാപ്പി ഉണ്ട്. അതുപോലെ സംസാരത്തിന്റെ മേഖലയിൽ സ്പീച്ച് തെറാപ്പി ഉണ്ട്. കൈയുടെ ഈ ബട്ടൺസ് ഇടാനുള്ള ബുദ്ധിമുട്ട് തൊട്ട് എഴുതാനുള്ള ബുദ്ധിമുട്ട് തൊട്ട് ഇതിനെല്ലാം ഒക്കുപേഷണൽ തെറാപ്പി എങ്ങനെ ചെയ്യാൻ പറ്റും, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. പിന്നെ മെമ്മറി അതുണ്ടാകാനുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, കൈകാലം അടക്കാനുള്ള ഇതറിയാം. പക്ഷെ അത് മാത്രം പോരാ, നമ്മുടെ എല്ലാ മേഖലയിലുള്ള ഒരു റിക്കവറിയാണ് ഇപ്പോഴത്തെ പുതിയ ഫിസിയോതെറാപ്പി മെക്കാനിസത്തിൽ നമ്മൾ അത് ഉപയോഗപ്പെടുത്തുന്നത്. ഇവിടെ PMR എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ഡിപ്പാർട്ട്മെന്റ് വളരെ ഇപ്പം എല്ലാ ഹോസ്പിറ്റലും ഉണ്ട്. നമ്മുടെ ഹോസ്പിറ്റലിലും 2 MD കഴിഞ്ഞ ഡോക്ടേഴ്സ് ആണ് ഉള്ളത്. PMR, ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ. അതിന്റെ കൂട്ടത്തിൽ ഒക്കുപേഷണൽ, സ്പീച്ച്, സ്വാളോയിങ് എല്ലാം സ്പെഷ്യലൈസ് ചെയ്ത ഒരു ട്രെയിനീസാണ്, ട്രെയിൻ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്ക് ഓരോ കാര്യത്തിലും, നിങ്ങളാണെങ്കിൽ തന്നെയും നിങ്ങൾ എവിടെ ട്രീറ്റ്മെന്റ് പോയാലും നമ്മൾ അതിനെപ്പറ്റി നമ്മൾ അവബോധമുള്ളവരായിരിക്കണം. നമ്മൾ അവരോട് ചോദിക്കണം, എനിക്ക് ഇതാണ് ബുദ്ധിമുട്ട്, എനിക്കിത് ചെയ്തു കൂടെ. അല്ലാതെ അതിനെ തർക്കിക്കാനോ ബഹളം വെക്കാനോ അല്ല, നമ്മളെ ഒരറിവ് വെച്ചിരിക്കുക. ഇവൻ ഈ കൈയുടെ വിരലുകൾക്ക് തന്നെ ഇപ്പൊ റോബോട്ട് ട്രീറ്റ്മെന്റ് ആയിക്കൊണ്ടിരിക്കുക. ആ കാലത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കൈയുടെ ഈ ഓരോ വിരലിന്റെയും മൂവ്മെന്റ് ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് ചെയ്യാൻ വേണ്ടി ഏതിനാണ് പവർ കുറഞ്ഞു പോയത്, ഏതിനാണ് കൂടുതലുള്ളതെന്ന് അറിഞ്ഞിട്ട് അതിനുവേണ്ടി കൂടുതലായിട്ട് ചെയ്യുന്ന ഫിസിയോതെറാപ്പി മെഷീൻ വരെ ഇപ്പോൾ മെഡിക്കൽ മേഖലയിലുണ്ട്. റീഹാബിലിറ്റേഷൻ ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രോഗ്രസ് ചെയ്യുന്ന ഒരു മേഖല. അതിൽ നമ്മൾ പലപ്പോഴും മലയാളികൾ, നമ്മളെല്ലാവരും വന്നു പെട്ടെന്ന് ആ ഒരു ഇമോഷണലി കുറെ ട്രീറ്റ് ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളും മടി വിചാരിച്ചിരിക്കും. പിന്നെ നമ്മൾ അതിൽ ഇടപെടത്തില്ല. എനിക്ക് വയ്യ, കാല് വയ്യ, കഴുത്ത് പോയി. ഇത് പോസ്റ്റ് സ്ട്രോക്ക് ഡിപ്രഷനിലേക്ക് പോകാം. ഒരു സ്ട്രോക്ക് വന്ന ആള് ഒരു ഡിപ്രഷനിലേക്ക് പോകാം ആദ്യത്തെ 3 മാസം. ഈ 3 മാസം വളരെ കാര്യമായിട്ട് അവരെ ശ്രദ്ധിച്ചാല്, കൂടെയുള്ള ആളുകള് അവരോട് ഇത് സാരമില്ല, ഇത് റിക്കവറി ഉള്ളതാണ്, കൈയും കാലും തളർന്നതാണെങ്കിലും നമുക്കത് മാറ്റിയെടുക്കാം എന്ന് പറഞ്ഞ് അവരെ മോട്ടിവേറ്റ് ചെയ്ത് ഫിസിയോതെറാപ്പി ചെയ്യുമ്പോൾ ആ പോസ്റ്റ് സ്ട്രോക്ക് ഡിപ്രഷൻ എന്ന മേഖലയും മാറും. ഈ തലച്ചോറിന്റെ സ്ട്രോക്ക് എന്ന ഒരു രോഗത്തിന് മാത്രമേ പ്രധാനമായിട്ടും ഒരസുഖം വന്നിട്ടും കൂടുതൽ ജോലി ചെയ്യണമെന്ന് പറയത്തുള്ളൂ. ഇപ്പൊ ഹൃദയത്തിന് പ്രശ്നം വന്നു, എല്ലൊടിഞ്ഞു,
വയറിന് കിഡ്നിക്കൊക്കെ വന്നാൽ നമ്മൾ പറഞ്ഞ റെസ്റ്റ് എടുക്കുക എന്ന് പറയും. പക്ഷെ സ്ട്രോക്ക് വന്ന ഒരാളോട് ക്ഷീണമൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ പറയാം, നിങ്ങൾ എണീറ്റ് കൈ പൊക്ക്, കാല് പൊക്ക്, സംസാരിക്ക്, വിഴുങ്ങാൻ നോക്ക്, ഓട് എന്ന് പറയും. കാരണം എന്താ, തലച്ചോറിന് റെസ്റ്റ് എടുത്താൽ തുരുമ്പെടുക്കുന്ന പോലെയാ അത് നമ്മളെ പിന്നെയും ഡൗൺ ആക്കും. ന്യൂറോണൽ പ്ലാസ്റ്റിസിറ്റി എന്നാ പറയുന്നത്. നശിച്ചാലും അത് റിക്കവറി വരാനുള്ള സാധ്യത 3 വർഷം വരെ ഉണ്ട്. പണ്ട് ഒരു 3 മാസം പറഞ്ഞു, 1 വർഷമായി, ഇപ്പൊ 3 വർഷം വരെ. അപ്പൊ ഒരിക്കലും ഒരു സ്ട്രോക്ക് വന്ന ആളും മാനസികമായിട്ട് തളരരുത്. വീണ്ടും തലച്ചോറിനെ ഉത്തേജിപ്പിക്കുമ്പോൾ എന്ത് പറ്റും, ചുറ്റുവട്ടമുള്ള ന്യൂറോൺസ് ഈ മേഖലയിലുള്ള ജോലി ഏറ്റെടുക്കും. അപ്പൊ ഇതൊരു പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും സമയം തന്നെയാണ്. സ്ട്രോക്ക് വന്നു എന്ന് പറഞ്ഞ്, കൈ തളർന്നു എന്ന് പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും, ആർക്ക് വേണമെങ്കിലും വരാം. 6-1, 5-1 ആൾക്കാർക്ക് ലൈഫ് ടൈമിൽ സ്ട്രോക്ക് വരാമെന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് 6-ൽ ഒരാളല്ലേ നമ്മളും. അപ്പൊ മറവി 80 വയസ്സ് കഴിഞ്ഞാൽ 5-ൽ അല്ലെങ്കിൽ 4-ൽ ഒരാൾക്ക് മറവി വരാം. ഇതൊക്കെ നമുക്ക് വരാം. ഈ ഓടുന്ന സമയത്ത്, ചാടുന്ന സമയത്ത് നമ്മൾ ഇതിനെപ്പറ്റി ഒട്ടും കൺസേൺഡ് അല്ല. എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ട്, ഇപ്പം അവിടെ പലരും പറയുന്നു ഡോക്ടർമാര് എല്ലാരും മനുഷ്യരെ പേടിപ്പിക്കുക, അനാവശ്യമായിട്ട് പേടിപ്പിച്ച് കൂടുതൽ മരുന്ന് തന്ന്. അതല്ല, പുതിയ കൺസെപ്റ്റില് അറിവുള്ളവരാകുക. എന്തൊക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും, നമുക്ക് എന്തൊക്കെയാണ് പ്രോബ്ലം ഉള്ളതെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് മനസ്സിലാക്കുക. പിന്നെ ഇയർലി മെഡിക്കൽ ചെക്കപ്പ്, അതിന് ഒരു വിട്ടുവീഴ്ചയും, അത് ക്യാൻസർ ആയാലും ഈ പറഞ്ഞ കൊളസ്ട്രോളിന്റെ ആയാലും ഈ സ്ലീപ്പ് OSA ആയാലും ഒക്കെ അതിനൊരു വിട്ടുവീഴ്ച. നമ്മളിപ്പം വണ്ടി 28,000 കിലോമീറ്റർ ആയാലും അവിടുന്ന് വിളിച്ചോണ്ടിരിക്കുക, ഡോക്ടറെ സമയമായോ, എന്തൊരു ആവേശത്തോടെ അവർ വിളിക്കുന്നത്. നമ്മളാണെങ്കിൽ 30 ആകാൻ നോക്കുവോ, 29,500 ആകുമ്പോൾ തന്നെ വണ്ടി കൊണ്ടേ കൊടുക്കുക, എന്തോ വലിയ സംഭവം നടക്കാൻ പോകുന്നു. അല്ലെങ്കിൽ നമ്മുടെ എല്ലാ മെറ്റീരിയലിസ്റ്റിക് ആയ സാധനത്തിനെയും നമ്മൾ എത്ര കണ്ട് സ്നേഹിക്കുന്നു. ഇവൻ ലാപ്ടോപ്പ് ആണെങ്കിലും മൊബൈൽ ആണെങ്കിലും തുടച്ച് തൂത്ത്. പക്ഷെ നമ്മുടെ ശരീരത്തെ നമ്മളെ എന്തോരം ഓവർ ടാക്സ് ചെയ്യുന്നു. പ്രധാനമായിട്ടും ഇനിയുള്ള അടുത്തത് ജീവിത ശൈലി രോഗങ്ങളെ നമുക്ക് എങ്ങനെ തടുക്കാം. ഈ തടുക്കലിലൂടെ നമുക്ക് നമ്മുടെ സമയം എത്രയാ, 10:30 വരെ. എത്ര സമയമായോ? കുഴപ്പമില്ല ഡോക്ടറെ, നമുക്ക് ഇപ്പോൾ ഇവിടെ നാട്ടിലെ 10:30, ഇവിടെ വലിയ കുഴപ്പമില്ല. മടുത്തോ? ഇല്ലില്ല, ഞാനത് പറയാൻ തുടങ്ങുമായിരുന്നു. ഇത് തുടങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ. ഇപ്പൊ സമയം നോക്കിയപ്പോഴാണ് ഇവിടെ വരെ എത്തിയെന്ന് മനസ്സിലായത്. ഇനി ഇത് കേട്ട്, ഇതിനെക്കൂടെ കേട്ട് ഓവർ ദ ഹെഡ് OHB ആയിട്ട് പോകരുത്. ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ കയറി പോകരുത്. ഇതിന് ഇടയ്ക്ക് നിൽക്കണം. ഇതിന്റെ ഇടയ്ക്ക് ഞങ്ങളെ ഡോക്ടർമാരെ പറഞ്ഞ് കളിയാക്കാറുണ്ട്, നിങ്ങളെ ഈ സ്റ്റെതസ്കോപ്പ് അല്ല, ഇൻ ബിറ്റ്വീൻ 2 ഇയർ പീസിനുള്ള സാധനമാണ് ഏറ്റവും പ്രധാനം എന്ന് പറയാറുണ്ട്. സ്റ്റെതസ്കോപ്പ് 2 ചെവിക്കും വെക്കും, അതല്ല പ്രധാനം, നടുക്കുള്ള സാധനം. അപ്പൊ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കേട്ട് അത് നമ്മുടെ തലച്ചോറിൽ സ്റ്റോർ ചെയ്യണം. എന്നിട്ട് അതിനെ നമ്മൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ വേണ്ടി, ഇന്ന് കേട്ട് നാളെ കേട്ടു നല്ല ക്ലാസ് ആയിരുന്നു തീർന്നു, അതല്ല. ഞാനും അതാ ഉദ്ദേശിക്കുന്നത്. എന്നോട് ഡോക്ടർ നല്ല ക്ലാസ് എടുത്തെന്ന് പറഞ്ഞിട്ട് ഒരു പ്രയോജനവും ഇല്ല. നാളെ എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം, ഒറ്റ മാറ്റം എന്ന് പറഞ്ഞാൽ, ഞാൻ ഒറ്റ ഉദ്ദേശം, 2 ലിറ്റർ വെള്ളം കുടിക്കുക ഫസ്റ്റ്. പല രീതിയിലുള്ള സ്ട്രോക്കിന് കുറവുണ്ടാവും. അത് രാവിലെ വെള്ളം കുടിക്കുക, ഉച്ച കഴിഞ്ഞ് വെള്ളം കുടി കുറയ്ക്കുക, വൈകുന്നേരത്തോടെ തീർത്തും വെള്ളം കുടിക്കാതിരിക്കുക. രാത്രിയിൽ മൂത്രം ഒഴിക്കാൻ പോയി കഴിഞ്ഞാൽ ഉറക്കം ശരിയാകത്തില്ല. ഉറക്കം ശരിയായില്ലെങ്കിൽ എല്ലാ സ്ട്രോക്കും. അപ്പം 6-6.5 മണിക്കൂർ ഉറക്കമില്ലാത്തൊരു ജീവിതം ഇല്ല. വേറെ ഒന്നും നിങ്ങൾ വേണ്ട. വെള്ളം കുടിക്കുന്നു, രാത്രിയിൽ നന്നായിട്ട് ഉറങ്ങുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, 1/2 മണിക്കൂർ, ഞാനും ചെയ്യാൻ മടിക്കുന്ന കാര്യമാണ്, 1/2 മണിക്കൂർ ശരീരം ഒന്ന് അനക്കി കഴിഞ്ഞാൽ നമ്മുടെ ഡിപ്രഷൻ വരെ കുറയുമെന്നാണ് പറയുന്നത്. കാരണം ഡോപ്പമിൻ എന്നുള്ള ഹോർമോണ്, സെറട്ടോണിൻ എന്നുള്ള ഹോർമോണ് ഒത്തിരി പ്രയോജനം ചെയ്യും. 1/2 മണിക്കൂർ രാവിലെ. പലരും ഇന്നും എന്നെ കാണാൻ വന്ന രോഗി പറഞ്ഞു, 10:30 ആകുമ്പോൾ ഉറങ്ങുന്നതിന് മുമ്പാ ഞാനൊന്ന് എക്സസൈസ് ചെയ്യുന്ന, അപ്പോഴൊന്ന് സമയം കിട്ടുന്നത്. പക്ഷെ അവിടെ നമ്മൾ ബോഡിയെ സ്റ്റിമുലേറ്റ് ചെയ്യുക. പിന്നെ പോയി നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ഉറക്കം കറക്റ്റ് ആകത്തില്ല. അപ്പൊ എല്ലാവർക്കും ബുദ്ധിമുട്ടാണെങ്കിലും 1/2 മണിക്കൂർ ആഴ്ചയിൽ 3 അല്ലെങ്കിൽ 5 ദിവസം, എല്ലാ ദിവസവും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പൊ പാടാണ്, മുട്ടുവേദന ഉണ്ടെങ്കിൽ പോലും കൈ, കാല്, തല, നമ്മുടെ ബോഡി കൊണ്ട് നമുക്ക് എക്സസൈസ് ചെയ്യാം. നമ്മുടെ ബോഡി കൊണ്ട് നമ്മുടെ ബോഡി ബാക്കിലേക്ക് ആക്കുക, മുന്നോട്ടാക്കുക, സൈഡിലേക്ക് ആക്കുക. ഇതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടൊന്നുള്ള കാര്യമല്ലല്ലോ.
എല്ലാ ജോയിന്റും ഒന്ന് അനക്കാൻ മേലെ. ഇതൊക്കെ രക്തോട്ടം നമുക്ക് കുറയ്ക്കുക, ഹാർട്ട് ബീറ്റ് കുറയ്ക്കും ഇത് കഴിയുമ്പോൾ. ശരിക്കും പറഞ്ഞാൽ 5 ദിവസം നിങ്ങളത് ചെയ്ത് നോക്കി, അടുത്ത തിങ്കളാഴ്ച നിങ്ങൾ എന്തോ ഒരു ഫ്രഷ് ആയിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. 3 നിലയുള്ള സ്റ്റെപ്പ് ഓടി കയറുമ്പോൾ ലിഫ്റ്റ് ഉപയോഗിക്കുകയും ചെയ്യരുത്. ലിഫ്റ്റ് ഉപയോഗിക്കാതെ 5 നിലയുള്ള സ്റ്റെപ്പ് ഒന്നും. ഞങ്ങളുടെ മാസേവയില് 6ാം നിലയിൽ ചെല്ലുമ്പോൾ ഞാനും ഇപ്പൊ കഥയ്ക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ ആലോചിച്ചു, പ്രായം കൂടി വരിക, അപ്പൊ വീണ്ടും വീണ്ടും ലിഫ്റ്റ് ഉപയോഗിക്കാനുള്ള സാധ്യത കുറച്ചുകൊണ്ടിരിക്കുക. കയറ്റം കയറണം. സ്റ്റെപ്പ് കയറും തോറും നമുക്ക് നമ്മുടെ ഹൃദയത്തിന്റെ ലങ്സിനും കപ്പാസിറ്റി കൂടുക. അപ്പൊ നമ്മൾ പറഞ്ഞു, രാവിലെ എക്സസൈസ് ചെയ്യുന്നു, ഉറങ്ങുന്നതിന് മുമ്പ് മൊബൈലോ ടിവിയോ നെഗറ്റീവ് വാർത്തകളോ കേൾക്കരുത്. നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാലോ. ഇപ്പൊ ലോകത്തിലെ നമ്മളെ തകർക്കാൻ വേണ്ടി ഇഷ്ടം പോലെ നെഗറ്റീവ് വാർത്തകളുണ്ട്. ഈ നെഗറ്റീവ് വാർത്തകൾ അനാവശ്യമായിട്ട് കേട്ട് നമുക്ക് സാധ്യതയുള്ളതും സാധ്യത ഇല്ലാത്തതും വാർത്ത കേട്ടാൽ എന്താ പറ്റുന്നത്? അതിനകത്തുള്ള ആന്റി ഓക്സിഡന്റ് സ്ട്രെസ് നമ്മുടെ ഹോർമോൺ രാത്രി കിടക്കുന്ന പറയുന്നത്. അത് നമ്മുടെ ഉറക്കത്തില് നമ്മുടെ സ്വപ്നമായിട്ടോ നമ്മുടെ ബുദ്ധിമുട്ടായിട്ടോ ഹാർട്ട് ബീറ്റ് കൂടുന്നതായിട്ടോ, അല്ലെങ്കിൽ 3 മണിക്ക് BP കൂട്ടും. അതുകൊണ്ട് ഏർലി മോർണിംഗിലാണ് ഏറ്റവും കൂടുതൽ സ്ട്രോക്ക് വരുന്നത്, ഏർലി മോർണിംഗിൽ. അപ്പൊ അതുകൊണ്ട് അത് ഇങ്ങനത്തെ മോശമായ വാർത്തകളോ നമുക്ക് ആവശ്യമില്ലെങ്കിൽ എന്ത് ഈ വാർത്തകൾ കേൾക്കണം? നമുക്ക് അതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെങ്കിൽ ഇത് കേട്ട് സങ്കടപ്പെട്ട് മറ്റൊരു പറഞ്ഞ് സങ്കടപ്പെടുന്ന ആവശ്യമൊന്നും ഇല്ലല്ലോ. ഇപ്പൊ നെഗറ്റീവ് വാർത്തകൾ, അനാവശ്യമായ വാർത്തകൾ ഒഴിവാക്കുക. കിടക്കുന്നതിന് 1/2 മണിക്കൂർ മുമ്പ്. നമ്മളിപ്പോ എന്താ ഫോൺ ഉപയോഗിച്ച് കേട്ട് കുറെ വാട്സാപ്പിൽ മെസ്സേജ് വെച്ച് ഗുഡ് നൈറ്റ് വെച്ചിട്ടാണ് കിടക്കുന്നത്. ആ ഗുഡ് നൈറ്റ് നമുക്കുണ്ടോ? ഈ കാണുന്ന ആൾക്കാർക്ക് ഗുഡ് നൈറ്റ് ഉണ്ടോ? ഇല്ല. അപ്പൊ 1/2 മണിക്കൂർ കിടക്കുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക. ഒരു ബുക്ക് വായിക്കുകയോ അല്ലെങ്കിൽ ഡിം ലൈറ്റിൽ നമ്മുടെ നാളത്തെ പറ്റിയുള്ള കാര്യത്തെ പറ്റി ഇത് എഴുതുകയോ, അല്ലെങ്കിൽ എന്തെങ്കിലും. ഇപ്പൊ ഞങ്ങൾ ചെയ്യാറുള്ളത് സങ്കീർത്തനങ്ങൾ 91 വായിച്ച് ഒന്ന് ശാന്തമായിരുന്ന് 16 വാക്കുണ്ട് അതൊന്ന് വായിച്ച് ഉറങ്ങി ഒന്ന് റിലാക്സ്ഡ് നമ്മള് കൂളിംഗ് ടൗൺ എന്ന് പറയത്തില്ലേ, വണ്ടി നിർത്തുമ്പോൾ പോലും വണ്ടി പെട്ടെന്ന് നിർത്താൻ പാടില്ല, ഒന്ന് നിർത്തി സർക്കുലേഷൻ മാറ്റിയിട്ട് നിർത്താവുള്ളൂ എന്ന് പറയുന്നത്. വണ്ടിക്ക് നല്ലതാണെന്ന് പറയാറുള്ളത്. അതുപോലെ ഒന്ന് കൂൾ ഡൗൺ ചെയ്തിട്ടേ ഉറങ്ങാവുള്ളൂ. ഒന്ന് ശ്രമിച്ചു നോക്കുക. വൈകിട്ട് ചായയും കാപ്പിയും കുടിക്കരുത്, അത് മസ്റ്റായിട്ട്. പുകവലി ഉള്ളവര് വളരെ വളരെ മെറ്റിക്കുലസ്ലി നമ്മൾ നിർത്തിക്കോളൂ. മദ്യപാനത്തെക്കാളും 10 ഇരട്ടി പുകവലിയാണ്. മദ്യപാനവും എന്തായാലും തലച്ചോറിന്റെ കോശങ്ങളെ നശിപ്പിക്കും. കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള സാധനമാണ് നമ്മുടെ തലയിൽ ശരീരത്തിൽ ഇരിക്കുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ വെള്ളം കുടിക്കുന്നു, 6 മണിക്കൂർ ഉറങ്ങാൻ നോക്കുന്നു. അടുത്ത ഒരു കാര്യം, സമയമെടുത്ത് ഭക്ഷണം കഴിക്കുക. സമയമെടുത്ത്. ഞാൻ ഒന്നും ചെയ്യാത്ത കാര്യമാണ്, രാവിലെ ഒരു 1/2 മണിക്കൂർ അല്ലെങ്കിൽ 10 മിനിറ്റെങ്കിലും എടുത്ത് ഓരോ ഭക്ഷണവും ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുക. ഇപ്പൊ നാട്ടിലാണെങ്കിൽ നമ്മൾ പറയും മുരിങ്ങയില, ചീര, വാഴച്ചുണ്ട്, വാഴപ്പിണ്ടി, കപ്പളങ്ങ, ഈ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും വെച്ച് അധികം എണ്ണയില്ലാതെ അധികം ഉപ്പില്ലാതെ ഭക്ഷണം കഴിക്കുക. സമയമെടുത്ത്. പകുതി ദഹനം നടക്കുന്നത് വായിക്കാത്ത. പകുതി ദഹനം. നമ്മൾ ഇതൊന്നും ഇല്ലാതെ എപ്പോ ജീവിക്കാന്നാ ഓർക്കുന്നത്? ഇതെല്ലാം കഴിക്കാറാകുമ്പോഴത്തേക്കും നമുക്ക് ഷുഗർ ആവും, പ്രഷർ ആവും, കൊളസ്ട്രോൾ ആവും, ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇപ്പൊ ഉള്ള സമയത്ത് അളവ് കുറച്ച് ഭക്ഷണം കൂടുതൽ കഴിച്ചാൽ ആയുസ് കുറയും. കാരണം നമ്മുടെ ദൈവം നമുക്ക് തന്ന ഒരു റേഷൻ ഉണ്ട്. അത് തീർന്നു കഴിഞ്ഞാൽ നമ്മൾ മരിക്കത്തില്ല. നമ്മുടെ ആയുസ് എത്താതെ മരിക്കത്തില്ല. പക്ഷെ നമുക്ക് ട്യൂബിക്കോടെയോ അരച്ചോ അല്ലെങ്കിൽ ഉപ്പ് കഴിക്കാൻ പറ്റത്തില്ല, പഞ്ചസാര കഴിക്കാൻ പറ്റത്തില്ല, കൊഴുപ്പ് കഴിക്കാൻ പറ്റത്തില്ല, ഇറച്ചി കഴിക്കാൻ പറ്റത്തില്ല, കിഡ്നിക്ക് പ്രശ്നം ഉണ്ടാവും. നമ്മുടെ ആയുസ് നമ്മുടെ ഇപ്പോൾ 80 വയസ്സാണ്, 80 വയസ്സ് വരെ നമ്മൾ ജീവിക്കും. പക്ഷെ 70 വയസ്സോട്ട് നമ്മുടെ ഫുഡ് കുറയ്ക്കപ്പെടും. നമ്മളിപ്പോ ഒത്തിരി ഭക്ഷണം കഴിച്ചാല്, ഒത്തിരി ഇറച്ചി കഴിച്ചാല്, സമയത്തില്ലാതെ ആൾക്കാരുടെ മിണ്ടി അവിടെ ഇവിടെ ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ ലോകത്തിൽ കഴിക്കാനുള്ള ഭക്ഷണം തീർന്നാൽ നമ്മൾ ഇങ്ങനെ റൈസ് ട്യൂബ് ഇട്ട് ഒരു അവസ്ഥയായിട്ട് കിടക്കേണ്ടി വരും. അതാണ് ഒഴിവാക്കേണ്ടത്. ആയുസ് കൂട്ടാനൊന്നും നമുക്ക് ആർക്കും പറ്റത്തില്ല. അവസാന സമയങ്ങളിൽ നമുക്കൊരു എനർജിയോടെ, ആരോഗ്യത്തോടെ, ഓർമ്മയോടെ നിൽക്കാൻ വേണ്ടി നമ്മൾ ഇത് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നു. മദ്യപാനം, പുകവലി, വ്യായാമക്കുറവ്, പിന്നെ ഉള്ളത് ഈ സ്റ്റിമുലന്റ്, പിന്നെ അമിതമായ ഷുഗർ കൊക്കൈനേക്കാളും അപകടമാണെന്നാണ് പറയുന്നത്. മധുരം, നമ്മളത് അഡിക്ഷനാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഉള്ളത് ഈ ഇറച്ചി, റെഡ് മീറ്റ്, ഓവർ റെഡ് മീറ്റ് നമ്മളെല്ലാരും കഴിക്കുന്ന, പാലക്കാട് പ്രത്യേകിച്ച് പന്നിയും പോത്തും ഒക്കെ കഴിക്കുന്നതിന് ഒരു അളവില്ല. നല്ല കുരുമുളക് പൊട്ടിച്ച് കഴിക്കുമ്പോൾ നമ്മൾ പിന്നെയും കഴിച്ചു പോകും. അതിന്റെ കൂട്ടത്തിൽ ഇച്ചിരി സാധനം ഉണ്ടെങ്കിൽ പിന്നെയും ടേസ്റ്റ് കഴിച്ചു പോകും. പക്ഷെ അറിയില്ല നമ്മൾ കഴിക്കുന്ന, എപ്പോഴും രാത്രിയിലാണ് ഭക്ഷണം കഴിക്കുന്നത്. ഈ നൈറ്റ് ഫുഡ് ഡയറക്റ്റ് ആയിട്ട് അഡിപ്പോസൈറ്റിൽ പോയിട്ട് സ്റ്റോർ ചെയ്യുക ഫാറ്റായിട്ട്.
അത് അടുത്ത ദിവസം നമ്മുടെ ശരീരത്തിൽ കുടലുകളിലും ചുറ്റുവട്ടം എല്ലാം കൊഴുപ്പായിട്ട് അടിഞ്ഞുകൂടുക. അപ്പൊ വൈകുന്നേരം ശരിക്കും പറഞ്ഞാൽ 7 മണി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ പാടില്ല. അത് നമുക്ക് പുറത്ത് പറ്റുന്ന കാര്യമല്ല, എങ്കിലും അത് ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ പുറത്തെ യൂറോപ്യൻസിനെ പറ്റി പറയുമ്പോൾ അവര് 4 മണിക്കൂർ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി, അല്ല, ഒരു അരമണിക്കൂർ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി 4 മണിക്കൂർ കൊണ്ട് കഴിക്കും. നമ്മൾ മലയാളികള് 4 മണിക്കൂർ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി അരമണിക്കൂർ കൊണ്ട് കഴിച്ചു തീർക്കും. അവർ വളരെ കുറച്ച് ഭക്ഷണത്തിന് വേണ്ടി സമയം കളയത്തുള്ളൂ, പക്ഷെ അവർ സമയം എടുത്ത് എല്ലാവരോടും വേണ്ടി കുറച്ചേ കഴിക്കത്തുള്ളൂ. ഇപ്പൊ ഈ ഒരു കാര്യം, ഭക്ഷണ ക്രമീകരണം, വ്യായാമം, ഉറക്കത്തെ പറ്റി എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ സ്ക്രീൻ ടൈം, അഡൽട്ട് സ്ക്രീൻ ടൈം ഇപ്പോൾ വളരെ വളരെ ലെവലിൽ മോശമായിക്കൊണ്ടിരിക്കുക. 1 മണിക്കൂറിൽ കൂടുതൽ ഒരു ദിവസം നമ്മൾ സ്ക്രീൻ ടൈം ഉപയോഗിച്ചാൽ ഡിമെൻഷ്യ വരുമെന്ന് പറയുന്നത്, മൊബൈൽ ഉപയോഗിച്ചാൽ. പക്ഷെ നമ്മളിപ്പോൾ എത്ര നേരം സ്ക്രീൻ, ഇപ്പൊ തന്നെ നമ്മൾ ഇപ്പൊ ക്ലാസ് കേൾക്കാൻ തന്നെ ഒരു 1.25 മണിക്കൂറായി. ഈ സ്ക്രീൻ നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനത്തെ ഒത്തിരി, അപ്പൊ കഴിവതും ഒരു റൂള് പറയുന്നു 20-20-20. 20 മിനിറ്റ് സ്ക്രീൻ കണ്ടാല് 20 മീറ്റർ ദൂരെയുള്ള ഒരു പച്ചപ്പ് സ്ഥലത്തേക്ക് 20 സെക്കൻഡ് ദൂരെ കണ്ണിന് റിലാക്സേഷൻ കൊടുക്കുക. അപ്പൊ അവസാനമായിട്ട് 2-3 വാക്കുകൾ തലച്ചോറ്, കണ്ണ്, ചെവി, വായ, ശരീരം എല്ലാത്തിനും റെസ്റ്റ് ആവശ്യമുണ്ട്. പ്രോപ്പർ റെസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഒരു 15-20% വരെ അസുഖം കുറയും. അതുകൊണ്ട് ആ 7-ാം ദിവസം ഒരു വർക്കും ചെയ്തെന്ന് ദൈവം തന്നെ പറഞ്ഞിരിക്കുന്നത്. റെസ്റ്റ് മസ്റ്റ് ആയിട്ടും, ഇല്ലെങ്കിൽ നമ്മൾ RIP ആവും, റെസ്റ്റിംഗ് പീസ് ആവും, ഉറപ്പാ, പെട്ടെന്ന്. ഓക്കെ, അപ്പൊ അവസാന 2-3 കാര്യങ്ങളിലേക്ക് പെട്ടെന്ന് പറയാം. സ്ട്രോക്ക് പറഞ്ഞു, ഹെമറാജിക്ക്, ഇസ്കീമിക്ക് 85-15% കാരണങ്ങൾ പറഞ്ഞു, മോഡിഫയബിൾ, നോൺ മോഡിഫയബിൾ പറഞ്ഞു. പിന്നെ ലക്ഷണങ്ങൾ, ബി ഫാസ്റ്റ്, നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കുന്നു. ലക്ഷണം കണ്ടാൽ നമ്മൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകുന്നു. പ്രഷർ, കൊളസ്ട്രോൾ, ഷുഗർ ചെക്ക് ചെയ്യാൻ നമ്മൾ തന്നെ പഠിക്കുന്നു. ഒരു ഹെൽത്ത് കാർഡ് നമ്മൾ ഉണ്ടാക്കുന്നു. കൃത്യമായി ഡോക്ടറോട് പറയുന്നു. ഡോക്ടർ പറയുന്നത് ജസ്റ്റ് ബിലീവ് ഇൻ ഗോഡ് ആൻഡ് ബിലീവ് ഇൻ ഡോക്ടർ ഓൾസോ. അവരെ വിശ്വസിക്കുക. ഒത്തിരി കാര്യം സംശയം വെക്കാതിരിക്കുക. സംശയം മനസ്സിലും ചഞ്ചല ഹൃദയിലും ഒന്നും ദൈവത്തിന് കിട്ടത്തില്ലെന്നാണ് പറയുന്നത്. ഒത്തിരി സംശയം വെച്ചാലും നമുക്കൊന്നും കിട്ടത്തില്ലെന്നാണ് ബൈബിളിൽ തന്നെ പറയുന്നത്. ഇപ്പൊ സംശയിക്കരുത്. ഡോക്ടർമാരെ ഒന്നും ഒരിക്കലും മെഡിക്കൽ ഫീൽഡ് കേരളത്തിലുള്ള, എസ്പെഷ്യലി കേരളത്തിലുള്ള ഒരു ഡോക്ടേഴ്സും ഇപ്പൊ എന്റെ അറിവില് നിങ്ങളെ ഒരു മെഡിക്കൽ ഒരു രോഗിയെ ചികിത്സിക്കുന്നത് ഫിനാൻഷ്യലോ പേഴ്സണൽ ഗെയിനോ വേണ്ടി അല്ല. ഉറപ്പ്, 100%. ഞാൻ നെഞ്ചിൽ തന്നെ വെച്ച് പറഞ്ഞാൽ പേഴ്സണൽ ഗെയിനു വേണ്ടിയോ ഫിനാൻഷ്യൽ ഗെയിനു വേണ്ടി അല്ല. പ്രോട്ടോകോൾ ഉണ്ട്, എല്ലാത്തിനും നിയമപരമായ പ്രോട്ടോകോൾ ഉണ്ട്. ആ പ്രോട്ടോകോൾ അനുസരിച്ചേ എല്ലായിടത്തും ട്രീറ്റ്മെന്റ് ഉള്ളൂ. പ്രത്യേകിച്ചും നമ്മുടെ മാസ്റ്റിവായാലും സ്ട്രോക്കിന് ആണെങ്കിൽ തന്നെ പ്രത്യേകം ഒരു പ്രോട്ടോകോൾ, ഇന്ന അസുഖം വന്നാൽ ഇന്നത് ചെയ്യണം. ആകപ്പാടെ ചെയ്യുന്നത് ഇത് കാരണം കണ്ടെത്താൻ വേണ്ടി കുറച്ച് ടെസ്റ്റുകൾ ചിലപ്പോൾ അമിതമായിട്ട് ചെയ്യേണ്ട വരുമായിരിക്കാം, ചില ക്യാൻസർ, ചില കാര്യങ്ങളൊക്കെ. അതല്ലാതെ ഒരിക്കലും ഒരു അമിതമായ ടെസ്റ്റുകൾ ചെയ്യത്തില്ല. കാരണം കണ്ടെത്താനുള്ള ടെസ്റ്റുകൾ പ്രധാനമാണ്. അതാണെങ്കിലേ നമുക്ക് ഏത് മരുന്ന് കൊടുക്കണമെന്ന് അതിലൂടെ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഒത്തിരി സന്തോഷം, നിങ്ങൾ എല്ലാവരും വളരെ ക്ഷമയോടെ കേട്ടു എന്ന് വിചാരിക്കുന്നു. ഇതൊരു വലിയൊരു വാസ്റ്റ് ടോപ്പിക്കാണ്. ഞാൻ യൂറോപ്പിൽ പോയും സ്ട്രോക്കിന് വേണ്ടി ഒരു ട്രെയിനിങ് എടുത്തതാണ്. യൂറോപ്യൻ ഡിപ്ലോമയിൽ ഒരു സ്ട്രോക്കിന് കോഴ്സ് എടുത്തതാണ്. അപ്പൊ അവിടെയൊക്കെ അവരെല്ലാരും പറയുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, ഫാമിലി ഹിസ്റ്ററി പ്ലസ് ഏജ് പ്ലസ് നമ്മുടെ ബോഡി സ്ട്രെസ്, ഓവർ സ്ട്രെസ്. നമുക്ക് എടുക്കാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ ഭാരം എടുത്താല് അത് ഹൃദയത്തിന് ഒത്തിരി ഭാരം ഉണ്ടാവും, തലച്ചോറിനും ഭാരം ഉണ്ടാവും. അപ്പൊ അവരതുകൊണ്ടാണ് വീക്കെൻഡ്സ് ഒക്കെ ഒത്തിരി വളരെ റിലാക്സ് ചെയ്ത് ആഘോഷിക്കുന്നത്. നമ്മൾ മലയാളികൾ ഒരിക്കലും ഒരു വീക്കെൻഡ് സന്തോഷത്തോടെ ആഘോഷിച്ചതായിട്ട് നമ്മുടെ നാട്ടിൽ കേട്ടിട്ടില്ല. അപ്പൊ ആ ഒരു റിലാക്സേഷനും എല്ലാ രീതിയിലും ഇപ്പൊ ഇതുപോലെയുള്ള സമ്മേളനങ്ങള്, ഈ ഫെലോഷിപ്പുകള്, ഈ ഒരു കൂട്ടായ്മ, ഇതൊരു കൂട്ടായ്മ ഒരു സ്ട്രെസ്ഫുൾ ആകരുത് ഒരിക്കലും. എന്ത് ഉത്തരവാദിത്തങ്ങളും എന്ത് സംഭവങ്ങളും സ്ട്രെസ്ഫുൾ ആകരുത്. അത് സ്ട്രെസ് റിലീവ് ചെയ്യാനുള്ള ഒരു മാർഗമായി നമ്മളും ഇടപെട്ടുള്ളൂ. ഞാനിത് ക്ലാസ് എനിക്ക് ഭയങ്കര സ്ട്രെസ് ആയത് അല്ലെങ്കിൽ ഇത് വളരെ ഭംഗിയോടെ എടുക്കണമെന്ന് ആലോചിക്കുമ്പോൾ എന്ത് പറ്റും? എന്റെ BP കൂടും, എന്റെ ഹൃദയത്തിന് പ്രശ്നം ഉണ്ടാവും. അതല്ല, ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും, എനിക്കും നിങ്ങൾക്കും എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടണമെന്ന് ഓർത്ത് ചെയ്യുമ്പോൾ അതിനൊരു സ്ട്രെസ്സും ഇല്ല, തന്നെ കാര്യങ്ങൾ വരും. അതുപോലെ എല്ലാ കാര്യങ്ങളും അതിന്റെ സമയത്ത് കൃത്യമായിട്ട് നടക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഈ PDMAയിലെ ഈ എല്ലാ അംഗങ്ങൾക്കും ഭാരവാഹികൾക്കും അറേഞ്ച് ചെയ്ത എല്ലാവർക്കും നമ്മുടെ ശ്രീരാജിനൊക്കെ നന്ദിയോടെ ഓർക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളെ കണിയൊടിക്ക് അച്ഛനെ, ഞങ്ങൾ വളരെ സ്നേഹത്തോടെ ഞങ്ങളെല്ലാം കരുതലോടെ കാണുന്ന അച്ഛനെയും, പിന്നെ പല പ്രാവശ്യം മെസ്സേജ് അയച്ച ഞങ്ങളെയൊക്കെ വോട്ട് ചെയ്ത് വെള്ളി പള്ളജാലിന്റെ അച്ഛനെയൊക്കെ
ഒത്തിരി സന്തോഷത്തോടെ സ്നേഹത്തോടെ ഓർക്കുന്നു. നിങ്ങൾക്ക് എന്ത് ഇപ്പം ആശ്രയപാല വന്നാൽ 100% ഞങ്ങളെ ഡോക്ടർമാരുടെ നിലയ്ക്ക് ഞങ്ങൾ ഉള്ളിടത്തോളം കാലം വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് വരുന്ന സംശയങ്ങളും പറ്റുന്നത്തോളം ഡയഗ്നോസിസൊക്കെ മിസ്സായി പോകാം. ഒരിക്കലും അപ്പച്ചൻ പറഞ്ഞ പോലെ തന്നെ, ഫസ്റ്റ് പറഞ്ഞ പോലെ, ഒരിക്കലും ഈ സേവന മേഖല എന്ന് പറഞ്ഞാൽ 100% ആയിട്ട് ഒരിക്കലും നമുക്ക് അവർക്ക് ഒരിക്കലും കൊടുക്കാൻ പറ്റത്തില്ല. എല്ലാവർക്കും കൈ തളർന്നു പെട്ടെന്ന് ഒരു മരുന്ന് കൊടുത്തു മാജിക് ആയിട്ട് പൊങ്ങണം, അങ്ങനെ ഒരിക്കലും നമുക്ക് സാധിക്കുന്നതല്ല. പക്ഷെ ആത്മാർത്ഥതയോടെ എത്രയും പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്ത് എല്ലാ അത്യാവശ്യ എക്യുപ്മെന്റ്സ്, അനാവശ്യമായ ടെസ്റ്റുകളില്ലാതെ ട്രീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഒന്ന് ചോദിക്കാം. എൻ്റെ അറിവിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിൽ സന്തോഷമേ ഉള്ളൂ. അപ്പോൾ ഒത്തിരി സന്തോഷത്തോടെ ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് നീങ്ങുന്നു. താങ്ക് യു ഡോക്ടർ. ഞാൻ ഈ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, നമ്മൾ സാധാരണ ഒത്തിരി പ്രസൻറ്റേഷൻസ് ക്ലാസ്സുകൾ കൂടാറുണ്ട്, ചിലപ്പോൾ വീഡിയോ കാണിച്ച് അല്ലെങ്കിൽ ഒരു PPTയോട് കൂടിയൊക്കെ. പക്ഷേ അതൊന്നും ഇല്ലാതെ ഇത്ര എഫക്റ്റീവായിട്ട് ഈ അടുത്ത കാലത്ത് ഞാനൊരു ക്ലാസ് ഇങ്ങനെ കൂടിയിട്ടില്ല. കാരണം ഒരു പ്രസൻറ്റേഷൻ കാണുന്നതിലും നന്നായിട്ട് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും ഡോക്ടറുടെ ജസ്റ്റേഴ്സും അല്ലെങ്കിൽ അത് പറഞ്ഞു തന്ന രീതിയും. എനിക്ക് എല്ലാവരുടെയും അഭിപ്രായം അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പറഞ്ഞ കാര്യങ്ങളിൽ വ്യക്തതയ്ക്ക് ഒരു കുറവുമില്ലായിരുന്നു. നമുക്ക് നന്നായിട്ട് വിഷ്വലൈസ് ചെയ്യാൻ പറ്റി. ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരുമാതിരിപ്പെട്ട എല്ലാവരുടെയും മനസ്സിൽ കൃത്യമായിട്ട് പതിഞ്ഞിട്ടുണ്ടാവുമെന്നും വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇത്രയും കൃത്യതയോടുകൂടി പറഞ്ഞത് ഒരു വല്ലാത്തൊരു ദൈവാനുഗ്രഹം തന്നെയാണ്, ഞങ്ങളുടെയും ഭാഗ്യം. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് കിടക്കാം. അപ്പോൾ ചോദ്യം ചോദിക്കുന്നതിന് ആൾക്കാരെ നമ്മൾ എൻകറേജ് ചെയ്യുന്നു. കുറച്ച് നന്നായിട്ട് പ്രിപ്പയർ ആയിട്ട് വളരെ വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ചോദിക്കുന്നവർ വീഡിയോ ഓൺ ചെയ്ത് ഐഡന്റിറ്റി പറഞ്ഞതിന് ശേഷം ചോദിച്ചാൽ അത് കേൾക്കുന്നവർക്കും പറയുന്ന ഡോക്ടർക്കും അതൊരു കൺവീനിയൻ്റ് ആയിരിക്കും. കാരണം അപ്പോഴാണ് അതിനൊരു നല്ലൊരു ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ വരിക. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് നിങ്ങൾക്കുള്ള സംശയങ്ങൾ ചോദിച്ചു തുടങ്ങാം. നമസ്കാരം. എല്ലാവരുടെയും അനുഭവത്തോട് ചോദിച്ചോട്ടെ? യെസ്, പ്രൊസീഡ് ചെയ്തോളൂ. ഗുഡ് ഈവനിങ് ടു ഓൾ. എൻ്റെ പേര് ചെസിൽ ചെറിയാൻ കബീർ. രാമപുരമാണ്, പാലാ രാമപുരം സ്വദേശിയാണ്. കുവൈറ്റിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. ആദ്യമായിട്ട് ഞങ്ങളെ പ്രവാസികളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അക്ഷീണമായിട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ വെള്ളച്ചാലിൽ അച്ഛനോടും, അതുപോലെ മസ്ലയുടെ നമ്മുടെ കനിയോടിക്കൽ അച്ഛനോടും, അപ്പോൾ നമ്മുടെ മിഡിൽ ഈസ്റ്റ് കോർഡിനേറ്റർ ശ്രീ സിവി പോളിനോടും നമ്മുടെ ശ്രീരാജിനോടൊക്കെ പ്രത്യേകം നന്ദി പറയുകയാണ്. അതുപോലെ ഏറ്റവും ലളിതമായിട്ട് സാധാരണക്കാരുടെ ഭാഷയിൽ മനസ്സിലാക്കുന്ന രീതിയിൽ വളരെ അർത്ഥവത്തായ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി തന്ന ഡോക്ടറോട് എത്ര എന്ന് പറഞ്ഞാൽ മതി വരില്ല. നമുക്ക് ഈ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി തന്നത് PDMയും തീർച്ചയായിട്ടും മാർസിലിയ ഹോസ്പിറ്റലുമാണ്. അപ്പൊ ഈ സബ്ജക്റ്റിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് മാർസിലിയ ഹോസ്പിറ്റല് പാലാരൂപത മാത്രമല്ല, പാലായിലുള്ള അല്ലെങ്കിൽ സമീപപ്രദേശങ്ങളുള്ള ജാതി മതത്തിന് അതീതമായിട്ടുള്ള എല്ലാവരുടെയും ഒരു അത്താണിയായിട്ട്, ഒരു അഭിമാന സ്തംഭമായിട്ട് കണക്കാക്കുന്ന ഒരു സംരംഭമാണ്. അപ്പൊ ആ ഹോസ്പിറ്റലിനെതിരെ ഉണ്ടായ ഒരു ചെറിയ സംഭവം, നമ്മൾ ഈ കാര്യങ്ങൾ ഇന്നത്തെ ഈ ഒരു സെഷൻ പ്ലാൻ ചെയ്യുന്ന മുന്നേ അല്ല, അതിന് ശേഷമാണ് ഒരു 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 നിർഭാഗ്യവശാൽ ചില കാര്യങ്ങൾ ഉണ്ടായത്. അപ്പൊ അതിൽ പറഞ്ഞു തുടങ്ങാം എന്ന് ആഗ്രഹിക്കുന്നു. മറ്റൊന്നുമല്ല, നമ്മളിപ്പോൾ ഇവിടെയുള്ള ഓരോരുത്തരും ഒരു വാരിയേഴ്സാണ്, ഒരു സോൾജേഴ്സാണ്. നമ്മുടെ അതിന് ജാതി മതമൊന്നുമില്ല. നമ്മുടെ ആ പ്രദേശത്തിന്റെ ഒരു അത്താണിയായിട്ടുള്ള ഈ ആശുപത്രിക്കെതിരെ നടക്കുന്ന നീക്കത്തിനെതിരെ പോസിറ്റീവായിട്ടുള്ള മെസ്സേജുകളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ വരുന്നുണ്ട്. അത് ഞാൻ ഉൾപ്പെടെയുള്ള രാമപുരം പ്രദേശത്തൊക്കെയുള്ള വാട്സപ്പ് കാര്യങ്ങളൊക്കെ ഗ്രൂപ്പുകളൊക്കെ അതിനെപ്പറ്റി വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ ദയവായിട്ട് എല്ലാവരും വിനിയോഗിക്കണം എന്ന് ഞാൻ ഈ അവസരത്തിൽ ഒന്ന് ആത്മാർത്ഥമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ, കാരണം ഇതുകൊണ്ട് ചോരുണ്ടെങ്കിലേ നമുക്ക് എഴുതാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് രണ്ടാമത് ഡോക്ടറിനോട് ആത്മാർത്ഥമായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സംശയം എന്ന് പറയുന്നത് ഒന്ന് രണ്ട് കാര്യങ്ങൾ. ആസ്പിരിൻ കഴിക്കുന്ന കാര്യം ഡോക്ടർ പറഞ്ഞിരുന്നു. അതുപോലെ പ്രഷറും പ്രമേഹവും കൊളസ്ട്രോളും ഒന്നുമില്ലാത്ത ആൾക്കാർക്കും ഈ പറയുന്ന കോവിഡിന് ശേഷം ഉണ്ടാകുന്ന ഒരു കാർഡിയക് അറസ്റ്റ് അല്ലെങ്കിൽ സ്ട്രോക്ക്, അതിന്റെ ഒരു റീസൺ അത് നമുക്ക് എങ്ങനെ മുൻകൂട്ടി അറിയാൻ സാധിക്കുന്നു? ഡോക്ടർ പറഞ്ഞ ലക്ഷണമൊക്കെ ഒരുപക്ഷെ ലക്ഷണം ഇല്ലാതെ തന്നെ ഓൺ ദ സ്പോട്ടായിട്ട് ചില സ്ട്രോക്കുകൾ ഉണ്ടാകുന്നുണ്ട്. ഈ കൊളസ്ട്രോളും ഈ പ്രഷറും പ്രമേഹവും ഇല്ലാത്ത ആൾക്കാർക്ക് ഈ പറയുന്ന സ്ട്രോക്ക് ഉണ്ടാകുന്ന രീതി, അത് നമുക്ക് എന്തെങ്കിലും അതിൻ്റെ ഒരു സൂചന മറ്റു രീതിയിൽ ഉണ്ടാവുമോ? അതുപോലെ ആസ്പിരിൻ ചില ഡോക്ടേഴ്സ് കുവൈറ്റിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, കോവിഡിന്റെ വാക്സിൻ എടുത്തതിന് ശേഷം ബേബി ആസ്പിരിന് നിങ്ങൾക്ക് ഒരു റാൻഡമായിട്ട് കഴിക്കാൻ നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനെപ്പറ്റി ഡോക്ടർ ഒന്ന് പറഞ്ഞാൽ
നന്നായിരുന്നു എന്ന് തോന്നുന്നു. താങ്ക് യു. ഇത് എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഒരിക്കലും ഈ മെഡിക്കൽ ഫീൽഡിൽ പറയാൻ പറ്റത്തില്ല. അമേരിക്കൻ ഹാർട്ട് അസോസിയേഷന്, അമേരിക്കൻ സ്ട്രോക്ക് അസോസിയേഷന്, ഇന്ത്യൻ സ്ട്രോക്ക് അസോസിയേഷന് ഒക്കെ കൃത്യമായ ഗൈഡ് ലൈൻ കൊടുത്തിട്ടുണ്ട്. സ്ട്രോക്ക് ഇല്ലാത്ത ഒരാള് ആസ്പിരിൻ കഴിക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു സ്ട്രോക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി 3 അല്ലെങ്കിൽ 5 പേർക്ക് ബ്ലീഡിങ് ഉണ്ടാക്കുന്നുണ്ട്. ഒരു സ്ട്രോക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി 3 പേർക്ക് അതിന്റെ സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് പഠനങ്ങൾ. അതുകൊണ്ട് അൺലെസ് നമുക്കൊരു വ്യക്തമായിട്ടുള്ള അസുഖം ഇല്ല, സ്ട്രോക്കോ അറ്റാക്കോ ഇല്ല എങ്കിൽ പ്രിവെന്റീവ് ആയിട്ട് ആസ്പിരിൻ കഴിക്കാൻ പാടുള്ളതല്ല. അത് വ്യക്തമായിട്ട് ആർട്ടിക്കിൾ, ജേണല്, സ്റ്റഡീസ് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ അത് വ്യക്തമായിട്ട് തന്നെ എടുക്കുക. അസുഖമില്ലാത്ത ആൾക്കാര്, സ്ട്രോക്ക് വരാത്ത ആൾക്കാര് ആസ്പിരിൻ കഴിക്കരുത്. കാരണം അതുകൊണ്ട് അസിഡിറ്റി ഉണ്ടാകുന്ന സാധ്യതകള് സ്ട്രോക്ക് പ്രിവെന്റ് ചെയ്യുന്നതിനേക്കാളും ഗൗരവമായിട്ട് അസുഖങ്ങളുണ്ട്. ഓസ്റ്റിയോപോറോസിസ് തൊട്ട് കുറെ അസുഖങ്ങളുണ്ട്. അതുകൊണ്ട് ആസ്പിരിൻ വേണ്ട എന്ന് പറയുന്നത്. കാരണം അത് കഴിച്ചിട്ട് ഒരു സ്ട്രോക്ക് പ്രിവെന്റ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ ഒരു സ്ട്രോക്ക് വന്ന ആൾക്ക് 21% തൊട്ട് 39% വരെ അടുത്ത സ്ട്രോക്ക് വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് ആസ്പിരിൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം അവിടെ പ്ലോട്ട് ഉണ്ട്, മെക്കാനിസം ഉണ്ട്. പിന്നെ ഇനി കമ്മിങ് ടു കോവിഡിന്റെ പ്രധാന പ്രശ്നം രക്തക്കുഴലിന്റെ ഒരു AC ഇൻഹിബിറ്റർ എന്ന് പറഞ്ഞ ഇൻഹിബിറ്ററിനാണ് ഈ കോവിഡ് അഫക്ട് ചെയ്യുന്നത്. വാക്സിനേക്കാൾ ഉപരി ഈ കോവിഡ് തന്നെ രക്തക്കുഴലിന്റെ പ്രശ്നം ഉണ്ടാക്കുന്ന അസുഖമാണ്. അത് എപ്പോഴും മനസ്സിലാക്കുക. എല്ലാവരും വാക്സിൻ എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കുന്നുണ്ട്. പക്ഷെ ഒരു കോവിഡ് എന്തുകൊണ്ട് ആൾക്കാർക്ക് മരണം ഉണ്ടാക്കുന്നു? കുഞ്ഞു രക്തക്കുഴലിനെ അടയ്ക്കുന്ന ഒരു പ്രവണത ഈ അസുഖത്തിനുണ്ട്. കോവിഡ് മാത്രമല്ല, ഇപ്പൊ ഉള്ള പല വൈറസിനും ഇപ്പോ ഇതേ ഒരു മെക്കാനിസം ഉണ്ട്, രക്തക്കുഴലിനെ അടയ്ക്കുന്ന മെക്കാനിസം. അവിടെ നമുക്ക് ചിലർ പറയാറുണ്ട് ഡൈമർ. അപ്പൊ ക്യാൻസർ ഉള്ള ഒരു രോഗിക്ക് 3 വർഷം മുമ്പേ നമ്മുടെ രക്തക്കുഴലിന് ചേഞ്ച് ഉണ്ടാകാന്നാ പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ ഉണ്ട്, ക്യാൻസറിന്റെ സെൽസ് വളർന്നു വരിക, പക്ഷെ അതിന്റെ ലക്ഷണങ്ങളൊന്നും വന്നിട്ടില്ല. 3 വർഷം മുമ്പേ ഇവർക്ക് ക്യാൻസറിന്റെ അനുബന്ധമായിട്ട് സ്ട്രോക്ക് വരാനുള്ള ടെൻഡൻസി, സ്ട്രോക്ക് മാത്രമല്ല പലവിധ, അതാണ് പാരാനിയോപ്ലാസ്റ്റിക് എന്ന് പറയും. അപ്പൊ അതൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പ്രായമാവുന്ന പുരുഷന്മാരിൽ PSA ടെസ്റ്റ് ചെയ്യുക, സ്ത്രീകളിൽ ഓവറിയൻ ക്യാൻസറും മാമോഗ്രാമും ബ്രസ്റ്റ് ക്യാൻസറും ചെക്ക് ചെയ്യുക. കാരണം ക്യാൻസർ കൊണ്ടും സ്ട്രോക്ക് ഉണ്ടാകാം. പിന്നെ ഉള്ളത് ഹൃദയത്തിന്റെ മുന്നേ ആദ്യം പറഞ്ഞ OSA, ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ, ഇത് ആരും അത് പറയത്തില്ല. പിന്നെ ഉള്ളത് വൈറ്റമിൻ B12 കുറവ് കൊണ്ട് അതൊന്ന് ചെക്ക് ചെയ്യുക. പിന്നെ ഉള്ളത് ഡൈമർ എന്ന് പറഞ്ഞാൽ രക്തത്തിന്റെ കട്ടി കൂടുതലുണ്ടോ എന്നറിയാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ് ഡൈമർ. അത് ചെക്ക് ചെയ്യാറുണ്ട്. പക്ഷെ അവിടെയും ഇതിലൊന്നും ഒരു വാലിഡ് ആയിട്ടുള്ള അളവ് കൃത്യമായിട്ട് പറയുന്നില്ല. ഇന്ന അളവിൽ കൂടുതലുണ്ടെങ്കിൽ അയാൾക്ക് സ്ട്രോക്ക് വരാം എന്നുള്ളത്. ഇപ്പൊ അറ്റാക്ക് പോലെ തന്നെയാ. അറ്റാക്ക് എപ്പോഴും വരാമില്ലേ? സ്ട്രോക്ക് ഒരു വണ്ടി ഇടിക്കുന്ന പോലെയാ. നാളെ വണ്ടി ഇടിക്കുമെന്ന് അറിഞ്ഞാൽ നമ്മൾ ആ വഴിക്ക് പോകുമായിരുന്നോ? ഈ വഴിക്ക് പോയാൽ അവിടെ വണ്ടി ഇടിക്കുമെന്ന് അറിയാമെങ്കിൽ നമ്മൾ ആ വഴിക്ക് പോകുമോ? ഇല്ല. ഇതൊക്കെ അവിചാരിതമായിട്ടുണ്ടാകുന്ന ഒരു പ്രത്യേകതയാണ്. 1 സെക്കൻഡ് മുമ്പ് ഇങ്ങോട്ട് തിരിക്കുമായിരുന്നെങ്കിൽ ഇടിക്കുമായിരുന്നോ? ഇല്ല. അതിനാ പറയുന്നത് ക്രിപ്റ്റോജനിക് സ്ട്രോക്ക് എന്നാ പറയുന്നത്. ലോകത്തിലുള്ള 3 തൊട്ട് 5% അസുഖങ്ങളുടെ സ്ട്രോക്കിന് കാരണം അറിയത്തില്ല എന്നുള്ളതല്ല, ഇപ്പം നമ്മുടെ മെഡിക്കൽ അറിവ് വെച്ച് അറിയാൻ പറ്റുന്നില്ല. ഹൃദയത്തിനകത്ത് തുളയുള്ള ഫൊറാമൻ ഒവൈൽ എന്ന് പറയും, തുളയുള്ള ഒരു അസുഖങ്ങളുണ്ടല്ലോ. ഹൃദയത്തിനകത്ത് ജന്മന തുള വരുന്ന കേസുകളുണ്ട്, പേറ്റന്റ് ഫൊറാമൻ ഒവൈൽ എന്ന് പറയും. അപ്പൊ ഇതൊക്കെ കണ്ടുപിടിക്കാനാണ് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, പാരമ്പര്യം ഒന്നുമില്ലാത്ത രോഗിക്ക് അതിനൂതനമായ എക്കോ, ഹോൾട്ടർ മോണിറ്ററിങ്, ബബിൾ എക്കോ എന്ന് പറയും. ഒരു കോൺട്രാസ്റ്റ് കൊടുത്തിട്ട് എക്കോ എടുത്ത് നോക്കുന്ന, ഇപ്പൊ നമ്മുടെ മാസികയിൽ തന്നെ ഈ ഇടയ്ക്ക് ഒരു 39 വയസ്സുള്ള ഒരു നേഴ്സിന് ഇതുപോലെ കാരണമൊന്നുമില്ലാതെ സ്ട്രോക്ക് ഉണ്ടായി. നമ്മളത് എക്കോ എടുത്ത് ബബിൾ എക്കോ നോക്കിയപ്പോൾ ആ സ്ത്രീക്ക് ഹൃദയത്തിനകത്ത് ജന്മന ഉണ്ടായിരുന്ന ഒരു ഹോളായിരുന്നു. അതിനകത്തോടെ ഒരു ക്ലോട്ട് ഇടതുവശത്ത് നിന്ന് വലതുവശത്ത് പോയി അത് തലയിൽ പോയിട്ടാണ് സ്ട്രോക്ക് ഉണ്ടായത്. അപ്പൊ അതിന്റെ ആ വാൽവ്, അത് ഹൃദയം ആ വാൽവ് അടച്ചു വെക്കുക എന്നേ മാർഗമുള്ളൂ. അങ്ങനെയൊക്കെ ഇതൊക്കെ അപൂർവമായിട്ടേ വരത്തുള്ളൂ. പക്ഷെ ഉണ്ട്. അതിനാണ് ഒരു സ്ട്രോക്ക് വന്നാല് എറ്റിയോളജിക്കൽ വർക്കപ്പ്, എന്തുകൊണ്ടുണ്ടായെന്ന് നമ്മൾ വിശദമായിട്ട് ചെക്കപ്പ് നടത്തി കണ്ടുപിടിക്കണം. താങ്ക് യു സോ മച്ച് ഡോക്ടർ. താങ്ക് യു. താങ്ക് യു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചോദിക്കാം. കാരണം നാട്ടില് സമയം വൈകിക്കൊണ്ടിരിക്കുന്നു. ഗുഡ് ഈവനിങ് ഡോക്ടർ. ചോദിച്ചോളൂ. മ്യൂട്ടാണേ, അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കണേ. ഹലോ, കേൾക്കാം.
ഉം. ഡോക്ടറെ, അപ്പൊ നമുക്ക് ഒരു പ്രീ സ്ട്രോക്ക് സ്റ്റേജ് നമുക്ക് നമ്മുടെ കരോട്ടിഡ് ഡോപ്ലർ സ്കാൻ വഴി നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റത്തില്ലേ? അത് കരോട്ടിഡ് ആർട്ടറിയിൽ സ്ട്രോക്ക് രക്തക്കുഴൽ അടഞ്ഞു പോകുന്ന ആൾക്കാർക്ക് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. 50% വന്നാൽ പോലും സ്ട്രോക്ക് ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ കരോട്ടിഡ് ഡോപ്ലർ എന്തായാലും ചെയ്യണം. അതേ സിമ്പിൾ പ്രൊസീജിയർ ആണ്. ഇപ്പൊ ഓക്കെ ഓക്കെ അതിലും നല്ല എളുപ്പമുള്ള ഒരു MR ആൻജിയോ എടുത്തു. ഇപ്പൊ നെക്ക് തൊട്ട് കഴുത്തോട്ടുള്ള റേഡിയേഷൻ ഇല്ലാത്ത MR ആൻജിയോ എടുത്താൽ മതി. ഇപ്പൊ പുതിയ ടെക്നോളജി അനുസരിച്ച് ആൻജിയോ എടുത്താൽ മതി. കോൺട്രാസ്റ്റ് കൊടുക്കേണ്ട, ഡൈ കൊടുക്കേണ്ട ആവശ്യമില്ല, ഒന്നുമില്ല. ഓക്കെ MRI നമുക്ക് എന്തെങ്കിലും സിംറ്റംസ്, ചെറിയ കോടി പോവാ, കിറി കോടി പോവാ, ചെറുതായിട്ട് കൈ പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ ഗോ ഫോർ ആൻ MRI ബ്രെയിൻ വിത്ത് ആൻജിയോ. ഡോക്ടർ, ബട്ട് ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അതിനൊരു ബേസിക് ഗൈഡ് ലൈൻസ് അവർ വെക്കുന്നുണ്ട്. നമ്മൾ സജസ്റ്റ് ചെയ്താലും അവർ ചെയ്യുന്നില്ല. അങ്ങനെ ഒരു ഇത് ഫേസ് ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ വന്നാലും നമുക്കത് ചെയ്യാം. അല്ല, നാട്ടിൽ തന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. നമ്മൾ സജസ്റ്റ് ചെയ്തിട്ട് ഒരു ആൻജിയോഗ്രാം ചെയ്യാനോ അല്ലെങ്കിൽ ഒരു MRI ചെയ്യാൻ സജസ്റ്റ് ആകുന്നില്ല. അതിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നു. ബേസിക് ഗൈഡ് ലൈൻസ് ഒരു എക്കോ ആൻഡ് TMT ആണ്, അല്ലെ വേറെ എന്തെങ്കിലും ആണെന്ന് പറഞ്ഞിട്ട്. അത് ആൻജിയോഗ്രാം എന്ന് പറയുമ്പോൾ അത് മരുന്ന് കുത്തിവെക്കുന്നത്, അതിന് സൈഡ് എഫക്ട്സ് ഉണ്ട്. പക്ഷെ ബ്രെയിൻ, ഇപ്പൊ ഞാൻ ആസ് എ ന്യൂറോളജിസ്റ്റ് എനിക്ക് ആൻജിയോ എടുക്കാൻ സൈഡ് എഫക്ട്സ് ഇല്ല. ഓക്കെ ഓക്കെ നമ്മള് ഒരു CT ആൻജിയോ എടുക്കാന്ന് പറഞ്ഞാല് നമ്മള് എക്സ്റേ, റേഡിയേഷൻ കൊടുക്കുക. അപ്പൊ ആ ഡോക്ടർ പറയുന്നത് നിങ്ങളുടെ ഹെൽത്തിന് വേണ്ടിയാണ്. കാരണം ഒരു ഡോക്ടർ അത് വേണ്ടാന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഹെൽത്തിന് വേണ്ടിയാണ്. പക്ഷെ ഇവിടെ ന്യൂറോളജിസ്റ്റ് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഒരു സംശയമുണ്ട്, ഒരു TIA ഉണ്ട്, സ്ട്രോക്ക് ഉണ്ടെന്ന് പറയുവാണെങ്കിൽ MRI ബ്രെയിൻ വിത്ത് ആൻജിയോ ഈസ് അബ്സല്യൂട്ട്ലി, ഇപ്പോഴത്തെ അറിവ് അനുസരിച്ച് അത് സൈഡ് എഫക്ട്സ് ഇല്ല. ഒരേ ഒരു സൈഡ് എഫക്ട്സ് ഉള്ളൂ, അപ്പോയിന്റ്മെന്റ് എടുക്കണം, അരമണിക്കൂർ സമയം എടുക്കും, ഒരു 5000 രൂപ 6000 രൂപ പൈസ പോകും. ഇതല്ലാതെ വേറെ സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ല അതിന്. ഓക്കെ ഓക്കെ പിന്നെ ഡോക്ടർ, അതുപോലെ OSA ഉള്ളവർക്ക് ഏത് രീതിയിൽ അതിനെ കവറപ്പ് ചെയ്യാൻ പറ്റും? OSA ഉണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഡയഗ്നോസ് ചെയ്യേണ്ടത് സിംറ്റം ഉണ്ടോ, കൂർക്കമ്പലി ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുക. ഒന്ന്. രണ്ടാമത്തെ കിടന്ന അപ്പളെ ഉറങ്ങിപ്പോകും OSA ഉള്ള ആൾക്കാര്. കട്ടിലെ കാണുമ്പോൾ കിടക്കുക, ഗുറും ഒച്ച കേൾക്കുക, ഭയങ്കര സൗണ്ട് കേൾക്കുക, ഇടയ്ക്ക് സൗണ്ട് നിന്ന് പോവുക, തട്ടി വിളിക്കുക. രാവിലെ എണീക്കുമ്പോൾ ക്ഷീണത്തോടെ തലവേദന എണീക്കുക. എണീറ്റ് കഴിഞ്ഞിട്ട് പത്രം വായിക്കുകയോ 2 മിനിറ്റ് വെറുതെ ഇരിക്കുകയോ അല്ലെങ്കിൽ ആക്റ്റീവ് ഇല്ലാതെ TV കാണുവോ. അങ്ങനെ ഉണ്ടെങ്കിൽ ഫസ്റ്റ് സിംറ്റം ഉണ്ടെന്ന് നോക്കുക. ഒബീസിറ്റി വേണം നിർബന്ധമില്ല കേട്ടോ, വണ്ണം വേണം നിർബന്ധമില്ല. മെലിഞ്ഞ ആൾക്കാർക്കും കൂർക്കമ്പലി വരാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഓവർ നൈറ്റ് സ്ലീപ്പ് സ്റ്റഡി ചെയ്ത് നോക്കുക. 6 മണിക്കൂർ 8 മണിക്കൂർ സ്ലീപ്പ് സ്റ്റഡി ചെയ്തിട്ട് ഒരു ഗൈഡ് ലൈൻ ഉണ്ട്. ആപ്നിയ, ഹൈപ്പോപ്നിയ ഇൻഡെക്സ് നോക്കിയിട്ട് അത് കൂടുതലാണെങ്കിൽ 15% ടൈപ്പിൽ കൂടുതലാണെങ്കിൽ നമ്മൾ CPAP വെച്ച് നോക്കിയിട്ട് അവരെ ട്രയൽ ചെയ്ത് നോക്കിയിട്ട് ഇഫ് ദേ ആർ സ്ലീപ്പിംഗ് വെരി വെൽ വി വിൽ സജസ്റ്റ് CPAP. ഓക്കെ. അത് മാർസിലിവയിൽ അതിന്റെ ഫെസിലിറ്റി ഉണ്ടോ? എല്ലാം ഉണ്ട് ഇവിടെ. നമുക്ക് നല്ലൊരു സ്ലീപ്പ് ലാബ് ഉണ്ട്, നല്ല ഒരു സ്ലീപ്പ് ലാബ് ഉണ്ട്. ന്യൂറോളജിയുടെയും പൾമനോളജിയുടെയും ചേർന്നുള്ള ഒരു സംരംഭമാണ്. അത് നല്ല രീതിയിൽ പോകുന്നുണ്ട്. OSA is a silent killer. ഇപ്പൊ പുതിയ പറഞ്ഞു ന്യൂ സൈലന്റ് കില്ലർ ആണ് ലോങ് സിറ്റിംഗ്. അമിതമായിട്ടുള്ള ഇരിക്കുന്നത്, ജസ്റ്റ് ലൈക്ക് ടുബാക്കോ യൂസ്. പുകവലി എങ്ങനെ നമ്മൾ ഹാനികരമാകുമോ അതുപോലെ തന്നെയാണ് അമിതമായിട്ടുള്ള ഇരിപ്പ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഡോക്ടർ. ഇനിയും ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ആരും വിഷമിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ അല്ല, നമുക്ക് പിന്നീട് സംശയങ്ങളുണ്ടെങ്കിലും അത് നമുക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യാമെന്നും അതിനുള്ള വഴികളും ഒക്കെ കൺക്ലൂഷനിൽ ശ്രീരാജ് വ്യക്തമായിട്ട് പറഞ്ഞു തരും. ഇപ്പോൾ ചോദിക്കാൻ പറ്റിയില്ല എന്നോർത്ത് ആരും വിഷമിക്കേണ്ട കാര്യമില്ല. ഡോസ് ഓപ്പൺ ആണ്. മാർസിലിവയുടെ അതിലേക്കുള്ള നമ്മുടെ ചാനലുകളും എല്ലാം ഓപ്പൺ ആണ്. അപ്പോൾ ഇപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാനുള്ളവർക്ക് ചോദിക്കാം. അതല്ല ഗുഡ് ഈവനിങ് ഡോക്ടർ. എന്റെ പേര് വേറെ ആരെങ്കിലും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? ഇല്ല, പറഞ്ഞോളൂ. ഓക്കെ, എന്റെ പേര് സിബി എന്നാണ്. എന്റെ വീട് പൈകയാണ്. ഞാൻ കുവൈറ്റിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ച് മെയിനായിട്ട് ചോദിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ കൂർക്കം വലിക്കുന്നവരെ കുറിച്ച് പറയുന്നത് കേട്ടു. അപ്പം അതിന് നമ്മൾ ശരിക്കും എന്താണ് അതിന് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത്? അത് ഈ ഡോക്ടർ പറഞ്ഞ സിംറ്റംസ് ശരിക്കും, അതായത് ഡേ ടൈമിൽ നമുക്ക് ടയറിങ് ഫീൽ ചെയ്യുന്നുണ്ട്, വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഉറക്കം വരുന്നുണ്ട്, ഇങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. ജസ്റ്റ് ഇത് ഉണ്ടോ ഇല്ലെന്ന് ഒരു സ്ലീപ്പ് സ്റ്റഡി ചെയ്ത്, ഒരു ഓവർനൈറ്റ് സ്ലീപ്പ് സ്റ്റഡി ചെയ്ത് ഇത് ഉണ്ടോ ഇല്ലെന്ന് കൺഫേം ചെയ്യണം. ഓക്കെ. കാരണം ഇതേ സിംറ്റംസ് നമുക്ക് തൈറോയ്ഡ് ഉണ്ടായാലും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടായാലും ഹീമോഗ്ലോബിൻ കുറഞ്ഞാലും ഒക്കെ ഉണ്ടാകാം. വൈറ്റമിൻ ഡി ലെവൽ കുറഞ്ഞാലും ഒക്കെ പലവിധ കാരണം കൊണ്ട് ഒരേ സിംറ്റം ഉണ്ടാകാം.
ഇത് ഏതുകൊണ്ടാണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ ഓ കൂർക്കമ്പലി ഉണ്ടെന്ന് നമ്മുടെ പാർട്ട്ണർ പറയും. അത് ഫസ്റ്റ് പറയുന്നത്, ഇഫ് പാർട്ട്ണർ ഈസ് കംപ്ലൈനിങ് അബൌട്ട് യുവർ സ്നോറിങ്. പിന്നെ രാത്രിയിലെ ഇടയ്ക്ക് കൂർക്കം വലിച്ചിട്ട് ശബ്ദം നിന്നു പോവുക, തട്ടി വിളിക്കുക. അതായത് അതിന്റെ അർത്ഥം എന്താ? ഒരു മണിക്കൂറിൽ ഒരു 10 പ്രാവശ്യമെങ്കിലും നമ്മൾ ഉറക്കം തെളിയുന്നതാണ് അർത്ഥം. 6 മണിക്കൂർ ഉറങ്ങുന്ന ഒരു രാത്രിയിൽ നമ്മൾ 4 മണിക്കൂറെ എഫക്റ്റീവ് ആയിട്ട് ഉറങ്ങണം എന്നുള്ളത് വിചാരിക്കുക. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ, അത് സിംറ്റം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ന്യൂറോ പൾമിനോളജി ടീമിനെ കണ്ട് ഓവർനൈറ്റ് സ്ലീപ്പ് സ്റ്റഡി ചെയ്ത് ഇതുണ്ടോ ഇല്ലയോ എന്ന് ഡയഗ്നോസ് ചെയ്തിട്ട്, ഇതുണ്ടെങ്കിൽ ഫസ്റ്റ് ഒബീസിറ്റി നന്നായിട്ട് കൺട്രോൾ ചെയ്യുക, ഈവനിങ് ഫുഡ് ഒഴിവാക്കുക, ആൽക്കഹോൾ ഉണ്ടെങ്കിൽ ആൽക്കഹോൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കുക, സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ സ്മോക്കിംഗ് കുറയ്ക്കുക, കുളിച്ചു തകട്ടില്ല, അതായത് ഗ്യാസ്ട്രൈറ്റിസ് ഇതുണ്ടെങ്കിൽ അതിനുവേണ്ടി മരുന്ന് കഴിക്കുക. ഒരു 30 ഡിഗ്രി ചിലപ്പോൾ ഇടതുവശത്തേക്ക് ചെരിഞ്ഞു വെച്ചാൽ ചിലപ്പോൾ ഇത് കുറയുമായിരിക്കാം. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞിട്ട് പറ്റുന്നില്ലെങ്കിൽ CPAP, ഒരു മെഷീൻ വെച്ച് പോസിറ്റീവ് പ്രഷർ കൊടുത്ത് ഉറങ്ങുന്നു. ഓക്കെ. എനിവേ, ഇത് ഡോക്ടറോട് ഇപ്പോൾ സംസാരിക്കുന്നത് വളരെ സന്തോഷം. ഈ ട്യൂസ്ഡേ, അതായത് 25th 3 PM ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് എൻ്റെ ഒരു ഫാമിലി മെമ്പറിനോട് എടുത്തിട്ടുണ്ട്. ഇന്നൊരു ക്യാൻസലേഷൻ വന്നത് കിട്ടിയതാണ്. അപ്പം നേരിട്ട് കാണാം. തീർച്ചയായിട്ടും. താങ്ക് യു. ഡോക്ടർ, ഒരു സംശയം കൂടി കേട്ടോ. ഈ ഹീമോഗ്ലോബിന് 17, 18 ഉണ്ടെങ്കിൽ നമ്മൾ ബ്ലഡ് നമ്മുടെ ആരും സ്വീകരിക്കാൻ റെഡി ആയിട്ടില്ല, ആർക്കും ആവശ്യമില്ലാത്ത സമയം കൂടി അന്ന് കുട്ടിക്കും. അപ്പൊ നമുക്ക് ഈ 17, 18 ഹീമോഗ്ലോബിൻ ഉള്ള സമയത്ത് നമുക്കത് ബ്ലഡ് അല്ലാതെ തന്നെ എടുത്ത് ചുമ്മാ കളയുന്നതിനെ പറ്റി എങ്ങനെയാ ഡോക്ടർ ഒന്ന് പറഞ്ഞുതരാമോ? അത് 18 ഹീമോഗ്ലോബിൻ എന്തുകൊണ്ട് കൂടുന്നു, അതാണ് ആദ്യം. നമ്മൾ എല്ലാ അസുഖത്തിനും പണ്ടേ പോലെ അല്ല ഇപ്പോൾ വൈ, അത് കണ്ടുപിടിക്കുക. അപ്പം ഈ ജാക്സ്റ്റാക്ക് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക അസുഖം കൊണ്ട് നമ്മുടെ ഹീമോഗ്ലോബിൻ മജ്ജയിൽ നിന്ന് അമിതമായിട്ട് ഉണ്ടാകുന്ന ഒരു പ്രത്യേക അസുഖമുണ്ട്. അതിനുണ്ടെങ്കിൽ നമ്മൾ ട്രീറ്റ്മെന്റ് വേറെയാണ്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കുക. പിന്നെ പുകവലിയുള്ള ആൾക്കാർക്ക്, ശ്വാസം മുട്ടലുള്ള ആൾക്കാർക്ക്, ഹൈ ആൾട്ടിറ്റ്യൂഡ് ജീവിക്കുന്ന ആൾക്കാർക്ക് ഒക്കെ സെക്കൻഡറി ആയിട്ട് ഇതുപോലെ ഒരു ഹീമോഗ്ലോബിൻ കൂടുന്ന ടെൻഡൻസി ഉണ്ട്. 3 മാസം കൂടുമ്പോൾ 350 ml ബ്ലഡ് എടുത്ത് കളയുക എന്നുള്ളതാണ് ഇവർക്കുള്ള ചികിത്സ. ഫ്ലെബക്ടീമി എന്ന് പറയും, എടുത്ത് കളയണം. അതായത് അങ്ങനെയുള്ള ആൾക്കാർക്ക് ബ്ലഡ് കൊടുക്കാൻ പാടുള്ളതല്ല ശരിക്കും പറഞ്ഞാൽ. എന്താണ് കണ്ടുപിടിക്കാറ്? ബ്ലഡ് കളയണം. നമുക്ക് ഹീമോഗ്ലോബിൻ കൂടുന്തോറും ശരീരത്തില് ക്ലോട്ട് എവിടെയാണെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. DVT ആണ് ഇതിനകത്ത് ഏറ്റവും പേടിക്കേണ്ട സംഭവം. 6 മണിക്കൂറും 8 മണിക്കൂറും ഫ്ലൈറ്റിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഡീഹൈഡ്രേഷൻ ഉണ്ടെങ്കിൽ, തലേദിവസം ആൽക്കഹോൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ, പ്രൊലോങ്ഡ് ആയിട്ട് നിങ്ങൾ ഇരിപ്പുണ്ടെങ്കിൽ, അതുപോലെ തന്നെ HB കൂടുതലാണെങ്കിൽ കാലില് ക്ലോട്ട് വരാനുള്ള ടെൻഡൻസി വളരെ വളരെ കൂടുതലാണ്. ഇതൊക്കെ ഫാമിലിയായിട്ട് തന്നെ കൂടുതലാണ് ഡോക്ടർ. കാരണം എനിക്കും ബ്രദറിനും ഒക്കെ ഇത് ഫെമിലിയലാണ്. പ്രൈമറി പോളിസൈത്തീമിയ ഇസ് എ ഫെമിലിയൽ ഡിസീസ്. വി നീഡ് ടു ട്രീറ്റ്. അതാണെങ്കിൽ എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് ട്രീറ്റ് ചെയ്യണം. പക്ഷെ 17, 18 വരെ കുഴപ്പമില്ല. വി ഹാവ് ടു സ്റ്റേ ഹൈഡ്രേറ്റ്, അതായത് 2-2.5 ലിറ്റർ വെള്ളം എല്ലാ ദിവസവും കുടിക്കണം. ഓക്കെ ഡോക്ടർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഡോക്ടർ. ഗുഡ് ഈവനിങ് ഡോക്ടർ. ഗുഡ് ഈവനിങ്. ഒടിവിളാണോ? ഒടിവിളാണ്. ബെന്നി അല്ലേ? ബെന്നി പറഞ്ഞു. അതെ, എന്റെ പേര് ബെന്നി. കോട്ടയം ജില്ല കുറവലിങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പൊ ഞാൻ ചോദിക്കാൻ കാരണം, എന്റെ അനിയൻ ഈ അടുത്തിടെ സ്ട്രോക്ക് വന്ന് മരിക്കാനിടയുണ്ടായി. അപ്പൊ അന്ന് ഇത് സംഭവിച്ചത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ വെച്ചായിരുന്നു. വണ്ടാനം മെഡിക്കൽ കോളേജിൽ അപ്പം തന്നെ കൊണ്ട് 1/2 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾക്ക് അവിടെ എത്തിക്കാൻ സാധിച്ചു. പക്ഷെ അവിടെ ചെന്ന് സ്കാനിങ് ഒക്കെ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് തലച്ചോറിനുള്ളിലെ രക്തക്കുഴൽ പൊട്ടി ബ്ലീഡിങ് ആയതാണ്. അപ്പം കുറച്ച് കണ്ടീഷൻ മോശമാണ്. അതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് നേരെ പുഷ്പഗിരി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നല്ലോ. അപ്പൊ എളുപ്പം അതായിരുന്നു. അവിടെ ചെന്നിട്ടും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അത് എന്തുകൊണ്ട്? നമ്മൾ വേഗം എത്തിച്ചു, 1 മണിക്കൂറിനുള്ളിൽ ഹോസ്പിറ്റലിൽ എത്തിച്ചതാണ്. പക്ഷെ ഡോക്ടർ പറയുന്ന ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഒരുപാട് ബ്ലീഡിങ് ആയിപ്പോയി, കണ്ടമാനം ബ്ലീഡിങ് ആയിപ്പോയി എന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ICUലായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ആള് മരണപ്പെടുകയും ചെയ്തു. അപ്പൊ അതിന് ട്രീറ്റ്മെന്റ് ഇല്ലേ ഡോക്ടർ? അതിന് ഒന്ന് വിശദീകരിക്കാം അതിനെ കുറിച്ച്. ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. 85% കേസുകളും നമ്മൾ രക്തക്കുഴൽ അടഞ്ഞു പോകുന്നതും 15% രക്തക്കുഴൽ പൊട്ടുന്ന കേസാണ്. പൊട്ടുന്നെന്ന് പറഞ്ഞാല് ഈ രക്തക്കുഴലിന്റെ സൈഡില് ഒക്കെ നമുക്ക് ഉണ്ടാകുന്ന ഒരു അന്യൂറിസം എന്ന് പറയും, അന്യൂറിസം.
ഈ പടം കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അല്ല, ഒന്ന് ബുദ്ധിമുട്ടാന്ന് തോന്നുന്നു, എനിക്കറിയില്ല. പടം കാണാൻ പറ്റുന്ന തോന്നുന്നു, വേണ്ട. ഒരു രക്തക്കൊള്ളിന്റെ ഒരു ഭിത്തി പൊട്ടിയിട്ട് പുറത്തു വരുന്ന ഒരു അസുഖമാണ്. അത് പെട്ടെന്ന് പൊട്ടി മാസീവായിട്ട് ബ്ലീഡിങ് വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനിയുള്ളത് ഒരു ചെസ്റ്റ് സ്കള്ളെടുത്ത് ബ്ലഡ് എടുത്ത് കളയാന്നല്ലാതെ ഒരു ലെവലിൽ കൂടുതൽ ബ്ലീഡിങ് ഉണ്ടായാൽ ചികിത്സ പരിമിതമാണ്. ബ്ലീഡിങ് നമ്മൾ പറഞ്ഞത് മറ്റേ ട്രീറ്റ്മെന്റ് ഉള്ളത് 85% ഉള്ള സ്ട്രോക്കിനാണ് നമുക്ക് കൂടുതലായിട്ടും ട്രീറ്റ്മെന്റ് ഉള്ളത്. ബ്ലീഡിങ് ഉണ്ടെങ്കിൽ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് പരിമിതമാണ്. അത് ന്യൂറോ സർജറിയിലെ ഡോക്ടേഴ്സിനെ കാണിച്ചിട്ട് ഡീകംപ്രഷൻ പറയും. ഈ തലയോട്ടി പുറത്തെടുത്ത് കുറച്ച് സമയം കൊടുക്കുകയോ ഇല്ലെങ്കിൽ ഈ പൊട്ടിയ അന്യൂറിസത്തിനെ നമ്മൾ ക്ലിപ്പ് ചെയ്യുകയോ ചെയ്യണം. പക്ഷെ അനിയന്ത്രിതമായ രക്തസ്രാവമാണെങ്കിൽ സോറി ടു സേ ട്രീറ്റ്മെന്റ് വളരെ കുറവാണ്. സാറേ, ആ സമയത്ത് BP 240 270 ഒക്കെ ആയിരുന്നു. ഹൈ BP ആയിപ്പോയി. അല്ല, അതാണ് നമ്മൾ പറയുന്നത്. നമ്മൾ എപ്പോഴും ഈ BP, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള് എപ്പോഴും നമ്മൾ ഈ ഒരു ആഴ്ചയിൽ 2 ആഴ്ച കൂടുമ്പോൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഇത് ആർക്കാണ് BP കൂടുന്നത് അറിയാൻ പറ്റത്തില്ല. 2 ദിവസം മുമ്പ് ചെക്ക് ചെയ്തപ്പോ നോർമൽ ആയിരുന്നു സാറേ. 2 ദിവസം മുമ്പ് ഇത് പെട്ടെന്ന് ഈ തലച്ചോറിനകത്ത് അന്യൂറിസം കാണും. രക്തക്കുഴലിന് ഒരു വശത്ത് ബലൂൺ ചെയ്ത് പൊട്ടാനുള്ള സാധ്യത. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത് MR ആൻജിയോ എടുത്ത് നോക്കാന്ന് പറഞ്ഞതേ. നമുക്ക് അറിയാൻ പറ്റും. കോവിഡ് ഒരു പ്രാവശ്യം വന്നതായിരുന്നു. 3 ഇഞ്ചക്ഷൻ എടുത്തു. കോവിഡുമായിട്ട് ഈ പൊട്ടലിന് ബന്ധം കുറവാണ്. കോവിഡ് കൂടുതലും രക്തം ക്ലോട്ട് ആകാം. പൊട്ടലിന് ചാൻസ് വളരെ കുറവാണ്. ഓക്കെ സാറേ. ഡോക്ടറുടെ ഇതിനെക്കുറിച്ചുള്ള നല്ല രീതിയിൽ സംസാരിച്ചതെല്ലാം നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒത്തിരി ഉപകാരപ്പെട്ടു. ഞാൻ ഇങ്ങനെ ഒരു ക്ലാസ് ആദ്യമായിട്ടാണ് കൂടുന്നത്. അപ്പൊ ഇങ്ങനെ എന്റെ അനിയനൊരു സംഭവം ഉണ്ടായത് കൊണ്ടാണ് ഞാനിത് വ്യക്തമായിട്ടും കൂടാനും താല്പര്യമുണ്ടായത്. സാർ അത് നല്ല രീതിയിൽ വിശദീകരിച്ച് തന്നതിന് ഒത്തിരി നന്ദിയുണ്ട്. ഓക്കെ സാറേ, താങ്ക്സ്. നമുക്ക് ഇനി കുറച്ച് ചോദ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് അത് അഡ്രസ്സ് ചെയ്യാവുന്നതാണ്. കുറച്ച് സമയം കടന്നുപോയി, നാട്ടിൽ 11 മണിയായി. അപ്പം ശ്രീരാജിനോട് പെട്ടെന്ന് ഇനി നെക്സ്റ്റ് ഇതിനെന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊന്ന് വൈൻഡ് അപ്പ് ചെയ്യുകയാണെങ്കിൽ. പെട്ടെന്ന് ഒരു റിക്വസ്റ്റ് വെച്ചോട്ടെ. എനിക്ക് നമ്മുടെ ഡയറക്ടർ അച്ഛനോടാണ് പറയാനുള്ളത്. എൻ്റെ പേര് മാത്യു, ഞാൻ ദുബൈയിൽ നിന്നാണ്, നാട്ടിൽ മണ്ണക്കനാട്. റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു എമർജൻസിയിൽ വരുമ്പോൾ നമുക്കറിയാം, നമുക്ക് അവിടുത്തെ MRI സെക്ഷനിൽ ഒത്തിരി അപ്പോയിൻമെന്റ്സ് ധാരാളം വരുന്നുണ്ട്. ടൈം സ്ലോട്ട് അവിടെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള പേര് നമുക്കറിയാം. പക്ഷേ എമർജൻസിയിൽ നിന്നും ഒരു പേഷ്യൻറ്റിനെ MRIക്ക് വിടുമ്പോൾ അറ്റ്ലീസ്റ്റ് അതൊന്ന് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു സൗകര്യം നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടാക്കിയെടുക്കണം. ഞാനിത് പറയാൻ കാരണം ഉള്ളതുകൊണ്ട് തന്നെയാണ്. രാവിലെ 8 മണിക്ക് അഡ്മിറ്റായ ഒരു പേഷ്യൻറ്റിനെ അന്ന് വൈകിട്ട് 6 മണിക്കാണ് MRI ചെയ്തത്. സ്ട്രോക്കുമായിട്ട് വന്ന ഒരു പേഷ്യൻറ്റിനെ, വേറെ ആരുമല്ല, എൻ്റെ സ്വന്തം അമ്മേനെ. ഇനി അങ്ങനെ ഒരു അവസരം ഉണ്ടാകാതിരിക്കാനുള്ള ഒരു അവസരം നമുക്കവിടെ ഉണ്ടാവണം. അതൊരു ചെറിയൊരു റിക്വസ്റ്റാണ്. അതിന് നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് എനിക്കറിയില്ല. അത് ഡയറക്ടർ അച്ഛൻ്റെ നേതൃത്വത്തിൽ അവനൊരു പെർമിഷൻ അവർക്ക് കൊടുക്കണം. ആ MRI സെക്ഷനിൽ വരുന്നവരെ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വരുമ്പോൾ അവർക്ക് പ്രയോറിറ്റി കൊടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാവണം. താങ്ക് യു. ശ്രീരാജ് എന്തെങ്കിലും പറയുന്നോ? ശ്രീരാജ് പറഞ്ഞോളൂമായിരിക്കും തോന്നുന്നു മറുപടി. ഗുഡ് ഈവനിങ് സാർ, പേര് ശ്രീരാജ് എന്നാണ്. അപ്പം നമുക്കിപ്പം എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ സ്ട്രോക്ക് പ്രോട്ടോകോള് സെറ്റ് ചെയ്തിട്ട് ഇപ്പം പൂർണ്ണമായിട്ട് നമ്മളൊരു സ്ട്രോക്ക് സെന്റർ എന്നുള്ള നിലയ്ക്കാണ് നമ്മളിപ്പം പ്രവർത്തിക്കുന്നത്. അവിടെ ഒരു 5-6 ഡിപ്പാർട്ട്മെന്റ് ഒരുമിച്ച് ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ സ്ട്രോക്കുമായിട്ട് വരുന്ന പേഷ്യൻസ് കഴിഞ്ഞൊരു 3-4-5 മാസമായിട്ടാണ് നമ്മളത് ഫുൾ പ്രോട്ടോകോളായിട്ട് വർക്ക് ചെയ്യുന്നത്. ആ ഒരിടയ്ക്ക് നമുക്ക് അവിടെ ബുദ്ധിമുട്ടുകൾ വന്നിട്ടില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിന് മുന്നേ ഉണ്ടായിക്കൂടുന്നില്ല, നമ്മളത് ഇല്ലാന്ന് പറയത്തില്ല. ചെറിയ ബുദ്ധിമുട്ടുകൾ വന്നിരുന്നു. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഒരു എക്സ്റ്റെൻസീവ് സ്ട്രോക്ക് സെന്റർ എന്നുള്ള നിലയ്ക്ക് ഡോക്ടർ ജോസി പറഞ്ഞ പോലെ ക്ലിയർ പ്രോട്ടോകോൾ അനുസരിച്ച് പേഷ്യന്റിനെ ആദ്യം ഇവാലുവേറ്റ് ചെയ്ത് പ്രയോറിറ്റിയിൽ തന്നെ MRIക്ക് വിടുന്നുണ്ട്. അതിന്റെ ഒരു ഡിലേ ഇപ്പോൾ അവിടെ ഉണ്ടാവുന്നില്ലെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. തെറ്റ് പറ്റിയിട്ടുണ്ടാവാം, കുറവുകൾ വന്നിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോൾ കഴിഞ്ഞൊരു 5 മാസമായിട്ട് നമ്മുടെ അവിടെ ബുദ്ധിമുട്ടുകളില്ല. അത് ഡോക്ടർ ജോസിക്കും അറിയാവുന്നതാണ്. ഇപ്പം പ്രോട്ടോകോൾ അനുസരിച്ച് തന്നെയാണ് അവിടെ പോകുന്നത്.
ഫിസിഷ്യൻ ഇവാലുവേറ്റ് ചെയ്തിട്ട് ന്യൂറോളജിസ്റ്റിന്റെ അഡ്വൈസ് അനുസരിച്ച് MRIക്ക് പോയി MRIയുടെ സ്റ്റഡി അനുസരിച്ച് ബാക്കിയുള്ള ഫർദർ മാനേജ്മെന്റ് ന്യൂറോളജിസ്റ്റ്, ന്യൂറോ സർജൻ അല്ലെങ്കിൽ ഇന്റർവെൻഷൻ എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഇപ്പോൾ അവിടെ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനി ഒരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല നമുക്ക് ഉറപ്പുവരാം. അതിനൊപ്പം തന്നെ നമ്മുടെ പ്രവാസികളായിട്ടുള്ള ആൾക്കാർക്ക് എന്തൊരാവശ്യം വന്നാലും കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് ഹോസ്പിറ്റലിൽ ഒരു ഡെപ്യൂട്ടി മാനേജർ ലെവലിലുള്ള ആളെ തന്നെയാണ് നമ്മൾ അസൈൻ ചെയ്തേക്കുന്നത്. ആ ആളുടെ തന്നെയാണ് ആ നമ്പർ ഉള്ളത്. അപ്പൊ അദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ട് ഇപ്പൊ നമ്മുടെ കൂട്ടത്തിലുള്ള പലരും സർവീസുകൾ അവൈൽ ചെയ്യുന്നുണ്ട്. ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ പോവും. ആ നമ്പര് നമ്മളൊരു കാർഡായിട്ടാണ് കൊടുക്കുന്നത്. ഞാൻ അതിന്റെ ഒരു ടെംപ്ലേറ്റ് മനോജ് സാറിന് കൊടുത്തിരുന്നു. മനോജ് സാറ് അത് ഓരോ കൺട്രി വൈസ് ഉള്ള കോർഡിനേറ്റേഴ്സിന് കൊടുത്ത് അതിനകത്ത് ആളുകളുടെ പേരുകൾ ചേർത്ത് അതിന്റെ പുറകുവശത്ത് കോൺടാക്ട് ചെയ്യേണ്ട നമ്പറുണ്ട്. ഞാനത് ഒന്ന് പറഞ്ഞാൽ എഴുതിയെടുക്കാൻ പറ്റുന്നവർക്ക് ഞാനൊരു 2 മിനിറ്റിനകം നമ്പർ ഒന്ന് പറയാം. ആ ഒരു സമയം കൊണ്ട് പ്രിപ്പയർ ആയാൽ ആ നമ്പർ എഴുതിയെടുക്കാം. എന്താവശ്യം വന്നാലും ആ നമ്പറിൽ വിളിക്കാം. ആ നമ്പറിൽ നിന്ന് ഹെൽപ്പ് കിട്ടും. അപ്പൊ ആ സർവീസുകൾ എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. ആദ്യം തന്നെ നമ്മുടെ ഈ പരിപാടിക്ക് ഇന്ന് വേണ്ട സഹായങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെന്ന കണിയൊടിക്കലച്ചൻ, വെള്ളച്ചാലച്ചൻ മുന്നിൽ നിന്ന് തന്നെയാണ് ഇത് നയിച്ചത്. മാണിയച്ചൻ, മറ്റ് പ്രവർത്തകര്. നമ്മുടെ ഈ സെഷൻ ആലോചിച്ചപ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വന്ന പേര് ഡോക്ടർ ജോസിയുടെ തന്നെയാണ്. ആശുപത്രിയുടെയും രൂപതയ്ക്കൊപ്പം ചേർന്ന് നിൽക്കുകയും എല്ലാ പ്രവർത്തനങ്ങളിലും ഒപ്പം നിൽക്കുകയും ചെയ്യുന്നതാണ് ഡോക്ടർ ജോസി. ഡോക്ടർ ജോസിയുടെ സെഷൻസ് പലവണ കേട്ടിട്ടുണ്ടെങ്കിൽ ഓരോ തവണ കേൾക്കുമ്പോൾ അത് പുതുമയാണ്. കാരണം ഒരു പ്രസന്റേഷൻ ഇല്ലാതെ ഏറ്റവും ഭംഗിയായിട്ട് ആൾക്കാർക്ക് മറക്കാൻ പറ്റാത്ത രീതിയിൽ തന്നെ ആണ് ഡോക്ടർ ജോസിയുടെ പ്രസന്റേഷൻസ് പോകുന്നത്. നമ്മുടെ പ്രവാസി അപ്പോസ്ലേറ്റുമായിട്ട് ചേർന്ന് നമ്മൾ 5 സർവീസുകളാണ് പറഞ്ഞേക്കുന്നത്. അതിൽ ആദ്യത്തെ സർവീസ് സെക്കൻഡ് ഒപ്പീനിയൻ എന്നുള്ളതാണ്. പുറത്തുള്ളവർക്ക് ചികിത്സയുടെ ഭാഗമായിട്ട് അവിടെ ചികിത്സ തേടുന്നവർക്കോ ഒരു ഒപ്പീനിയൻ എടുക്കണമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ കൂടെയുള്ള ഡെഡിക്കേറ്റഡ് ലിങ്കിലൂടെ അവർക്ക് ഫയൽസോ അവരുടെ റിക്വസ്റ്റോ സബ്മിറ്റ് ചെയ്താൽ 48 വർക്കിംഗ് അവേഴ്സിനകം നമ്മുടെ ഹോസ്പിറ്റലിലെ അസൈൻ ചെയ്തേക്കുന്ന സീനിയർ കൺസൾട്ടന്റ് കാറ്റഗറിയിലുള്ള എക്സ്പേർട്ട് പാനലാണ് വരുന്ന ക്വറീസിന് റിപ്ലൈ കൊടുക്കുക. അതിനൊപ്പം തന്നെ വരുന്ന ക്വറിയോട് അനുബന്ധിച്ച് ആൾക്കാർക്ക് കൂടുതൽ സംശയം ഉണ്ടെങ്കിൽ ടെലിമെഡിസിൻ സർവീസ് ഫ്രീ ആയിട്ട് നമ്മൾ അതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ സെക്കൻഡ് നമ്മുടെ സർവീസുകൾ ഓഫർ ചെയ്തിരിക്കുന്ന ഹോം കെയർ ആണ്. 25 കിലോമീറ്റർ ചുറ്റളവിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്നുള്ള വാഹനം വന്ന്, പലരും പുറത്ത് വർക്ക് ചെയ്യുന്നതായിരിക്കും, പേരൻസ് വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കും, അവർക്ക് ബ്ലഡ് ടെസ്റ്റോ ഡോക്ടർ കൺസൾട്ടേഷനോ പോലെ ഉള്ള സർവീസുകൾ വേണമെങ്കിൽ നമ്മുടെ ആ ഡെഡിക്കേറ്റഡ് നമ്പറിൽ വിളിച്ചാൽ അതിനുള്ള സർവീസ് ചെയ്തു തരും. അതിനൊപ്പം തന്നെ നമുക്ക് 2 കാര്യങ്ങൾ അതിൻ്റെ കൂടെ പോകുന്നത്. ഡോക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ്. നമ്മൾ 70 വർഷത്തോളം നമ്മൾ ജീവിക്കുന്നു. പലരും നമ്മളിപ്പോൾ 50 വയസ്സിനോട് അടുപ്പിച്ച്, ഞാൻ 40+ ആണ്. ഇത്രയും നാളായിട്ട് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എഞ്ചിനാണ് നമ്മുടെ ഹാർട്ടും മറ്റ് ഓർഗൻസും. അപ്പൊ അതിനെ നമ്മൾ വാഹനം കൃത്യമായിട്ട് അലേർട്ട് ഇട്ട് സർവീസ് ചെയ്യാൻ കൊടുക്കുന്ന പോലെ സർവീസ് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. എസ്പെഷ്യലി വീട്ടിൽ പ്രായമായ പേരൻസ് ഉണ്ടെങ്കിൽ. അപ്പൊ ഹോം കെയറിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഹോം ഹെൽത്ത് ചെക്കപ്പുകളുണ്ട്. അതുപോലെ തന്നെ പേരൻസിന് ഹോസ്പിറ്റലിൽ വന്ന് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് നമ്പറിൽ അറിയിച്ചാൽ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് വെഹിക്കിൾ അറേഞ്ച് ചെയ്യും. വെഹിക്കിൾ വീട്ടിൽ പോയി അവരെ പിക്ക് ചെയ്ത് കൊണ്ടുവരും. എക്സിക്യൂട്ടീവ് ചെക്കപ്പും ബാക്കി കാര്യങ്ങളും കഴിഞ്ഞ് അവർ തിരിച്ച് ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ആ സർവീസും നമ്മൾ ഈ ഹോം കെയറിന്റെ ഭാഗമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. സീനിയർ സിറ്റിസൺ ഹെൽപ്പ് ഡെസ്ക് ഹോസ്പിറ്റൽ അവൈലബിൾ ആണ്. അതുപോലെ വീട്ടിൽ എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ നമ്മുടെ ഹോസ്പിറ്റലിൽ വിളിച്ചാൽ, വീണ്ടും ഞാൻ പറഞ്ഞ ഡെഡിക്കേറ്റഡ് നമ്പറിൽ വിളിച്ചാൽ ആംബുലൻസ് സർവീസും നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും. അടുത്തുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ പെട്ടെന്ന് പോയി കൊണ്ടുവരാം. ദൂരെയുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ എപ്പോഴും അഡ്വൈസ് ചെയ്യുന്ന ഏറ്റവും അടുത്ത് അവൈലബിൾ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ആംബുലൻസിൽ ആൾക്കാരെ വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ നമ്മുടെ സർവീസിന്റെ ആദ്യത്തെ സെഷനാണ് ഇന്ന് നടന്നത്. നമ്മൾ 12 മാസം കൊണ്ട് 12 എക്സ്പേർട്സിനെ കൊണ്ട് ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്നും അവയർനെസ് സെഷൻസ് എടുക്കുക എന്നുള്ളത്. 4ാമത് വരുന്ന നമ്മുടെ കാര്യമാണ് പേഴ്സണൽ അസിസ്റ്റൻസ്. അതായത് ഒരു വാട്സാപ്പ് നമ്പറാണ് അവിടെ ഉള്ളത്. പ്രവാസികളായിട്ടുള്ള ആൾക്കാർക്ക് ആ നമ്പറിൽ വിളിച്ചാൽ അവരുടെ പേരൻസിനോ അവർക്കോ വേണ്ടിയിട്ട്, നാട്ടിലുള്ളവർക്കോ വേണ്ടിയിട്ടുള്ള സർവീസുകൾ പ്രയോറിറ്റി ബേസിസിൽ അപ്പോയിന്റ്മെന്റുകളും കഴിയുന്നിടത്തോളം മിനിമൽ വെയിറ്റിംഗ് ടൈമിൽ നമ്മൾ സർവീസുകളും ചെയ്തു കൊടുക്കാനുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ അത് പ്രവർത്തിക്കുന്നത്. അതിനൊപ്പം തന്നെ ഫാസ്റ്റ് ട്രാക്ക് ഹെൽത്ത് ചെക്കപ്പിന് വരുന്നവർക്കും ഫാസ്റ്റ് ട്രാക്ക് പ്രയോറിറ്റിയിൽ ഇപ്പം പലരും ആ സർവീസ് അവൈൽ ചെയ്ത് അവർ ഹാപ്പിയാണ്. ആ നമ്പർ ഞാനൊന്ന് പറയാം. ഞാൻ 2 മിനിറ്റ് എന്ന് പറഞ്ഞു. ആ നമ്പർ ഒന്ന് എഴുതിയെടുക്കാൻ പറ്റിയാൽ എളുപ്പമായിരിക്കും. 8281699254 അതാണ് ആ വാട്സാപ്പ് നമ്പർ. ഞാൻ ഒന്നുകൂടെ പറയാം. 8281699254. അതെ, അതാണ് ആ നമ്പർ. അതിനൊപ്പം തന്നെ കോർപ്പറേറ്റ് റിലേഷൻസ് @marsiloMedicity.com ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി. ഇത് നിങ്ങൾക്ക് കിട്ടുന്ന ഈ കാർഡിന്റെ പുറകിൽ ഇതുണ്ടാവും. നമ്മുടെ ഹോസ്പിറ്റലിൽ അഥവാ ആരെങ്കിലും വിളിക്കാതെ വന്നാൽ പോലും ആ കാർഡ് നമ്മുടെ
റിസപ്ഷൻ ഡെസ്കിൽ മൊബൈലിൽ കാണിച്ചാൽ മതി. ഈ കാർഡായിട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഇപ്പൊ ഒരു കാർഡിനടിയിൽ ഒരു 12-15 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ 15 കാർഡ് അടിക്കേണ്ട കാര്യമില്ല. അതിന്റെ ഈ കാർഡ് കാണിക്കുക, പേരിന് അഗെയിൻസ്റ്റ് വെരിഫൈ ചെയ്തിട്ട് ആ സർവീസ് കിട്ടും. ഹോസ്പിറ്റലിൽ വന്നിട്ടായാലും ആ ഡെഡിക്കേറ്റഡ് നമ്പറിൽ വിളിച്ചാൽ ആ സർവീസ് അവൈൽ ചെയ്യാൻ പറ്റും. അഞ്ചാമതായിട്ട് നമ്മുടെ അവിടെ ഉള്ളത് ഈ പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവ് ചെക്കപ്പ് ആണ് ആനുവലി വരുന്നത്. ഒരു 5 മെയിലും ഫീമെയിലും 5 കൺസൾട്ടേഷനോട് കൂടിയിട്ടുള്ള കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള വൈറ്റമിൻ ഡി ഉൾപ്പെടെ. പ്രവാസികളായിട്ട് ഞാനും കുറച്ചു നാൾ പ്രവാസിയായിരുന്നു. പ്രവാസിയായിട്ട് വർക്ക് ചെയ്യുന്നവർ പലരുടെയും ബുദ്ധിമുട്ടുകളൊന്നാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി എന്നൊക്കെയുള്ള. അത് ഉൾപ്പെടെ കവർ ചെയ്തുകൊണ്ടുള്ള ഒരു കോംപ്രിഹെൻസീവ് ഹെൽത്ത് ചെക്കപ്പ് പാക്കേജ് ആണ് നമ്മൾ പ്രവാസികൾക്കായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ 5 സർവീസുകളാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ പ്രവാസി അപ്പോസിലേറ്റുമായിട്ട് ചേർന്ന മെമ്പേഴ്സിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം മറ്റെന്തെങ്കിലും സഹായങ്ങളോ ആവശ്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ ആ കോൺടാക്ട് നമ്പറിൽ തന്നെ വിളിക്കാം. വാട്സാപ്പും അതിനകത്ത് അവൈലബിൾ ആണ്. അജേഷ് എന്നാണ് ആ ഡെപ്യൂട്ടി മാനേജർ, നമ്മുടെ ടീമിലുള്ള ആളുടെ പേര് അജേഷ്. അപ്പൊ അജേഷിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ ഡോക്ടർ ജോസി പറഞ്ഞതുപോലെ ഇപ്പം എവിഡൻസ് ബേസ്ഡ് മെഡിസിന്റെ കാലമാണ്. ഇപ്പൊ ഡോക്ടർ ജോസിക്ക് അറിയാം, എസ്പെഷ്യലി ന്യൂറോളജിസ്റ്റ് ആകുമ്പോൾ ഏറ്റവും കൂടുതൽ MRIകളും കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്ന അദ്ദേഹമാണ്. ഒരു 100 പേര് MRI ചെയ്യുമ്പോൾ ഒരു 80 പേര് കുഴപ്പമില്ലായിരുന്നു, വെറുതെ ചെയ്തു എന്ന് പറയും. പക്ഷെ നമ്മൾ അതിൽ ബാക്കിയുള്ള 20 പേരെ ഞങ്ങൾ കാണുന്നതാണ്. അവരുടെ ഒരു ഫൈൻഡിങ് വന്നാൽ അവർ പോകുന്ന ബുദ്ധിമുട്ടുകൾ. അപ്പം എവിഡൻസ് ബേസ്ഡ് മെഡിസിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പലപ്പോഴും ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്നത്. അതിൽ ഒന്നും കണ്ടുപിടിച്ചില്ലെങ്കിൽ നല്ലതെന്ന് വിചാരിച്ച് തന്നെ നമ്മൾ മുന്നോട്ട് പോകേണ്ടതാണ്. അസുഖങ്ങളില്ല എന്നുള്ള നിലയ്ക്ക് അസുഖങ്ങൾ ഇല്ലാതിരിക്കട്ടെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഈ സെഷൻസ് ഒക്കെ എടുക്കുന്നത്. ഡോക്ടർ ജോസി ഇപ്പോൾ ഒരാളെ നമുക്ക് ഇന്നിവിടെ കൊണ്ടുവരാൻ പറ്റിയതിൽ ഞങ്ങൾക്കും സന്തോഷമുണ്ട്. മറ്റ് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ നമ്മുടെ ഈ പ്രവാസി അപ്പോസിലേറ്റ് സ്കീമിനോടനുബന്ധിച്ചുണ്ടെങ്കിൽ ഇപ്പം ചോദിക്കാം. നമ്മുടെ ഇൻഷുറൻസ് എല്ലാം ആക്റ്റീവ് ആണല്ലോ അല്ലെ? ഇവിടെ ക്യാഷ്ലെസ് ആയിട്ടുള്ള ഇൻഷുറൻസുകൾ നമുക്ക് അത്യാവശ്യം മിഡിൽ ഈസ്റ്റിലുള്ള ഇൻഷുറൻസുകൾ പലതും നമുക്ക് തേർഡ് പാർട്ടി TPA ത്രൂ നമ്മൾ പ്രോസസ് ചെയ്യുന്നുണ്ട്. ഒട്ടുമുക്കാൽ എല്ലാ TPAസും നമുക്കുണ്ട്, ഇൻഷുറൻസും ഉണ്ട്. മേജർ ഇൻഷുറൻസുകളെല്ലാം കവേർഡ് ആണ്. TPAs അവൈലബിൾ ആണ്. ഇനി TPA അല്ലാത്ത ഏതെങ്കിലും ഒരെണ്ണം വന്നാൽ നമുക്ക് ബ്ലൂ ഡോട്ട് എന്നൊക്കെ പറഞ്ഞ് ഏജൻസീസ് ഉണ്ട്. അവർ ത്രൂ തന്നെ നമുക്ക് പ്രോസസ് ചെയ്യിപ്പിച്ച് ക്യാഷ്ലെസ് ആയിട്ട് പോകാൻ പറ്റും. അതായത് ഇപ്പം നമ്മുടെ ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു ഇൻഷുറൻസ് കമ്പനി നമ്മളുമായിട്ട് ടൈഡപ്പ് അല്ല എന്നുണ്ടെങ്കിൽ ബ്ലൂ ഡോട്ട് പോലത്തെ ഏജൻസികൾ അവരുടെ റിസ്കിൽ അവർ പേഷ്യന്റിന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഇൻഷുറൻസ് പ്രോസസ് ചെയ്യുന്ന ഏജൻസികളാണ്. അപ്പൊ ഇൻഷുറൻസ് ഓൾമോസ്റ്റ് ഇന്റർനാഷണൽ ഉൾപ്പെടെ നമുക്ക് അവിടെ കവർ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു. ഒരു സംശയം ചോദിച്ചോട്ടെ? നമ്മൾ പ്രവാസികൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉള്ള കാര്യമാണ്. ഏതാണ് നിങ്ങൾക്കത് സജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നോ പ്രോബ്ലം, പറയണ്ട കേട്ടോ. കാരണം നമുക്ക് ഒരുപാട് സംശയമുണ്ട് ഏത് ഹെൽത്ത് ഇൻഷുറൻസിൽ ചേരണമെന്നുള്ള കാര്യത്തിൽ. ആദ്യം സ്റ്റാർ ഇൻഷുറൻസിലായിരുന്നു ഞാൻ ചേർന്നിരുന്നത്. വളരെ മോശമായ സർവീസ് ആയതുകൊണ്ട് സ്റ്റാർ ഉപേക്ഷിച്ചു. ഇപ്പൊ ICICI ലോംബാർഡ് എന്നുള്ള ഇതിൽ ചേർന്നിരിക്കുകയാണ്. അങ്ങനെ നിരവധി ഉണ്ട്. അപ്പൊ നമുക്ക് അറിയത്തില്ല, ഓരോരുത്തർ പറയുന്നത് കേട്ടാണ് നമ്മളിങ്ങനെ ചേരുന്നത്. നിങ്ങളുടെ ഭാഗത്തു നിന്ന് അനുഭവം വെച്ച് എന്തെങ്കിലും ഒരു സജഷൻ പറയും. നിങ്ങൾക്ക് സന്തോഷമായിരുന്നു അങ്ങനെ ഒരു ബയസ്ഡ് ആയിട്ട് അല്ലാതെങ്കിൽ? ബയസ്ഡ് ആയിട്ട് അല്ലാതെ പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പെനിട്രേഷൻ ഉള്ള ഒരു ഇൻഷുറൻസ് കമ്പനി സ്റ്റാർ ഹെൽത്ത് ആണ് സാർ. അതിനകത്ത് ഒരു പ്രധാന കാരണം ഉള്ളത്, നമ്മൾ എക്സിസ്റ്റിംഗ് ഉള്ള എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടെങ്കിൽ അത് ആദ്യമേ ഡിക്ലെയർ ചെയ്യണം. നമ്മൾ പലരും ഏജന്റുമാർ പറയും അത് മിണ്ടണ്ട, അത് പറയണ്ട. പക്ഷെ ഇത് എവിടെയെങ്കിലും ഒരു ഹിസ്റ്ററി ഉണ്ടാവും. നമ്മുടെ ഹോസ്പിറ്റലിൽ വരുമ്പം ഹിസ്റ്ററി എടുക്കുന്ന കൂട്ടത്തിൽ ഡോക്ടേഴ്സും ഇപ്പം വളരെ കൃത്യമായിട്ടാണ് ഡോക്യുമെന്റേഷൻ ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എക്സിസ്റ്റിംഗ് കണ്ടീഷൻ എവിടെയെങ്കിലും പുറത്ത് വരുമ്പോഴാണ് ഇൻഷുറൻസ് ഡിനയൽ വരുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നല്ല കാര്യം ഇപ്പൊ എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞ്, പണ്ടൊക്കെ ഒരു ഇൻഷുറൻസ് എടുത്ത് പല ഡിസീസ് കണ്ടീഷൻസും കവർ ചെയ്യാൻ 4-5 കൊല്ലം പിടിക്കും. അപ്പൊ ഒരു 5 കൊല്ലം ഞാനിപ്പോ എക്സ് എന്ന് പറഞ്ഞൊരു ഇൻഷുറൻസ് കമ്പനി ഇൻഷുറൻസ് യൂസ് ചെയ്തതിന് ശേഷം അത് കൊള്ളത്തില്ല, എനിക്ക് വേറൊരു കമ്പനിയിലോട്ട് മാറണമെങ്കിൽ പുതിയ കമ്പനിയിൽ ചെല്ലുമ്പോൾ വീണ്ടും അത് 1ാമത്തെ ദിവസം തൊട്ട് എടുക്കുന്ന തുല്യമാണ്. പക്ഷെ ഇപ്പോഴത്തെ ഇന്ത്യയിലെ ഒരു ഇതനുസരിച്ച് നമുക്ക് ഇൻഷുറൻസ് മൊബൈൽ നമ്പർ പോർട്ട് ചെയ്യുന്ന പോലെ മറ്റൊരു ഇൻഷുറൻസ് കമ്പനിയിലോട്ട് പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ യു ഓൾവേസ് ഹാവ് എ ഫ്രീഡം ടു പോർട്ട് യുവർ ഇൻഷുറൻസ്. അപ്പൊ നമുക്ക് മുൻകാല പ്രാബല്യത്തോടു കൂടി തന്നെ ആ പോളിസി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇൻഷുറൻസ് ഏതാണ് നല്ല കമ്പനി എന്ന് ചോദിച്ചാൽ അത് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ സാറ് പറഞ്ഞ പോലെ സ്റ്റാർ ഹെൽത്ത് ഒരു 12 കൊല്ലമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. പെനിട്രേഷൻ കൂടുതലാണ്. സ്റ്റാർ ഹെൽത്തിന്റെ ഒരു ഏറ്റവും വലിയ മെച്ചം ഏത് ഹോസ്പിറ്റലിൽ പോയാലും അവർക്ക് സർവീസ് അവൈലബിൾ ആണെന്നുള്ളതാണ്. പക്ഷെ ഈ പറയുന്നതിൽ പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻ പോലുള്ള കാര്യങ്ങൾ നമ്മൾ മറച്ചു വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പല റിസ്ക്കും വരും. അപ്പം സ്റ്റാർ ഹെൽത്തിന്റെ എന്ന് പറഞ്ഞ പോളിസി എമൗണ്ട് കുറവാണ്, അതുകൊണ്ട് കൂടുതൽ ആൾക്കാർ എടുക്കും. ICICI പോലുള്ളത് പോളിസി എമൗണ്ട് വളരെ കൂടുതലാണ്. അപ്പൊ പല കാരണം കൊണ്ടും അവർ പ്രീ എക്സിസ്റ്റിംഗ് ചിലത് കവർ ചെയ്തു പോകും. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനൊരു സംശയം വരുന്നത്, മറ്റേ എടുത്തിട്ട് കിട്ടിയില്ലല്ലോ പക്ഷെ ഇതെടുത്ത്. അത് ഡിപ്പെൻഡ്സ് ഓൺ ദി പോളിസി എമൗണ്ട് ദാറ്റ് വി പേ.
അപ്പൊ എനിക്കൊരു 2 അഡൽട്ട് പ്ലസ് 1 ചൈൽഡ് എടുക്കാൻ എൻ്റെ ഒരു ഏജ് 40-ൽ എനിക്ക് 13,000 14,000 റുപ്പീസ് സ്റ്റാർ ഹെൽത്ത് ആവുന്നുള്ളൂ. പക്ഷെ ICICI പോലത്തെ ഒരെണ്ണെടുത്ത് ചിലപ്പോൾ 30,000 to 40,000 വരും, ഒരു 6 to 7 lakhs ഫ്ലോട്ടിംഗ് എമൗണ്ട്. പക്ഷെ ആ എനിക്ക് ഒരു രണ്ടും എമൗണ്ട് ഒരുപോലെയായിരുന്നു കേട്ടോ. എനിക്ക് സ്റ്റാർ എന്തോ ഹെൽത്തിന് ഞാൻ 15 lakhs 40,000 അടുത്ത് അടയ്ക്കുന്നുണ്ടായിരുന്നു. ആ 2 adults plus 3 children. ആ ഇപ്പോഴും ICICI നോമ്പാണ് ഞാൻ പോർട്ട് ചെയ്തപ്പോഴും എനിക്ക് ആ എമൗണ്ട് വരുന്നുള്ളൂ. ഇതിനകത്ത് വ്യത്യാസം ആ എമൗണ്ട് ചോദിച്ചാൽ എൻ്റെ മകന് ബാംഗ്ലൂർ വിഷയങ്ങളൊക്കെ ഉണ്ടായി. അവന് കളിച്ചപ്പം ലിഗമെന്റ് ഇഞ്ചുറി ഒക്കെ ഉണ്ടായി. അവിടെ ഒന്നും സ്റ്റാർ ഹെൽത്ത് വളരെ കസ്റ്റമർ സർവീസ് മോശമായിരുന്നു. അവർ മീറ്റ് ഓക്കെ ചെയ്തിട്ടുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഓക്കെ മാറ്റേണ്ടി വന്നത്. മാറ്റിയപ്പോൾ ഓക്കെ 2 കാര്യം അറിയാൻ പറ്റി. ഈ ICICIക്ക് ഒരു ഗുണം അവർ പറഞ്ഞത്, ഈ നമ്മുടെ നഴ്സിംഗ് കെയർ ഉപയോഗിക്കുന്ന ഡിസ്പോസിബിൾ സാധനങ്ങൾ എല്ലാം കവർ ആകുന്നുണ്ട്. പക്ഷേ ഓക്കെ സ്റ്റാർ ഹെൽത്തിന് ഇതൊന്നും കവർ ആകുന്നില്ല. അതൊക്കെ എക്സ്ക്ലൂഡ് ചെയ്തൊരു ബില്ല് വരും. നമ്മൾ ഓക്കെ 25,000 മൊത്തം ബില്ലായി കഴിഞ്ഞാൽ അവർ കവർ ചെയ്യുന്ന ഒരു 15,000 സ്റ്റാർ ഹെൽത്ത് കവർ ചെയ്യും. ബാക്കി ഒരു 10,000 പറയുന്നത് ഇതൊക്കെ ഇതല്ലായിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ചോദിച്ചത് മാത്രം കേട്ടോ. താങ്ക് യു. നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു, കാരണം നാട്ടില് 11:15 ടൈം. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ നമ്മളിവിടെ കൂടി ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നില്ല. ഡോസ് ഓപ്പൺ ആണ്, നമുക്ക് വീണ്ടും ആക്സസിബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് ഈ സെഷൻ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. നന്ദിയുടെ ഒരു വാക്ക് പറയാൻ വേണ്ടിയിട്ട് മിഡിൽ ഈസ്റ്റിൻ്റെ സെക്രട്ടറി ശ്രീ രജിത്തിനെ ക്ഷണിക്കുന്നു. നമുക്ക് അതോട് ഈ സെഷൻ നിർത്താം. ഗുഡ് ഈവനിങ് ഓൾ. വളരെ ഔപചാരികതയ്ക്ക് വേണ്ടി മാത്രം നന്ദി പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സമയം വളരെ വൈകി. ബഹുമാനപ്പെട്ട വളച്ചാലച്ച, ബഹുമാനപ്പെട്ട കണിയോടിക്കലച്ച, നെല്ലിക്കലച്ച, മാണിയച്ച, മറ്റ് PDMA സുഹൃത്തുക്കളെ, അതുപോലെ തന്നെ സ്പെഷ്യലായിട്ട് ഡോക്ടർ ജോസി, ഡോക്ടർ ശ്രീരാജ്, എല്ലാവർക്കും പ്രത്യേകിച്ച് ഇങ്ങനെ ഈ ഞങ്ങൾക്ക് അമരക്കാരനായിട്ടുള്ള വെള്ളച്ചാലച്ചന് നന്ദി പറയുന്നു. ഒപ്പം ഞങ്ങളോട് എപ്പോഴും ഒത്തിരി സ്നേഹത്തോടെ മെഡിസിറ്റി ഞങ്ങൾക്ക് വേണ്ടി തുറന്നു തന്നുകൊണ്ട് ഞങ്ങളോടൊപ്പമുള്ള ജോസഫ് കണിയോടിക്കലച്ചൻ, ബഹുമാനപ്പെട്ട കണിയോടിക്കലച്ചനെ ഞങ്ങൾ നന്ദി പറയുന്നു. ജോസി ഡോക്ടറിനെ കുറിച്ച് പറയുമ്പം ഞങ്ങൾ കുടുംബസമേതം ഡോക്ടറുടെ പേഷ്യൻസാണ്. എനിക്ക് ഒത്തിരി സംശയങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാനുണ്ടായിരുന്നു, നേരിട്ട് ചോദിക്കും തീർച്ചയായിട്ടും. അപ്പോൾ അതുപോലെ തന്നെ ഡോക്ടർക്ക് പ്രത്യേകമായിട്ട് വളരെ മനോഹരമായ രീതിയിൽ ആരോഗ്യത്തെക്കുറിച്ച്, സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യതകളെ കുറിച്ച്, കാരണങ്ങളെ കുറിച്ചൊക്കെ വളരെ മനോഹരമായിട്ട്, അല്പം പേടിയൊക്കെ ഇപ്പം മനസ്സിൽ തോന്നിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇനി അതിന് ഒരു പേടി റിലീഫ് ചെയ്യാനുള്ള മാർഗങ്ങൾ കൂടെ അടുത്ത സെഷനിൽ പറഞ്ഞു തരണം. അത് ഡോക്ടർക്ക് പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ ഡോക്ടറെ കുറിച്ച് ഒരു ഭാഗം പറയാതിരിക്കാൻ പറ്റില്ല. ഡോക്ടർ ഇപ്പം നമ്മളോട് വളരെ സീരിയസ് ആയിട്ട് ക്ലാസ് എടുത്തെങ്കിലും മുമ്പിൽ വരുന്ന പേഷ്യൻസിനോട് അദ്ദേഹം സമീപിക്കുന്ന രീതി മറ്റൊന്നാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് എൻ്റെ അമ്മ കുറച്ച് ഇവിടെ ഉണ്ട്, ഈ സെഷൻ കേൾക്കുന്നുണ്ട്. അമ്മ ഒരുപാട് ഡോക്ടർമാരുടെ അടുത്ത് പോയിട്ട് ഒരുപാട് രോഗങ്ങൾക്ക് മരുന്ന് മേടിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ ഒരു ഡോക്ടറുടെ അടുത്ത് സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ അത് ജോസി ഡോക്ടറുടെ അടുത്താണ്. അമ്മ ഇത് കേൾക്കുന്നുണ്ട് ഇപ്പോൾ. അത് അദ്ദേഹത്തിന്റെ ആ ഒരു രീതി കൊണ്ടും കൂടെയാണ് വ്യക്തിയെ മനസ്സിലാക്കി രോഗങ്ങളെ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ഇപ്പൊ ക്ലാസ് എടുത്ത പോലെ തന്നെ ഹൃദ്യമായ രീതിയിൽ പേഷ്യൻസിനെയും കാണുന്നു എന്നുള്ളത് ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. പ്രത്യേകം ഡോക്ടർക്ക് നന്ദി പറയുന്നു. ഇപ്പൊ ശ്രീരാജ്, അദ്ദേഹം ഇപ്പോഴും മെഡിസിറ്റിയുടെ പ്രവാസികൾക്ക് വേണ്ടിയുള്ള ഈ സ്കീമുകളൊക്കെ പ്ലാൻ ചെയ്തപ്പോൾ അദ്ദേഹം വളരെ അധികം എന്തൂസിയാസ്റ്റിക് ആയിട്ട് കാര്യങ്ങൾ വിശദീകരിച്ച് തരാനായിട്ട് എപ്പോഴും തയ്യാറായിട്ടുണ്ട്. ഈ 11:30 മണിക്ക് രാത്രിയിലും അദ്ദേഹം വളർന്നിരിക്കുന്നു. എല്ലാവർക്കും നന്ദി. ഒപ്പം PDMA അമരക്കാർക്ക്, എൻ്റെ സഹപ്രവർത്തകർക്ക്, എന്നിവർ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. താങ്ക് യു. ഗുഡ് നൈറ്റ്. താങ്ക് യു രജിത്. നമുക്ക് എന്താണെങ്കിലും വളരെ നല്ലൊരു സെഷനായിരുന്നു. ടൈം പോയത് അറിഞ്ഞില്ല. നമുക്ക് ടൈമിൻ്റെ റെസ്ട്രിക്ഷൻ ഉള്ളതും നാട്ടിൽ ഇത്രയും സമയമായതുകൊണ്ടും നമ്മൾ നിർത്തുവാണ്. പക്ഷേ ജസ്റ്റ് ബിഗിനിങ് നമ്മൾ തുടങ്ങി വെക്കുന്നു. നമ്മൾ വീണ്ടും തുടരും. ബഹുമാനപ്പെട്ട കണിയോടിക്കലച്ച ഞങ്ങൾക്കൊരു ബ്ലെസ്സിങ് തന്ന് ഞങ്ങളെ ഈ ഒരു സെഷൻ ഒന്ന് നല്ല പ്രാർത്ഥനാപൂർവ്വം നിർത്താൻ അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നമ്മുടെ കർത്താവിശ്വസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്തുതിയായിരിക്കട്ടെ. നന്ദി. ഗുഡ് നൈറ്റ്.